മോർണിംഗ് വൈബ്സിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. മോർണിംഗ് വൈബ്സിൽ ഒരുപാട് വാർത്തകൾ ഞങ്ങൾ പ്രേക്ഷകർക്കായി കാത്തുവച്ചിട്ടുണ്ട്. നമുക്ക് കഴിഞ്ഞ കുറെ ദിവസങ്ങളായി നമ്മൾ ചർച്ച ചെയ്യുന്നത് ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടും അതിനെ തുടർന്നുള്ള നടിമാരുടെ അല്ലെ ഒരുപാട് പേര് രംഗത്തേക്ക് എത്തുന്നുണ്ട്. പല പേരുകളും പറഞ്ഞുകൊണ്ട് സധൈര്യം മുന്നോട്ട് വരാൻ പലരും തയ്യാറാകുന്നു എന്നുള്ളതാണ് ആശാവഹമായ കാര്യം. പക്ഷേ ഇപ്പോഴും അത് ആരോപണങ്ങൾ മാത്രമായി പലപ്പോഴും നിൽക്കുന്നു എന്നുള്ളതാണ്. അതിൽ രാവിലെ നമ്മൾ എഴുന്നേൽക്കുമ്പോൾ ഇന്ന് ആർക്കൊക്കെ എതിരെയാണ് ആരോപണങ്ങൾ ഉയരുന്നത്? കാരണം നമ്മൾ മലയാളികൾ എല്ലാവരും മനസ്സിൽ വലിയ വിഗ്രഹങ്ങളായി വെച്ചുകൊണ്ടിരിക്കുന്ന പല വിഗ്രഹങ്ങളും ഉടഞ്ഞു വീഴുന്ന കാഴ്ചകളാണ് നമ്മൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്തായാലും കൂടുതൽ പേരുകൾ ഇനിയും പുറത്തു വരാനുണ്ട് എന്ന് തോന്നുന്നു. അത്തരത്തിൽ ചില വെളിപ്പെടുത്തലുകൾ നടത്താൻ നമുക്കൊപ്പം ന്യൂസ് 18 ചില നടിമാർ എത്തുന്നുണ്ട് എന്നുള്ളതും പ്രേക്ഷകരോട് പറയേണ്ട കാര്യമാണ്. ഓരോ മണിക്കൂറിലും ഓരോ പുതിയ വെളിപ്പെടുത്തലുകൾ വരുന്നുണ്ട്. മോർണിംഗ് ഷോയുടെ പ്രത്യേകത ഞങ്ങൾ ഒരുപാട് സെഗ്മെന്റ്സ് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പ്രത്യേകിച്ചും ഈ പ്രേക്ഷകരുമായി നമ്മളിപ്പോൾ നേരിട്ട് സംവദിക്കുക, അതായത് അവരുടെ വിശേഷ അവസരങ്ങൾ, ബർത്ത്ഡേ, വിവാഹ വാർഷികം, അതിനപ്പുറം അവർക്ക് എന്ത് സന്തോഷമാണോ പങ്കുവെക്കാനുള്ളത് അത് നമ്മളുമായി പങ്കുവെക്കാം എന്നുള്ളതാണ്. ചിലപ്പം അവരുടെ സ്വന്തം ബർത്ത്ഡേ ആവണം എന്നില്ല, അവരുടെ പ്രിയപ്പെട്ടവർക്ക് ഒരു സർപ്രൈസ് കൊടുക്കാൻ വേണ്ടി നമ്മളെ സമീപിക്കാവുന്നതാണ്. അപ്പോൾ നമ്മൾ ഒരു കാർഡൊക്കെ അടിച്ച് ഹാപ്പി ബർത്ത്ഡേ അല്ലെങ്കിൽ ഹാപ്പി ആനിവേഴ്സറി എന്നൊക്കെ പറഞ്ഞ് സൂം ലിങ്കിലൂടെ നേരിട്ടും ചേർന്ന് പ്രേക്ഷകരോടൊപ്പം മറ്റുള്ളവരോടൊപ്പം അവരുടെ ബർത്ത്ഡേ അല്ലെങ്കിൽ അവരുടെ വിശേഷ അവസരങ്ങളുടെ സന്തോഷം പങ്കിടാം. ഇന്നൊരു ബർത്ത്ഡേ ഗേൾ നമുക്കൊപ്പം ചേരുന്നുണ്ട്. അതുകൂടാതെ ഒരുപാട് ആളുകൾ ചേരാൻ പറ്റുന്ന ആളുകളുടെ ബർത്ത്ഡേ വിഷും നമ്മൾ കാർഡായിട്ട് നേരത്തെ പറഞ്ഞതുപോലെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിന്റെ ഫോർമാറ്റ് നമ്മൾ വരുന്ന വഴിക്ക് പറയുന്നതായിരിക്കും. നമ്മളൊരു വാട്സ്ആപ്പ് നമ്പർ സ്ക്രീനിൽ കാണിക്കും. പ്രേക്ഷകർക്ക് ആ വാട്സ്ആപ്പ് നമ്പറിൽ നിങ്ങളുടെ പേര്, എന്താണ് ആഘോഷം എന്നുള്ളത്, അതിന്റെ ഡേറ്റും അറിയിക്കാവുന്നതാണ്. അപ്പോൾ നമ്മൾ നിങ്ങളെ ബന്ധപ്പെടുന്നതായിരിക്കും. എന്തായാലും അതിന്റെ ഡീറ്റെയിൽഡ് കാർഡ് പ്രേക്ഷകരെ നമ്മൾ ആ ഒരു സെഗ്മെന്റ് ടൈമിൽ കാണിക്കുന്നതായിരിക്കും. തിരുവനന്തപുരത്ത് അടക്കം നമ്മുടെ തലസ്ഥാനത്തൊക്കെ നമ്മൾ താമസിക്കുന്ന അതടക്കം എല്ലാ സ്ഥലങ്ങളിലും ഓണത്തിന്റെ ആരവം അങ്ങോട്ട് വന്നു കയറുകയാണല്ലേ. പല എക്സ്പോകളും ആരംഭിച്ചു കഴിഞ്ഞു. തൊട്ടടുത്ത് മറൈൻ എക്സ്പോ അടക്കം ആരംഭിച്ചു കഴിഞ്ഞു. വേൾഡ് മാർക്കറ്റില് ലുലു മോളിൽ ഒക്കെ പോയപ്പോൾ അവിടെ ഓണമായിട്ട് ബന്ധപ്പെട്ട റിഡക്ഷൻ സെയിലുകൾ ആരംഭിക്കുന്നു. തലസ്ഥാനത്ത് എല്ലാ സ്ഥലങ്ങളിലും തുണിക്കടകളിലാണെങ്കിൽ ചാലയിലാണെങ്കിലും ഒക്കെ ഓണത്തിന്റെ ഒരു ബഹളം അങ്ങോട്ട് പൂവൊക്കെ വന്ന് നിറഞ്ഞു തുടങ്ങി കേട്ടോ. പല സ്ഥലങ്ങളിലും പൂക്കൾ വന്നു തുടങ്ങി. അപ്പൊ നമ്മൾ ഓണവുമായി ബന്ധപ്പെട്ട് ഒരുപാട് വാർത്തകളുണ്ട്. ഇന്നും നമ്മുടെ പല സ്ഥലങ്ങളിൽ നിന്നുള്ള ഓണം വാർത്തകൾ നമ്മുടെ ഈ മോർണിംഗ് സെഗ്മെന്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെ അതിഥി കൂടി നമുക്കൊപ്പം ഇന്ന് ചേരുന്നുണ്ട്. മനീഷ, എല്ലാവരുടെയും പ്രിയപ്പെട്ട സിനിമ സീരിയൽ താരമാണ്, ബിഗ് ബോസ് താരമാണ്, ഒപ്പം ഗായിക കൂടിയാണ് മനീഷ. അപ്പോൾ മനീഷ നമുക്കൊപ്പം ചേരുന്നുണ്ട് വിശേഷങ്ങളും ഒക്കെയായി. അപ്പോൾ മനീഷയോട് നമുക്ക് ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ കുറിച്ചൊക്കെയും കൂടി ചോദിക്കാം. അനുഭവങ്ങൾ പറയാനുണ്ട്. മനീഷ സീരിയൽ സിനിമാ രംഗത്ത് വർഷങ്ങളായി നിൽക്കുന്ന ആളാണ്. മനീഷയ്ക്ക് ഒരുപാട് അനുഭവം. അതൊക്കെ ഇപ്പോഴത്തെ ഒരു പ്രത്യേകത. ഈ കമ്മിറ്റി റിപ്പോർട്ട് വന്നതിന് ശേഷം ഈ പല ആളുകളും എല്ലാം തുറന്നു പറയാൻ തയ്യാറാവുന്നതാണ്. അത് പേടിയില്ല. ഇന്നലെ പൃഥ്വിരാജൊക്കെ വളരെ ബോൾഡായി ഈ കാര്യം മാധ്യമങ്ങളോട് പറയുന്നുണ്ടായിരുന്നു. കാരണം കുറ്റക്കാരും ശിക്ഷിക്കപ്പെടണം, അവർ കുറ്റക്കാരല്ല എങ്കിൽ അവർക്ക് നീതിയും കിട്ടണം എന്നുള്ള വളരെ കൃത്യമായ. കാരണം ഇതിൽ രണ്ട് വശമുണ്ടല്ലോ. ചിലർ പറയുന്നതൊക്കെ വെറുതെ ഫേക്കായി ചില ആരോപണങ്ങൾ ഉന്നയിച്ചിട്ട് പോകാം. കാരണം ഇവരൊക്കെ താരവിഗ്രഹങ്ങളാണ്, അവർക്കെതിരെ എന്തെങ്കിലും പൂർവ്വ വൈരാഗ്യം ഉണ്ടെങ്കിൽ അത് ഉപയോഗപ്പെടുത്തുന്ന സന്ദർഭമാണ്. പക്ഷെ അപ്പോഴും ജനുവിനായുള്ള ആരോപണങ്ങളും പലരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നുണ്ട് അല്ലെ. എന്തായാലും ഇതിൽ കൃത്യമായ അന്വേഷണം വേണം. ആ അന്വേഷണത്തിലേക്ക് നീങ്ങുകയാണ് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അല്ലെ. നമുക്ക് മുമ്പിലുള്ള ആദ്യ വാർത്ത, പ്രധാനപ്പെട്ട വാർത്തയും അത് തന്നെയാണ്. ഇന്ന് ഇപ്പോ പ്രത്യേക അന്വേഷണ സംഘം കഴിഞ്ഞ ദിവസം രൂപീകരിച്ചിരുന്നു. അവരുടെ ആദ്യ യോഗം ഇന്ന് കൊച്ചിയിൽ ചേരുകയാണ്. അതെ, രാവിലെ പോലീസ് ആസ്ഥാനത്താണ് ഈ യോഗം നടക്കുക. ചലച്ചിത്ര അക്കാദമി ചെയർമാനായിരുന്ന രഞ്ജിത്തിനെതിരെ ബംഗാളി ചലച്ചിത്ര താരം നൽകിയ പരാതി കൊച്ചി സിറ്റി പോലീസ് പ്രത്യേക സംഘത്തിന് കൈമാറും. FIR രജിസ്റ്റർ ചെയ്യപ്പെട്ടാൽ തുടർ നടപടിയിലേക്ക് പ്രത്യേക സംഘം നീങ്ങും. വരും ദിവസങ്ങളിൽ കൂടുതൽ പരാതികൾ സംഘത്തിന് മുന്നിൽ എത്തിയേക്കുമെന്നാണ് സൂചന. അതേസമയം നേരത്തെ ഹേമ കമ്മിറ്റി മുൻപാകെ മൊഴി നൽകിയവരിൽ പലർക്കും ആശങ്ക നിലനിൽക്കുന്നുണ്ട്. പേരുകൾ വെളിപ്പെട്ടാൽ പ്രതികാര നടപടികൾ ഉണ്ടാകുമോ എന്നതാണ് ഇതിന് കാരണം. ക്രൈംബ്രാഞ്ച് ADGP H വെങ്കിടേഷ് ആണ് പ്രത്യേക സംഘത്തിന് മേൽനോട്ടം വഹിക്കുന്നത്. തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണർ നേതൃത്വം നൽകുന്ന സംഘത്തിൽ 4 വനിതാ IPS ഉദ്യോഗസ്ഥരുമുണ്ട്. ഏതായാലും ഇന്നലെ മിനു എന്ന നടി അല്ലെ, മിനു മുനീർ എന്ന നടി ഇന്നലെ ആരോപണം ഉന്നയിച്ചിരുന്നു. അതും പ്രമുഖരായ 6 പേർക്കെതിരെയാണ്. അവരും ഇന്ന് കൊച്ചിയിൽ പരാതി നൽകും എന്ന് നമ്മളോട് രാവിലെ സൂചന നൽകിയ പശ്ചാത്തലം കൂടിയുണ്ട്. പ്രൈം ഡിബേറ്റിൽ അതിഥിയായി എത്തിയപ്പോഴാണ് പരാതി നൽകും എന്നുള്ളത് വ്യക്തമാക്കിയത്, നിലപാട് വ്യക്തമാക്കിയത്. അതെ, നമുക്ക് നവമി ദിനേശ് അവിടെയുണ്ട്. സിനിമാ മേഖലയിലെ സിനിമാക്കാരുമായൊക്കെ എപ്പോഴും ഒരു കോൺടാക്ട് ഉള്ള ആളാണ് നവമി. നമുക്ക് ആദ്യം തന്നെ ഈ സിനിമാ മേഖലയിൽ വല്ലാത്തൊരു അമ്പരപ്പ് ഉണ്ടായിട്ടുണ്ടല്ലേ ഇങ്ങനെ ഒരു സംഭവം? ഓരോരുത്തരും സിനിമാക്കാരൊരു പക്ഷേ രാവിലെ ഞെട്ടിയായിരിക്കും ഉണരുന്നത്. ആർക്കെതിരെയാണ് ഇന്ന് പരാതി, ആർക്കെതിരെയാണ് ആരോപണം ഉന്നയിക്കുന്ന കാര്യത്തിൽ ഈ പറഞ്ഞതുപോലെ തെറ്റ് ചെയ്തവരൊക്കെ പേടിക്കുകയുള്ളൂ എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. അങ്ങനെ ഉണ്ടായിട്ടുള്ള ആളുകൾ പലരും അത്ര സുഖകരമായില്ല അവരുടെ മോർണിംഗ് ഒന്നും അല്ലേ.
വെരി ഗുഡ് മോർണിംഗ് രഞ്ജിത്ത് ആര്യ. രഞ്ജിത്ത് പറഞ്ഞതുപോലെ തന്നെയാണ് ഇപ്പോൾ പലപ്പോഴും നമ്മൾ പ്രധാനപ്പെട്ട നടന്മാരോടൊക്കെ ഇത്തരത്തിൽ പ്രതികരണം ആരായുമ്പോൾ അവർ പറയുന്നത് പ്രതികരിക്കാം, നോക്കട്ടെ, ഞങ്ങൾക്ക് തീരുമാനിക്കണം, ഞങ്ങൾക്ക് യോഗം ചേരണം, അങ്ങനെ പല പല ന്യായങ്ങളാണ് അവരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. ചിലപ്പോൾ അവർക്കുമൊക്കെ ഭയം ഉണ്ടാകും, ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ തങ്ങളുടെ പേരുണ്ടാകുമോ, അല്ലെങ്കിൽ ഇനി ഏതെങ്കിലും ഒരു ആർട്ടിസ്റ്റ് തങ്ങളുടെ പേര് വെളിപ്പെടുത്തിക്കൊണ്ട് രംഗത്തെത്തുമോ എന്നുള്ളൊരു ആശങ്കയൊക്കെ അവർക്കും ഉണ്ടാകും. അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ ധൈര്യമായി വന്ന് നിലപാട് പ്രഖ്യാപിക്കാൻ അവർ ഭയപ്പെടുന്നത്. ഇന്നലെ പൃഥ്വിരാജിന്റെ ഒക്കെ നിലപാട് വളരെ വ്യക്തമായിരുന്നു, ശക്തമായിട്ടുള്ള ഒരു നിലപാട്, ജഗദീഷിന്റെ ശക്തമായിട്ടുള്ള നിലപാട്. പക്ഷെ അങ്ങനെ ഒരു നിലപാട് പറഞ്ഞ് രംഗത്തെത്താൻ പലരും മടിക്കുന്നതിന് കാരണം അതുകൊണ്ട് തന്നെയാണ്. ഇന്നലെ തന്നെ നമ്മൾ പ്രതീക്ഷിക്കാത്ത പല നടന്മാരുടെയും ഒക്കെ പേര് വന്നപ്പോൾ ശരിക്കും ഞാൻ ഞെട്ടി. അയ്യോ, ഇവരൊക്കെ ഇങ്ങനെ ആരോപണം മാത്രമാണ്, പക്ഷെ ഇവരൊക്കെ ഇങ്ങനെ ഇത് ചെയ്യുമോ, അല്ലെങ്കിൽ ഇത്തരത്തിൽ സ്ത്രീകളോട് മോശമായി പെരുമാറുമോ എന്ന് തന്നെ തോന്നുന്ന രീതിയിലായിരുന്നു ഇന്നലെ പല ആർട്ടിസ്റ്റുകളും മൊഴിയുമായി രംഗത്തെത്തിയപ്പോൾ, ആരോപണവുമായി രംഗത്തെത്തിയപ്പോൾ തോന്നിയത്. കാരണം ഇവരൊക്കെ ഈ പ്രധാന സമൂഹത്തിൽ നടക്കുന്ന അനീതികൾക്കെതിരെ അല്ലെങ്കിൽ സ്ത്രീകൾക്കെതിരായ ആക്രമണങ്ങൾക്കെതിരെയൊക്കെ വലിയ രീതിയിൽ സോഷ്യൽ മീഡിയയിലൂടെയും അല്ലാതെയും ഒക്കെ മാധ്യമങ്ങളിലൂടെയും പൊതുവേദിയിലുമൊക്കെ നിലപാട് പ്രഖ്യാപിക്കുന്നവരാണ്. അപ്പോൾ അവർ തന്നെ ഇങ്ങനെ ചെയ്യുമോ എന്നുള്ളൊരു കാര്യം ഓർക്കുമ്പോൾ തന്നെ വലിയ രീതിയിൽ ആശങ്ക ഉയർത്തുന്നുണ്ട്. മറ്റൊന്ന്, ഇനിയും ആളുകളുടെ പേരുകൾ പുറത്തു വരുമോ എന്ന ഒരു സംശയം കൂടി ഉറപ്പായിട്ടും ഉണ്ടാകും. ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പല പ്രമുഖരുടെയും താരരാജാക്കന്മാരുടെ അടക്കം പേരുണ്ടെന്നൊക്കെ അഭ്യൂഹങ്ങളുണ്ട്. എന്തായാലും ആ റിപ്പോർട്ടിലെ കാര്യങ്ങളൊക്കെ നമുക്ക് പുറത്തു വന്നാൽ മാത്രമേ അതിനെക്കുറിച്ചൊക്കെ കൂടുതൽ വിശദമായി പറയാൻ കഴിയൂ. എന്തായാലും ഓരോ ദിവസവും പേരുകൾ പുറത്തു വരുമ്പോൾ, അല്ലെങ്കിൽ ഓരോ മണിക്കൂറുകൾ കഴിയുന്തോറും ഓരോ താരങ്ങളുടെ പേരുകൾ പുറത്തു വരുമ്പോൾ അത് വലിയ രീതിയിലാണ് ഞെട്ടലുണ്ടാക്കുന്നത്. രഞ്ജിത്ത്, അതാണ് പ്രധാന കാര്യം. ഈ താരങ്ങളുടെ പേരുകൾ ഓരോ ദിവസവും ഓരോ പുതിയ പുതിയ നടിമാർ, അതും ഈ പറഞ്ഞ 2008, 2009, 2010 കാലഘട്ടത്തിലൊക്കെ ഉണ്ടായ സംഭവങ്ങളെ കുറിച്ചൊക്കെ തുറന്നു പറയാൻ അവർ ധൈര്യം കാണിക്കുന്നു എന്നുള്ളതാണ്. മാത്രമല്ല, നിയമപരമായ അതിൽ ചിലരെങ്കിലും മുന്നോട്ട് വരുന്നുണ്ട് എന്നുള്ള ഒരു കാര്യം കൂടിയുണ്ട്. പക്ഷെ അവിടെയൊക്കെ ഒരു പ്രതിസന്ധി ആകുന്നത് ഒരു പക്ഷേ ഈ തെളിവുകളുടെ അഭാവം, അത് ഈ കേസിനെ എങ്ങനെ ബാധിക്കും, അവർക്ക് അവരുടെ ഭാഗം അല്ലെങ്കിൽ അവരനുഭവിച്ച ആ ഒരു ബാഡ് എക്സ്പീരിയൻസ് പ്രൂവ് ചെയ്യാൻ പറ്റുമോ നിയമപരമായി എന്നുള്ളൊരു കാര്യം നിലനിൽക്കുന്നുണ്ട്. അതെന്തായാലും അന്വേഷണ സംഘത്തിന് നേരത്തെ കൊച്ചിയിലടക്കം ഒരുപാട് ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ ഉയരുകയും കേസുമായൊക്കെ മുന്നോട്ട് പോവുകയും നമ്മുടെ വിജയബാബുവിനെ പോലുള്ളവരൊക്കെ കുറച്ചാൾ മാറി നിൽക്കുകയും ഒക്കെ ചെയ്ത സാഹചര്യമൊക്കെ ഉണ്ടായിട്ടുണ്ട്. ആ കേസിന്റെയൊക്കെ അവസ്ഥ അവരൊന്നും പിന്നീട് ശിക്ഷിക്കപ്പെട്ടതായോ അത് മുന്നോട്ട് പോയതായി കണ്ടില്ല, എങ്ങും എത്താതെ പോയി എന്നുള്ളതാണ്. അങ്ങനെ ഒരു മറുവശം കൂടി ഉണ്ടല്ലോ അല്ലെ. ഇവർ ഈ പറഞ്ഞതുപോലെ ഒരു മാധ്യമ സമ്മർദ്ദത്തിൽ അന്വേഷണ സംഘം രൂപീകരിക്കുന്നു, കേസെടുക്കുന്നു, അന്വേഷിക്കുന്നു, ഒരുപക്ഷെ വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യുന്നു. അതിനപ്പുറത്തേക്ക് ഒരു നിയമപരമായ കൂടുതൽ തലങ്ങളിലേക്ക് ഈ കേസുകളൊന്നും പോയ ചരിത്രമില്ലല്ലോ അല്ലെ. തീർച്ചയായും രഞ്ജിത്ത്, ഈ ഒരു പരാതിയുമായി അല്ലെങ്കിൽ ഈ ഒരു ഇപ്പോൾ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വരുന്നു, അതിന് പിന്നാലെ ഒരുപാട് ആർട്ടിസ്റ്റുകൾ തങ്ങൾക്ക് നേരിട്ട അനീതികൾ അല്ലെങ്കിൽ തങ്ങൾക്ക് നേരിട്ട അതിക്രമത്തെ കുറിച്ചൊക്കെ പറയാനുള്ളൊരു ധൈര്യം അത് സമ്മതിക്കണം. കാരണം അവർ അനുഭവിച്ച ഒരു വേദന, അവർ ഈ ഒരു ഫീൽഡിൽ നിന്ന്, സിനിമാ ലോകത്ത് നിന്ന് തന്നെ അവരെ പുറത്താക്കി, അല്ലെങ്കിൽ അവരെ പലപ്പോഴും അവസരങ്ങൾ നഷ്ടപ്പെടുത്തി എന്നൊക്കെ കൊണ്ട് പലരും ഇത് പുറത്തു പറയാതെ ഈ ആഗ്രഹം, പാഷൻ പോലും ഉപേക്ഷിച്ച് പോകുന്നൊരു സാഹചര്യം ഉണ്ടായി. പക്ഷെ അവർക്കൊരു അവസരം കിട്ടിയപ്പോൾ അവർ അത് തുറന്നു പറയാൻ തയ്യാറായി. അതൊക്കെ നമ്മൾ അഭിനന്ദിക്കുക തന്നെ ചെയ്യുന്നു. പക്ഷെ ഇവരുടെ കയ്യിൽ നമുക്കറിയാം, ഈ പലപ്പോഴും പല കേസുകളും ആരോപണം അല്ലെങ്കിൽ ഒരു പരാതിയുമായി രംഗത്തെത്തുന്നു, പിന്നീടുള്ള അതിന്റെ ഒരു മുന്നോട്ട് പോക്ക്, പ്രത്യേകിച്ച് കോടതിയിലൊക്കെ എത്തുമ്പോൾ ഈ വാക്കാൽ പറയുന്നതിനപ്പുറത്തേക്ക് കോടതിയെ സംബന്ധിച്ച് കൃത്യമായ തെളിവുകളാണ് ആവശ്യം. ഇപ്പോൾ ഈ പ്രതി ചേർക്കപ്പെട്ട ആള് നിരപരാധിയാണോ അല്ലെങ്കിൽ അയാൾ കുറ്റം ചെയ്തിട്ടുണ്ടോ എന്നൊക്കെ തെളിയിക്കണമെങ്കിൽ കോടതിക്ക് മുന്നിൽ തെളിവ് വേണം. പക്ഷേ ഈ ഇപ്പോൾ ആരോപണവുമായി രംഗത്തെത്തിയിരിക്കുന്ന ആർട്ടിസ്റ്റുകളുടെ കയ്യിൽ അവർ തന്നെ പറയുന്നു തങ്ങളുടെ കയ്യിൽ തെളിവില്ല. കാരണം ഇത് വർഷങ്ങൾക്ക് മുൻപ് നടന്ന സംഭവമാണ്. രഞ്ജിത്തിന്റെ ആയിക്കോട്ടെ, ശ്രീലേഖ പറയുന്നു, ജോഷി ജോസഫ് പറയുന്നു തങ്ങളുടെ കയ്യിൽ തെളിവില്ല. കാരണം അന്ന് തന്നോട് മോശമായി രഞ്ജിത്ത് പെരുമാറി എന്ന് ശ്രീലേഖ പറയുന്നു. ആ സമയത്ത് തന്നെ ശ്രീലേഖ അവിടെ വിട്ട് മാറി താമസിക്കുന്നു, അല്ലെങ്കിൽ തിരിച്ച് ആ സിനിമ തന്നെ വേണ്ട എന്ന് പറഞ്ഞ് ഉപേക്ഷിച്ചു പോകുന്നു. ഇതൊക്കെ അവരുടെ ഭാഗത്തു നിന്നും അവർ ചെയ്ത കാര്യങ്ങളാണ്. പക്ഷെ അവർക്കത് തെളിയിക്കാനുള്ള കയ്യിലെ തെളിവുകൾ അത് എത്രത്തോളം ഉണ്ടെന്ന് ഇപ്പോഴും സംശയമാണ്. ഇവർ ഈ ഒരു സംഭവം പറഞ്ഞ ഒപ്പം തന്റെ സുഹൃത്തുക്കൾ, ഈ സംഭവം ഷെയർ ചെയ്ത സുഹൃത്തുക്കൾ പോലീസിന് മൊഴി നൽകുമായിരിക്കും.
ചിലപ്പോൾ ജോഷി ജോസഫ് KR മീരയോടക്കം ഇക്കാര്യം പറഞ്ഞു എന്ന് പറയുന്നു. പക്ഷെ KR മീര ആയിക്കോട്ടെ ഈ വിഷയത്തിൽ ഇതുവരേക്കും പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല. പക്ഷേ എത്രത്തോളം ആളുകൾ ഇത് കേട്ടറിഞ്ഞ ആളുകൾ ഇത് പ്രതികരിക്കാൻ വരുമെന്ന് ഇപ്പോഴും അറിയില്ല. എങ്കിൽ പോലും കോടതിയുടെ മുന്നിലെത്തുമ്പോൾ അവർക്ക് തെളിവാണ് വേണ്ടത്, കോടതിക്ക് തെളിവാണ് വേണ്ടത്. ആ തെളിവുകൾ ഹാജരാക്കാൻ ഈ ആരോപണം ഉന്നയിച്ച ഈ ആർട്ടിസ്റ്റുകൾക്ക് എത്രമാത്രം കഴിയുമെന്നതാണ് ഇനിയുള്ള ചോദ്യം. മറ്റൊന്ന്, നമുക്കറിയാം വിജയ് ബാബുവിന്റെ കാര്യത്തിലായിക്കോട്ടെ എന്താണ് സംഭവിച്ചതെന്ന് നമുക്കറിയാം. ഒപ്പം ദിലീപിന്റെ കാര്യത്തിൽ നടിയെ ആക്രമിച്ച കേസുമായി ബന്ധപ്പെട്ട് അതിപ്പോഴും വർഷങ്ങളായി അത് ഇങ്ങനെ കോടതിയിൽ ഓരോരോ കാര്യങ്ങൾ കൊണ്ട് നിങ്ങൾ നീണ്ടു പോവുകയാണ്. അത് കോടതിയുടെ ഒരു പ്രൊസീജിയറാണ്, അതിനെ നമുക്ക് ചോദ്യം ചെയ്യാൻ കഴിയില്ല. എങ്കിൽ പോലും ഇങ്ങനെ ഒരു ആരോപണം ഉന്നയിച്ചതിന് ശേഷം തെളിവ് കൃത്യമായി ഹാജരാക്കാത്തത് കാരണം പലപ്പോഴും ഈ ആരോപണ വിധേയർ പിന്നെ വീണ്ടും ഈ വിജയ് ബാബു അടക്കമുള്ളവർ സിനിമ ചെയ്യുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. അതേസമയം ഈ ആരോപണം ഉന്നയിച്ച പെൺകുട്ടി സിനിമകളിൽ നിന്ന് മാറി നിൽക്കുന്ന സാഹചര്യം, അവരെ സിനിമയിൽ നിന്നും വിലക്കുന്ന സാഹചര്യം, ഇതൊക്കെ നമുക്ക് മുന്നിൽ യാഥാർത്ഥ്യമായി തന്നെ തുടരുന്നു. പക്ഷേ കോടതിക്കും പോലീസിനും വേണ്ടത്, നിയമത്തിനും വേണ്ടത് തെളിവുകളാണ്. അത് ഹാജരാക്കാൻ ഈ പെൺകുട്ടികൾക്ക്, ഈ രംഗത്തേക്ക് വന്ന സ്ത്രീകൾക്ക് കഴിയട്ടെ എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. നവമി, അപ്പോൾ ഈ ഘട്ടത്തിൽ അന്വേഷണ സംഘത്തെ സംബന്ധിച്ചും ഏറെ വെല്ലുവിളിയാകുന്നത് ഇത് എങ്ങനെ തെളിയിക്കും, അല്ലെങ്കിൽ ഈ കേസ് അന്വേഷണവുമായി എങ്ങനെ മുന്നോട്ട് പോകും എന്നുള്ളതായിരിക്കും. എന്തായാലും ആദ്യ യോഗം ഇന്ന് ചേരുകയാണ്. മറ്റൊന്ന്, ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ തൽക്കാലം അന്വേഷണം ഇല്ല, കാരണം കോടതിയുടെ പരിഗണനയിലാണ്. 10-ാം തീയതിയാണ് കേസ് പരിഗണിക്കുന്നത്. അത് അങ്ങനെ ഉണ്ടപ്പോൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ ഈ പരാതികൾ അന്വേഷിക്കില്ല. അതിനുശേഷം വന്ന ഇപ്പോൾ മിനു മുനീറിന്റെ പരാതി ഉണ്ടാകും, രഞ്ജിത്തിനെതിരെയുള്ള പരാതി ഓൾറെഡി നൽകി കഴിഞ്ഞു, കേസും എടുത്തിട്ടുണ്ട്. അപ്പൊ അത്തരം കാര്യങ്ങളിൽ മാത്രമായിരിക്കും അല്ല നവമി, അങ്ങനെ ഒരു അത്തരം ഒരു സെറ്റിലേക്കായിരിക്കും കാര്യങ്ങൾ പോവുക എന്നാണ് മനസ്സിലാക്കേണ്ടത്. അങ്ങനെ തന്നെയാണ്. എന്തായാലും ഇന്നാണ് പ്രത്യേക അന്വേഷണ സംഘം യോഗം ചേരുന്നത്. ക്രൈംബ്രാഞ്ച് ഓഫീസിലായിരിക്കും യോഗം ചേരുന്നത്. ഇന്നലെ തന്നെ ഈ ആരോപണം ഉന്നയിച്ച് രംഗത്തെത്തിയ ഈ പരാതിക്കാരുമായി എല്ലാം ഈ അന്വേഷണ സംഘം ബന്ധപ്പെട്ടിരുന്നു. ബംഗാളി നടി ശ്രീലേഖയും ഉൾപ്പെടെ അന്വേഷണ സംഘം ബന്ധപ്പെടുന്ന ഒരു സാഹചര്യം. അതിനെ തുടർന്നാണ് കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർക്ക് ഇമെയിൽ മുഖേന ഒരു പരാതി നൽകിയത്. ഈ പരാതി നോർത്ത് പോലീസിനാണ് കൈമാറിയത്. കാരണം നമുക്കറിയാം ഈ സംഭവം നടക്കുന്നത് രഞ്ജിത്ത് തനിക്കെതിരെ മോശമായിട്ടുള്ള രീതിയിൽ തന്നെ മോശമായ രീതിയിൽ പെരുമാറി അനുവാദമില്ലാതെ തന്റെ ശരീരത്തിൽ സ്പർശിച്ചു എന്നുള്ളൊരു പരാതി, അത് കടവന്ത്രയിലെ ഫ്ളാറ്റിൽ വെച്ചായിരുന്നു ഈ സംഭവം നടന്നത്. അതുകൊണ്ട് തന്നെയാണ് നോർത്ത് പോലീസിന് ഈ പരാതി കൈമാറിയത്. നോർത്ത് പോലീസ് പ്രത്യേക അന്വേഷണ സംഘത്തിനായിരിക്കും ഈ പരാതി കൈമാറിയത്. ഇന്നലെ രാത്രിയോടുകൂടി തന്നെ പ്രത്യേക അന്വേഷണ സംഘത്തിന് ഈ പരാതി കൈമാറി. എന്തായാലും രഞ്ജിത്തിനെതിരായിട്ടുള്ള ആരോപണം അന്വേഷിക്കുന്നത് പൂങ്കുഴലി ആയിരിക്കും. അവർക്കാണ് ഇതിന്റെ അന്വേഷണ ചുമതല. വരും ദിവസങ്ങളിൽ രഞ്ജിത്തിന്റെ ചോദ്യം ചെയ്യൽ, ഈ ബംഗാളി നടിയുടെ മൊഴി രേഖപ്പെടുത്തൽ, ഒപ്പം ജോഷി ജോസഫിന്റെ മൊഴിയടക്കം രേഖപ്പെടുത്തേണ്ട കാര്യങ്ങളിലേക്ക് കടക്കേണ്ടതുണ്ട്. മറ്റൊന്ന്, മിന്നു നൽകിയ പരാതിയാണ്. അത് ഇന്നായിരിക്കും അവർ പരാതി നൽകുക. അവരും പ്രത്യേക അന്വേഷണ സംഘത്തിന് തന്നെയാണ് പരാതി നൽകുന്നത്. അവരെയും ഇന്നലെ അന്വേഷണ സംഘത്തിലുള്ള ഒരു പോലീസ് ഉദ്യോഗസ്ഥ വിളിച്ചു ചോദിച്ചിരുന്നു, പരാതിയുമായി മുന്നോട്ട് പോകാൻ തന്നെയാണോ തീരുമാനമെന്ന്. അങ്ങനെ അവർ ഇന്നലെ തന്നെ മാധ്യമങ്ങളോടും അവർ അത് വെളിപ്പെടുത്തിയതാണ്, താൻ പരാതിയുമായി തന്നെ മുന്നോട്ട് പോകുമെന്നത്. എന്തായാലും ബാബുരാജ് ഉൾപ്പെടെ ജയസൂര്യ, ഇടവേള ബാബു ഉൾപ്പെടെയുള്ളവർക്കെതിരെ ഉള്ള പരാതി, മുകേഷും ഈ പരാതിയിൽ ഉൾപ്പെടുന്നുണ്ട്. ഇവർക്കെതിരെയുള്ള ഒരു പരാതി എന്തായാലും പ്രത്യേക അന്വേഷണ സംഘത്തിന് കൈമാറും. വരും ദിവസങ്ങളിൽ പ്രത്യേക അന്വേഷണ സംഘം ഇതുമായി ബന്ധപ്പെട്ട പരാതി കൂടുതൽ അന്വേഷണവുമായി മുന്നോട്ട് പോകും. അതോടൊപ്പം തന്നെയാണ് സംവിധായകൻ VK പ്രകാശിനെതിരെയുള്ള ഒരു പരാതിയുമായി ഒരു യുവ എഴുത്തുകാരി രംഗത്തെത്തിയിരുന്നു. അവരുടെയും പരാതി സ്വീകരിച്ചിട്ടുണ്ട്. അങ്ങനെ ഇനിയും കൂടുതൽ പരാതിയുമായി ബാബുരാജ് ആലുവയിലെ വീട്ടിൽ വെച്ച് തന്നെ മുറിയിൽ പൂട്ടിയിട്ട് തന്നെ ശാരീരികമായി ഉപദ്രവിച്ചു എന്നുള്ള ഒരു പരാതിയുമായി ഇന്നലെ ഒരു ആർട്ടിസ്റ്റ് രംഗത്തെത്തിയിരുന്നു. അവരും പരാതിയുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത്. ആ പരാതിയും എന്തായാലും പ്രത്യേക അന്വേഷണ സംഘം പരിശോധിക്കും. IG സ്പർജൻ കുമാറിന്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക സംഘത്തിൽ DIGS അജിത ബീഗം, ക്രൈംബ്രാഞ്ച് SP മെറിൻ ജോസഫ്, കോസ്റ്റൽ പോലീസ് AIG G പൂങ്കഴലി, കേരള പോലീസ് അക്കാദമി അസിസ്റ്റന്റ് ഡയറക്ടർ ഐശ്വര്യ ഡോങ്റെ, ക്രമസമാധാന ചുമതലയുള്ള AIG V അജിത്, ക്രൈംബ്രാഞ്ച് SP S മധുസൂദനൻ എന്നിവരാണ് ഈ സംഘത്തിലുള്ളത്. ഈ സംഘത്തിലുള്ളവർ തന്നെയായിരിക്കും ഈ പരാതിക്കാരിയായിട്ടുള്ളവരെ നേരിട്ട് വിളിച്ച് പരാതി എഴുതി മേടിച്ചതിന് ശേഷം ഇതിന്റെ ഒരു അന്വേഷണവുമായി മുന്നോട്ട് പോവുക. ആ അന്വേഷണത്തിൽ പ്രധാനപ്പെട്ട ഒരു വെല്ലുവിളി ഇവരുടെ കയ്യിൽ എത്രമാത്രം തെളിവുകളുണ്ട് എന്നാണ്. തെളിവുണ്ടെങ്കിൽ മാത്രമേ പോലീസിന് ഇതിൽ കൃത്യമായിട്ടുള്ള ഒരു പരാതിയുമായി അല്ലെങ്കിൽ ഒരു അന്വേഷണവുമായി മുന്നോട്ട് പോകാൻ കഴിയുകയുള്ളൂ. അവരുടെ കയ്യിൽ
അത്തരത്തിലുള്ള ഒരു പരാതി ഉണ്ട് എന്ന് തന്നെയാണ് നമ്മൾ വിശ്വസിക്കുന്നത്. എന്തായാലും അതൊക്കെ അന്വേഷണ സംഘത്തിന്റെ കാര്യമാണ്. വരും ദിവസങ്ങളിൽ അതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങളും മനസ്സിലാക്കാൻ കഴിയും. എന്തായാലും ഇന്നും ഒക്കെ നമ്മളെ ഇപ്പോൾ ഒരുപാട് മാധ്യമങ്ങളെയൊക്കെ ഒരുപാട് ആർട്ടിസ്റ്റുകൾ ബന്ധപ്പെടുന്നുണ്ട്. തങ്ങൾക്കും ഇത്തരത്തിലൊരു മോശം അനുഭവം ഉണ്ടായി, തങ്ങൾക്കും ചിലത് പറയാനുണ്ട് എന്ന തരത്തിലുള്ള ചില ഫോൺ കോളുകളൊക്കെ ലഭിച്ചിട്ടുണ്ട്. എന്തായാലും അതുമായി ബന്ധപ്പെട്ട് നമ്മളും കൂടുതൽ ആളുകളുടെ പ്രതികരണം, ഒപ്പം കൂടുതൽ താരങ്ങളുടെ പ്രതികരണത്തിലേക്കും കടക്കുന്നതായിരിക്കും. തീർച്ചയായും നവമി, എന്തായാലും തെളിവുകളുടെ അഭാവം മൂലം മാത്രം നീതി ലഭിക്കേണ്ടവർക്ക് നീതി ലഭിക്കാതിരിക്കാതെ പോകട്ടെ. നവമി, അതായത് ഈ അമ്മ നേരിടുന്ന ഒരു പ്രതിസന്ധിയാണ്. കാരണം ഇന്ന് അമ്മയുടെ എക്സിക്യൂട്ടീവ് യോഗം കൊച്ചിയിൽ ചേരേണ്ടതാണ്. ഈ പ്രതിസന്ധികളൊക്കെ ചർച്ച ചെയ്യേണ്ടതാണ്. പക്ഷെ മോഹൻലാലിന്റെ അസൗകര്യം എന്നാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. പക്ഷെ അക്ഷരാർത്ഥത്തിൽ അവർ പകച്ചിരിക്കുകയാണ്. കാരണം ആദ്യം ജനറൽ സെക്രട്ടറി തന്നെ സ്ഥാനം രാജിവെക്കേണ്ടി വരുന്നു. അതിനുശേഷം താൽക്കാലിക സ്ഥാനത്തേക്ക് എത്തേണ്ടത് ബാബുരാജ് ആയിരുന്നു. പക്ഷെ ബാബുരാജിനും സമാനമായ ആരോപണം ഉടനടി നേരിടേണ്ടി വന്നു. അതെ, അപ്പോൾ ഈ നേതൃസ്ഥാനത്തിരിക്കുന്ന ആളുകൾ തന്നെ ആരോപണ വിധേയരായി മാറി നിൽക്കേണ്ട സാഹചര്യത്തിൽ എങ്ങനെ യോഗം ചേരാൻ കഴിയും? കാരണം ഇന്നലെ പൃഥ്വിരാജും പറഞ്ഞിരുന്നു ഈ ആരോപണ വിധേയർ മാറി നിൽക്കണം. മാറി നിന്ന് തന്നെ അന്വേഷണം നേരിടണം എന്നും അദ്ദേഹം നിലപാട് വ്യക്തമാക്കി. അക്ഷരാർത്ഥത്തിൽ അമ്പരന്ന് നിൽക്കുകയാണ് അമ്മ, അല്ലേ നവമി? രഞ്ജിത്ത് ആര്യ, എന്തായാലും ഒരു യോഗം ചേരാനുള്ളൊരു യോഗം അമ്മയ്ക്ക് ഇപ്പൊ ഇല്ല എന്ന് മനസ്സിലായി. കാരണം ആദ്യത്തെ ഒരു യോഗം അത് ഈ അവരുടെ ഒരു പ്രോഗ്രാമുമായി ബന്ധപ്പെട്ട് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് ശേഷം പ്രതികരണം ആരാഞ്ഞപ്പോൾ അത് തങ്ങളുടെ ഒരു ഷോ നടക്കുന്നുണ്ട്, അത് കഴിഞ്ഞതിന് ശേഷം പ്രതികരിക്കാമെന്നൊക്കെ പറഞ്ഞ് പിന്നെ വലിയ സമ്മർദ്ദത്തിന്മേലാണ് സിദ്ദിഖ് ഒരു പത്രസമ്മേളനം നടത്തിയത്. പക്ഷെ ആ പത്രസമ്മേളനം എന്തായിരുന്നു എന്ന് നമ്മൾ കണ്ടതാണ്. അതിലിരുന്ന ഈ നടിമാരടക്കമുള്ള അവരുടെ ഒക്കെ പ്രതികരണം കണ്ടിട്ട് തന്നെ നമുക്ക് വലിയ അസ്വസ്ഥത ഉണ്ടാക്കി. കാരണം അവരുടെ സഹപ്രവർത്തകർ നേരിടുന്ന പ്രശ്നങ്ങൾ തനിക്കറിയില്ല, തനിക്ക് അങ്ങനെ ഒരു പ്രശ്നമൊന്നും ഉണ്ടായില്ല എന്നൊക്കെ എത്ര ലാഘവത്തോടെയാണ് ജോമോളൊക്കെ പ്രതികരിച്ചത്. അതൊക്കെ വലിയ രീതിയിൽ വിമർശനം ഉന്നയിച്ചിരുന്നു. അതിന് പിന്നാലെ ആയിരുന്നു പിറ്റേ ദിവസം സിദ്ദിഖിന് ഇത്തരത്തിൽ രാജിവെക്കേണ്ട സാഹചര്യം. താൽക്കാലിക ചുമതല നൽകിയ ബാബുരാജിനും പിന്നീട് ആരോപണ വിധേയനാകേണ്ടി വരുന്നു. ഇപ്പോൾ ഇനി ആരെ ജനറൽ സെക്രട്ടറി ആക്കുമെന്നൊരു ആശങ്കയിലാണ്, ആശയക്കുഴപ്പത്തിലാണ് അമ്മ സംഘടന. ഇനി ആരോപണം ഉണ്ടാകില്ല, അല്ലെങ്കിൽ തനിക്കെതിരെ ആരോപണം വരില്ല എന്ന് ഉറച്ചു വിശ്വസിക്കുന്ന ഒരാള് നേതൃനിരയിലേക്ക് വരട്ടെ എന്ന് പറയുമ്പോൾ കൂടിയും അതിൽ അവർക്കിടയിൽ ഒരു ആശയക്കുഴപ്പമുണ്ട്. കാരണം അവർക്ക് തന്നെ സംശയമുണ്ട്, താളെ ഞങ്ങളുടെ പേരുമൊക്കെ പുറത്തേക്ക് വരുമോ എന്ന്. ആ ഒരു ആശങ്കയിലാണ് ഇപ്പോൾ അമ്മ സംഘടന ഇരിക്കുന്നത്. ഇന്ന് എക്സിക്യൂട്ടീവ് യോഗം ചേരുമെന്ന് പറഞ്ഞിരുന്നതാണ്. പക്ഷേ മോഹൻലാല് ചെന്നൈയിലാണ്, ചില ശാരീരിക അസ്വസ്ഥതകളുണ്ട്, അദ്ദേഹം ചികിത്സയിലായതിനാൽ തൽക്കാലം എത്താൻ കഴിയില്ല എന്നുള്ളൊരു മറുപടി പറഞ്ഞിരുന്നു. പക്ഷേ ചില അംഗങ്ങൾ പറഞ്ഞത് എന്തായാലും ഓൺലൈനായിട്ടെങ്കിലും യോഗം ചേരാം. കാരണം നമുക്കറിയാം അത് അത്രയും വലിയ പ്രാധാന്യത്തോടെ കേരളവും അല്ല ദേശീയ തലത്തിൽ തന്നെ ചർച്ചയാകുന്ന ഒരു വാർത്തയാണ്. അതിൽ ഇനിയും ഉത്തരം പറയാതെ, അല്ലെങ്കിൽ ഇനി എന്ത് നിലപാട് സ്വീകരിക്കുമെന്നറിയാതെ സംഘടന ഇരിക്കുന്നത് അത് വലിയ രീതിയിൽ വിമർശനങ്ങൾ. ഇതിനിടയിൽ ഒരു വനിത ആ ഒരു ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് വരട്ടെ എന്നുള്ള ആവശ്യവും ചിലർ ഉന്നയിക്കുന്നുണ്ട്. അങ്ങനെ ഒരു പരിഗണന അവർക്കിടയിൽ ഉണ്ടാകുമോ, സംഘടനയിൽ ഉണ്ടാകുമോ? നമ്മൾക്കൊരു തീരുമാനത്തിലെത്താമെന്ന് ഒരു സംഘം ആളുകൾ പറയുന്നുമുണ്ട്. എന്തായാലും അമ്മ സംഘടനയിൽ തന്നെ വലിയ വിഭാഗം ചേരി തിരിഞ്ഞിട്ടുണ്ട്. ഇന്നലെ തന്നെ പൃഥ്വിരാജ് വന്ന നിലപാട്, അമ്മയെ പൂർണ്ണമായും തള്ളിക്കൊണ്ടുള്ള ഒരു നിലപാട്, അമ്മയ്ക്ക് തെറ്റുപറ്റിയെന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു നിലപാട് പ്രഖ്യാപിക്കാൻ പൃഥ്വിരാജ് തയ്യാറായി, ജഗദീഷ് തയ്യാറായി, ഉർവശി, ഹൻസിബ, ശ്വേതാ മേനോനൊക്കെ കൃത്യമായി തന്നെ വിമർശനം ഉന്നയിച്ചു. ആ ഒരു സാഹചര്യത്തിൽ ഇനി എന്താണ് അമ്മ ഇവരെ എല്ലാവരെയും ഒന്നിച്ചു നിർത്തിക്കൊണ്ട് സമൂഹത്തിനും അല്ലെങ്കിൽ മാധ്യമങ്ങൾക്കുമൊക്കെ ചോദ്യത്തിന് കൃത്യമായൊരു മറുപടി പറഞ്ഞുകൊണ്ട് ഈ ആരോപണ വിധേയരായവരെ ഏത് രീതിയിൽ സംരക്ഷിക്കണം, അല്ലെങ്കിൽ ഒരു ജനറൽ സെക്രട്ടറി എത്തുന്ന ആൾ അത് ആരോപണങ്ങളൊന്നും ഉണ്ടാകില്ല, അല്ലെങ്കിൽ ഇത്തരത്തിൽ കുറ്റവിമുക്തനായി തന്നെ, അല്ലെങ്കിൽ ഒരു കൃത്യമായുള്ള ഒരു നിലപാടുള്ള ആൾ തന്നെ ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് വരണം എന്ന് ഒറ്റക്കെട്ടായുള്ള തീരുമാനമെടുക്കണമെങ്കിൽ അത് ഇനിയൊരു യോഗം ചേർന്നെങ്കിൽ മാത്രമേ കഴിയൂ. മറ്റൊന്ന്, ഈ WCC അംഗങ്ങൾ തന്നെ ഇന്നലെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ അവർ പ്രതികരിച്ചു, മാറ്റം അനിവാര്യമാണ്. അങ്ങനെ നിലപാട് പറഞ്ഞ് രംഗത്തെത്തുന്ന സ്ത്രീകൾ അങ്ങനെ നിലപാട് പറയാൻ കഴിയില്ല, അല്ലെങ്കിൽ അവർക്ക് പ്രതികരിക്കാൻ കഴിയില്ല എന്നുണ്ടെങ്കിൽ അവരുടെ കുറ്റമല്ല. പക്ഷെ അങ്ങനെ പ്രതികരിക്കാൻ കഴിയുന്ന സ്ത്രീകൾ തന്നെ നേതൃനിരയിലേക്ക് അല്ലെങ്കിൽ മുന്നോട്ട് വരണം എന്നുള്ളൊരു ഫേസ്ബുക്ക് പോസ്റ്റ് അവർ കുറിച്ചിരുന്നു. ഈ അമ്മ സംഘടനയിലുള്ള ചില നടിമാർ ആവശ്യപ്പെടുന്നത് ഈ WCCയെ ഒപ്പം കൂട്ടുക, WCCന് മറ്റൊരു
സംഘടനയായി നിൽക്കേണ്ടതില്ല. അമ്മയോടൊപ്പം ചേർന്ന് ഈ സ്ത്രീകൾക്ക് വേണ്ടിയിട്ടുള്ളൊരു സംഘടനയായി WCCയുടെ ഒപ്പം ചേർന്ന് നമുക്ക് മുന്നോട്ട് പോകാം എന്നുള്ളൊരു നിലപാട്, ഒപ്പം ഒരു സ്ത്രീ തന്നെ ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് വരട്ടെ, അങ്ങനെയാണെങ്കിൽ സ്ത്രീകളുടെ പരാതികൾ കൂടുതൽ കേൾക്കാനും അല്ലെങ്കിൽ അത് കൃത്യമായി പരിഹരിക്കപ്പെടാനും ഒരു ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് ഒരു സ്ത്രീ വന്നാൽ. ശരി, നവമി ദിനേശാണ് ഏറ്റവും പുതിയ വിവരങ്ങൾ പങ്കുവച്ചുകൊണ്ടിരിക്കുന്നത്. ഏതായാലും വിശദമായി തന്നെ ഇന്ന് ഒരുപക്ഷെ എന്തെങ്കിലുമൊക്കെ പ്രതീക്ഷിക്കാം, കൂടുതൽ പരാതികൾ പോലീസിലേക്ക് പ്രതീക്ഷിക്കാം, ഒരു അന്വേഷണ സംഘത്തിന്റെ ഭാഗത്തുനിന്ന് ഒരു തീരുമാനമുണ്ടാകാം ഈ കേസുകൾ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന കാര്യത്തിൽ. അങ്ങനെ 2-3 തരത്തിലുള്ള ട്വിസ്റ്റുകൾ ഇന്ന് പ്രതീക്ഷിക്കുന്നുണ്ട് അല്ലേ? തീർച്ചയായും. നമുക്ക് മറ്റൊരു വാർത്തയിലേക്ക് കൂടി നമുക്ക് വയനാട്ടിലേക്ക് പോകാം അല്ലേ? രഞ്ജിത്ത്, ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ നമ്മൾ സ്ഥിരമായി കാണുന്ന ഒരു കമന്റ് ആണ് ഞാൻ ശ്രദ്ധിച്ച കാര്യം. അതായത് ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ടിട്ടുള്ള വാർത്തകൾ വന്നപ്പോൾ നമ്മൾ മാധ്യമങ്ങൾ വയനാടിനെ കുറിച്ച് മറന്നേ പോയി എന്നുള്ളതാണ് പൊതുവെ ഉയരുന്ന ഒരു വിമർശനം എന്ന് പറയുന്നത്. പക്ഷെ അത് വിമർശനമായി ഉന്നയിക്കാൻ പോലും കഴിയില്ല, കാരണം നമ്മൾ ആരും വയനാടിനെ മറന്നിട്ടില്ല. ആ വാർത്തകളും കൃത്യമായി നമ്മൾ ജനങ്ങളിലേക്ക് എത്തിക്കാറുണ്ട്. വയനാട് പതുക്കെ അവരുടെ സ്വാഭാവിക ജീവിതത്തിലേക്ക്, ഈ നേരത്തെ അവിടെ ജീവിച്ചിരുന്ന പല ആളുകളും നമുക്ക് ഏറ്റവും മോശം സാഹചര്യത്തിൽ മരണപ്പെട്ടു എന്നെങ്കിൽ പോലും അവശേഷിക്കുന്നവർ അവർ പഴയ സാഹചര്യത്തിലേക്ക് പതുക്കെ മടങ്ങി വരികയാണ്. ക്യാമ്പുകളിൽ നിന്ന് എല്ലാവരും വാടക വീടുകളിലേക്ക് മാറിക്കഴിഞ്ഞിരിക്കുന്നു. അവർക്ക് ഇപ്പോൾ വേണ്ട അത്യാവശ്യമായ എല്ലാ സഹായങ്ങളും അവിടേക്ക് എത്തിച്ചു കഴിഞ്ഞു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഡൽഹിയിലാണ്. വയനാട് പുനരധിവാസ സഹായം തേടി മുഖ്യമന്ത്രി ഇന്ന് പ്രധാനമന്ത്രിയെ കാണുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. 2000 കോടി രൂപയുടെ പ്രത്യേക സാമ്പത്തിക പാക്കേജ് അനുവദിക്കണമെന്നാണ് കേരളത്തിന്റെ ആവശ്യം. മേപ്പാടിയിലേത് ഉൾപ്പെടെ ദുരിതാശ്വാസ ക്യാമ്പുകളിലായി പ്രവർത്തിച്ച സ്കൂളുകളിൽ അധ്യയനം ഇന്ന് തുടങ്ങും. കാലാവസ്ഥ അനുകൂലമായാൽ ആനടിക്കാപ്പ് മേഖലയിൽ ഇന്ന് തെരച്ചിൽ നടത്തും. എസ് വിനേഷ് കുമാറാണ് നമുക്കൊപ്പം ചേരുന്നത് വയനാട്ടിൽ നിന്നല്ലേ? വിനേഷ്, ഗുഡ് മോർണിംഗ്. വയനാട്ടിൽ സാഹചര്യങ്ങൾ മാറുന്നുണ്ട്, വ്യത്യസ്തമാകുന്നുണ്ട്. അവിടെ പതിയെ സാധാരണ ജീവിതത്തിലേക്ക് അവർ മടങ്ങുന്നുണ്ട്. ഞങ്ങൾ ആദ്യം പറഞ്ഞതുപോലെ ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത നമുക്ക് അതിൽ നിന്ന് തുടങ്ങാം. മുഖ്യമന്ത്രി എന്നുള്ളത് ഡൽഹിയിലാണ്. പ്രധാനമന്ത്രിയെ കാണും എന്ന് പറഞ്ഞു. പ്രധാനമന്ത്രി വയനാട്ടിലെത്തിയപ്പോൾ ഞാനും വിനേഷും ഒക്കെ അവിടെ ഉണ്ടായിരുന്നു. അദ്ദേഹം വന്ന് പ്രഖ്യാപിച്ച കാര്യം, അന്നത്തെ യോഗത്തിൽ പറഞ്ഞത് സാമ്പത്തികം വയനാട് പുനരധിവാസത്തിന് ഒരു തടസ്സമാകില്ല എന്നാണ്. അതൊരു വലിയ പ്രതീക്ഷയാണ് കേരളത്തിന് നൽകിയത്, വയനാട്ടുകാർക്ക് നൽകിയത്. അത് മുഖ്യമന്ത്രി കൂടി ചെന്ന് അവിടെ കാര്യങ്ങൾ വ്യക്തമാക്കി കഴിയുമ്പോൾ പ്രതീക്ഷിക്കണം കൂടുതൽ സഹായങ്ങൾ. രഞ്ജിത്ത്, ആര്യ, ഗുഡ് മോർണിംഗ്. എന്തായാലും നമുക്ക് പ്രതീക്ഷിക്കേണ്ടതുണ്ട്. എന്തായാലും കേന്ദ്രത്തിൽ നിന്ന് കൃത്യമായ സഹായം ലഭിക്കും എന്ന് തന്നെയുള്ളൊരു പ്രതീക്ഷ സംസ്ഥാന സർക്കാരിനുണ്ട്. കഴിഞ്ഞ ദിവസം കെ രാജനും അതിന് പിന്നാലെ മന്ത്രിയായ കെ ശശീന്ദ്രനും എല്ലാം തന്നെ ഈ ഒരു പ്രതീക്ഷ തന്നെ പ്രകടിപ്പിച്ചത് കേന്ദ്രത്തിൽ നിന്ന് നമ്മൾ ആവശ്യപ്പെടുന്നത് പോലെയുള്ള അല്ലെങ്കിൽ നമ്മൾ പ്രതീക്ഷിക്കുന്ന പോലെ ഒരു ധനസഹായം ലഭിക്കും എന്ന് തന്നെയാണ് അവർ പറയുന്നത്. എന്തായാലും കേന്ദ്ര സംഘം ഇവിടെയുണ്ട്. കേന്ദ്ര സംഘം ഇപ്പോൾ ഇവിടെ ഈ മാസം 31 വരെ കേന്ദ്ര സംഘം ഈ ദുരന്തബാധിത പ്രദേശങ്ങൾ, അതുപോലെ തന്നെ ഈ റിലീഫ് ക്യാമ്പുകളിൽ നിന്ന് മാറിയ കുടുംബങ്ങൾ, അവരുടെ സാഹചര്യങ്ങളെല്ലാം തന്നെ പഠിക്കും. അതിനനുസരിച്ച് അവർ കൊടുക്കുന്ന സമഗ്രമായ ഒരു റിപ്പോർട്ട്, ആ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും കേന്ദ്രത്തിൽ നിന്നുള്ള ധനസഹായം ലഭിക്കുക എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. ഇതിനിടയിലാണ് ഇപ്പോൾ പ്രധാനമന്ത്രിയുമായി മുഖ്യമന്ത്രി ഓൺലൈനിൽ കൂടിക്കാഴ്ച നടത്തുന്നത്. അതും വലിയൊരു പ്രതീക്ഷ നൽകുന്നുണ്ട്. ഒരു പക്ഷേ എത്ര ധനസഹായം എന്നുള്ള കാര്യമൊന്നും ഇതുവരെയും കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ചിട്ടില്ല. കാരണം അത് ഈ കേന്ദ്ര സംഘത്തിൻ്റെ റിപ്പോർട്ട് വരുന്ന മുറയ്ക്ക് മാത്രമായിരിക്കും. അതായത് കേന്ദ്ര മാനദണ്ഡങ്ങളുണ്ട്. ഇപ്പോൾ നമുക്കറിയാം, എന്തെങ്കിലും നാശനഷ്ടം ഉണ്ടായിക്കഴിഞ്ഞാൽ കേന്ദ്രം നിശ്ചയിക്കുന്ന ഒരു മാനദണ്ഡമുണ്ട്. ആ തുക, അതിലൊരു ഇളവ്, ഈ ഇത്രയും വലിയൊരു മഹാദുരന്തമായതുകൊണ്ട് തന്നെ അതിലൊരു ഇളവ് വേണം എന്നുള്ളത് സംസ്ഥാനം ആവശ്യപ്പെടും. മുഖ്യമന്ത്രി പ്രധാനമായും പ്രധാനമന്ത്രിയോട് ആവശ്യപ്പെടുന്ന ഒരു കാര്യം അതായിരിക്കും. കാരണം നമുക്കറിയാം, സാധാരണ ഒരു വീട് തകർന്നു പോയിട്ടുണ്ടെങ്കിൽ കേന്ദ്രത്തിൻ്റെ ഫണ്ടാണെങ്കിൽ ചിലപ്പോൾ അത് വീട് നിർമ്മിക്കാനല്ല, ഫണ്ടായിട്ടാണെങ്കിൽ ചിലപ്പോൾ 5 ലക്ഷമോ 6 ലക്ഷമോ ആയിരിക്കും. പക്ഷേ ആ ഒരു ഇളവ്, ആ ഒരു മാനദണ്ഡത്തിൽ ഒരു മാറ്റം വരുത്തണം എന്നുള്ള ഒരു കാര്യം പ്രധാനമായും മുഖ്യമന്ത്രി ആവശ്യപ്പെടും എന്നാണ് അറിയാൻ കഴിയുന്നത്. എന്തായാലും കേന്ദ്ര സംഘം 31 വരെ ഇവിടെയുണ്ട്. ഇന്നലെ ദുരന്തബാധിത പ്രദേശങ്ങൾ സന്ദർശിച്ചു. മുണ്ടക്കയിലും അതുപോലെ തന്നെ ചൂരൽമലയിലും പുഞ്ചിരിമട്ടത്തും എല്ലാം തന്നെ സന്ദർശനം നടത്തി. അവർക്ക് ഉരുൾപൊട്ടലിൻ്റെ വ്യാപ്തി അവർക്ക് മനസ്സിലായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വളരെ കൃത്യമായ സമഗ്രവുമായ റിപ്പോർട്ട് തന്നെയായിരിക്കും നൽകുക എന്ന് പ്രതീക്ഷിക്കുന്നതായി തന്നെയാണ് വയനാട് ജില്ലാ കളക്ടർ DK മേഘശ്രീയും പറയുന്നത്. ഒപ്പം തന്നെ തെരച്ചിൽ ഇപ്പോഴും ഉണ്ട്. ഒറ്റപ്പെട്ട തെരച്ചിൽ, ഭാഗികമായ തെരച്ചിൽ മാത്രമാണുള്ളത്. കഴിഞ്ഞ ദിവസങ്ങളിൽ കുറച്ച് ഭാഗങ്ങൾ കിട്ടിയിരുന്നു. ഭാഗങ്ങൾ എന്ന് പറയുമ്പോൾ ഇപ്പോൾ ചില അസ്ഥിക്കൂടങ്ങളും മറ്റുമാണ് കിട്ടുന്നത്. ഇത് മനുഷ്യരുടേതാണോ മൃഗങ്ങളുടേതാണോ എന്നുള്ളത് തിരിച്ചറിയാൻ പോലും കഴിയാത്തൊരു സ്ഥിതിവിശേഷമാണുള്ളത്. അത് കൃത്യമായി തന്നെ DNA മറ്റും നടത്തി പരിശോധന നടത്തിയിട്ടാണ് മനുഷ്യൻ്റെതാണെന്ന് കണ്ടെത്തുന്ന ഒരു അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ. കാരണം ഈ ദുരന്തം നടന്ന് 1 മാസമാകാനായിട്ടുണ്ട്. ഇനി പഴയ ഒരവസ്ഥയായിരിക്കില്ല. കാരണം കിട്ടുന്ന മൃതദേഹങ്ങളിൽ എല്ലും മറ്റതും മാത്രമാണ് ലഭിക്കുന്നത്.
അപ്പോൾ അതുകൊണ്ട് തന്നെ തെരച്ചിൽ ഇന്നലെ ആനടിക്കാപ്പിലും മറ്റും തെരച്ചിലുണ്ടായിരുന്നു. അവിടെ നിന്നാണ് ഇത്തരത്തിലുള്ള അവശിഷ്ടങ്ങൾ ഇന്നും മറ്റും കിട്ടിയിരിക്കുന്നത്. എന്തായാലും കാലാവസ്ഥ പ്രതികൂലമായില്ലെങ്കിൽ തെരച്ചിൽ തുടരുന്നത് ആളുകൾ ആവശ്യപ്പെടുന്നത് പ്രകാരമാണ്. കാരണം ഇന്ന ഭാഗങ്ങളിൽ തെരച്ചിൽ നടത്തണം, അവിടുന്ന് കാണാതായിട്ടുണ്ട് എന്നൊക്കെ ആളുകൾ ആവശ്യപ്പെടുന്നത് പ്രകാരം മാത്രമാണ് ഇപ്പോൾ തെരച്ചിൽ നടത്തുന്നത്. ഊർജിതമായൊരു തെരച്ചിലില്ല. കാരണം ഇനി അതിൻ്റെ ഒരു സാധ്യത എന്തായാലും ഇല്ല. കുറേ ആളുകളെ കാണാതായിട്ടുണ്ട്. അങ്ങനെ ആളുകൾ സംശയം പ്രകടിപ്പിക്കുമ്പോൾ മാത്രമാണ് തെരച്ചിൽ നടക്കുന്നത്. ഒപ്പം തന്നെ ഈ ക്യാമ്പുകളെല്ലാം തന്നെ അടച്ചു കഴിഞ്ഞിരിക്കുന്നു. എല്ലാ ക്യാമ്പുകളും ഇപ്പോൾ മേപ്പാടിയിലും കൽപ്പറ്റയിലും റിപ്പണിലും എല്ലാമുള്ള കോട്ടനാടും എല്ലാമുള്ള ദുരിതാശ്വാസ ക്യാമ്പുകൾ അടച്ചിരിക്കുന്നു. ആളുകളെല്ലാം തന്നെ യഥാസമയം വാടക വീടുകളിലേക്ക് മാറ്റിയിരിക്കുന്നു എന്നുള്ള എടുത്തു പറയേണ്ടതാണ്. അതുകൊണ്ട് തന്നെ 10:45 പ്രധാനമന്ത്രിയുടെ വസതിയിലാണ് കൂടിക്കാഴ്ച എന്നാണ് നമുക്ക് മനസ്സിലാകുന്ന വിവരം. കേരളത്തിന് എയിംസ് അനുവദിക്കണമെന്ന ആവശ്യം മുഖ്യമന്ത്രി ഉന്നയിക്കും. ഓണം കടമെടുപ്പ് നമുക്കറിയാം 3000 കോടി രൂപ കടം എടുക്കാൻ അനുവദിക്കണം ഓണം ചെലവിനെന്ന് സംസ്ഥാനം ധനമന്ത്രാലയം ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതനുസരിച്ചുള്ള അതിലെ സഹായം, അതിലെ കേന്ദ്ര മാനദണ്ഡങ്ങൾ ഒന്ന് ഇളവ് ചെയ്യണം എന്നുള്ള ആവശ്യം ഉന്നയിക്കുമെന്ന് മനസ്സിലാകുന്നു. അതോടൊപ്പം ഈ വന്യജീവി ആക്രമണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യം കൂടി ആവശ്യപ്പെടും. അതിൽ ഒരു സഹായം ആവശ്യപ്പെടും, കേന്ദ്ര സഹായം ആവശ്യപ്പെടും എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. വിശദമായ നിവേദനം പ്രധാനമന്ത്രിക്ക് നൽകുമെന്നാണ് വ്യക്തമാകുന്നത്. വിനേഷ്, മറ്റൊരു കാര്യം, അവിടുത്തെ ദുരിതാശ്വാസ ക്യാമ്പുകളായി പ്രവർത്തിച്ച സ്കൂളുകൾ അവിടെ അധ്യയനം ആരംഭിക്കുകയാണ്. നമ്മുടെ മേപ്പാടി സ്കൂളിൻ്റെയൊക്കെ അവസ്ഥ നമ്മൾ കണ്ടതാണ്. അവിടെ എനിക്ക് തോന്നുന്നു അടുത്ത മാസമാണ് അവിടെ പ്രവേശനോത്സവം അടക്കമുണ്ട്. ഒപ്പം ഈ ഹയർ സെക്കൻഡറി ക്ലാസ്സുകളടക്കം ആരംഭിക്കുന്നു എന്ന് മനസ്സിലാകുന്നു. അതിനുള്ള തയ്യാറെടുപ്പുകളൊക്കെ പൂർത്തിയായി എന്ന് കരുതാം അല്ലേ? വിദ്യാഭ്യാസ വകുപ്പിൻ്റെയൊക്കെ ഒരു കാര്യമായ മേൽനോട്ടം ആ കുട്ടികളെ മാനസികമായി അവർക്ക് ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരേണ്ടതുണ്ട്. അവർക്ക് അത്തരത്തിലുള്ള പിന്തുണ കൂടി ആവശ്യമുണ്ട്. അതിനുള്ള നടപടിക്രമങ്ങൾ കൂടി പൂർത്തിയായി എന്ന് കരുതാം അല്ലേ? രഞ്ജിത്ത്, വെള്ളാർമല സ്കൂൾ, അതായത് ഈ ദുരന്തത്തിൽപ്പെട്ട വെള്ളാർമല സ്കൂളിലെ കുട്ടികൾക്ക് 2-ാം തീയതിയാണ് ക്ലാസ് തുടങ്ങുക. കാരണം അവരെ മേപ്പാടി സ്കൂളിലെ ഒരു കെട്ടിടത്തിലാണ് ഇനി വെള്ളാർമല സ്കൂൾ പ്രവർത്തിക്കുക. അതുകൊണ്ട് തന്നെ കുട്ടികളെ അങ്ങോട്ട് 2-ാം തീയതി പ്രവേശനോത്സവത്തോടു കൂടിയായിരിക്കും ആരംഭിക്കുക എന്നാണ് വിദ്യാഭ്യാസ വകുപ്പ് പറയുന്നത്. പക്ഷേ മറ്റുള്ള സ്കൂളുകൾ, അതായത് നമുക്കറിയാം റിപ്പണിലെയും മേപ്പാടിയിലെയും കൽപ്പറ്റയിലും എല്ലാം സ്കൂളുകൾ ദുരിതാശ്വാസ ക്യാമ്പുകളായി പ്രവർത്തിച്ചിരുന്നു. ഇവിടെയെല്ലാം തന്നെ കഴിഞ്ഞ ദിവസം ശുചീകരണ പ്രവർത്തനങ്ങളെല്ലാം തന്നെ പൂർത്തിയായിരിക്കുന്നു. ഇവിടെയാണ് ഇപ്പോൾ സ്കൂൾ തുറക്കുന്നത്. അതിൽ ഹയർ സെക്കൻഡറി ഉൾപ്പെടെ സ്കൂളുകൾ, കാരണം വലിയൊരു ഇടവേള വന്നിരിക്കുന്നു. കഴിഞ്ഞ 30-ാം തീയതി ഈ ദുരന്തം ഉണ്ടായതിന് പിന്നാലെ 30-ാം തീയതി പാതിരയ്ക്കാണ് ഈ ഒരു ദുരന്തം ഉണ്ടാകുന്നത്. അതിനുശേഷം ഇന്നലെ വരെ സ്കൂളുകൾ ഒന്നും തന്നെ തുറന്ന് പ്രവർത്തിച്ചിരുന്നില്ല. അത് അത്രത്തോളം വൈകിയിരുന്നു. അപ്പോൾ എന്തായാലും ഈ ദുരിതാശ്വാസ ക്യാമ്പുകളെല്ലാം കഴിഞ്ഞ 2 ദിവസം മുമ്പാണ് ഇവിടെ നിന്നുള്ള ആളുകളെ പൂർണ്ണമായും വാടക വീടുകളിലേക്ക് മാറ്റി ആ സ്കൂളുകൾ ക്ലീനിങ് ഉൾപ്പെടെയുള്ള ജോലി ആരംഭിച്ചത്. അതെല്ലാം തന്നെ ഇന്നലെ പൂർത്തിയായ മുറയ്ക്കാണ് ഇന്നിപ്പോൾ സ്കൂൾ ഇന്നലെയായിരുന്നു സ്കൂൾ തുറക്കേണ്ടത്. മന്ത്രി അങ്ങനെയായിരുന്നു പറഞ്ഞിരുന്നത്. പക്ഷേ ശ്രീകൃഷ്ണ ജയന്തി കാരണം, അവധി കാരണം ഇന്നത്തേക്ക് തുറക്കുന്നതിലേക്ക് മാറ്റിയതാണ്. 2-ാം തീയതി വലിയ തോതിലുള്ള പ്രവേശനോത്സവത്തോടു കൂടിയായിരിക്കും സ്കൂൾ പ്രവേശനോത്സവം നടത്താനാണ്. കാരണം കുട്ടികളൊക്കെ മാനസികമായി, പ്രത്യേകിച്ച് വയനാട്ടിലെ കുട്ടികളൊക്കെ മാനസികമായി വലിയ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട്. അപ്പോൾ കൂടുതൽ ആളുകളെ ഇവിടെ കൊണ്ടുവരികയും മന്ത്രിമാരും മറ്റും പങ്കെടുപ്പിച്ചുകൊണ്ട് വർണ്ണാഭമായ രീതിയിൽ തന്നെ ഒരു പ്രവേശനോത്സവം കുട്ടികളുടെ മനസ്സ് നിറയ്ക്കാൻ പാകത്തിന്, അല്ലെങ്കിൽ കുട്ടികളിൽ ഒരു ആഹ്ലാദം ഉണ്ടാക്കിയെടുക്കാൻ പാകത്തിനുള്ള ഒരു പ്രവേശനോത്സവമാണ് എന്തായാലും ആസൂത്രണം ചെയ്തിട്ടുള്ളത്. അത് 2-ാം തീയതിയാണ് നടക്കുക. 2-ാം തീയതി ആയിരിക്കും വെള്ളാർമല സ്കൂൾ, ദുരന്തത്തിൽപ്പെട്ട വെള്ളാർമല സ്കൂളിലെ കുട്ടികൾ മേപ്പാടിയിലെത്തുക. മേപ്പാടിയിൽ ഒരു ബിൽഡിംഗ് ഈ വെള്ളാർമല സ്കൂളിന് വേണ്ടി മാറ്റിവെച്ചിട്ടുണ്ട്. അവിടെ വെള്ളാർമല സ്കൂൾ പ്രവർത്തിക്കും. പുതിയ സ്കൂൾ വരുന്നത് വരെ കുട്ടികൾ ഇനി മേപ്പാടി സ്കൂളിലായിരിക്കും. തീർച്ചയായും വിനേഷ് കുമാറാണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും വെള്ളാർമല സ്കൂളിലെ കുട്ടികളുടെ കാര്യം, അത് അവര് ഇതുവരെ കളിച്ചു പഠിച്ച മുറ്റത്ത് നിന്ന് അവർക്കൊട്ടും പരിചിതമല്ലാത്ത ഒരു സ്കൂൾ മുറ്റത്തേക്ക് അവർ അടുത്ത ആഴ്ച കടക്കുകയാണ് എന്നുള്ളതാണ്. അവർക്കൊപ്പം പഠിച്ച പലരും ഇല്ല, അവരെ സ്നേഹിച്ച് പഠിപ്പിച്ചൊപ്പം ഉണ്ടായിരുന്ന അധ്യാപകരില്ല. വലിയ മാനസിക സംഘർഷം തന്നെയായിരിക്കും ഉറപ്പായും ആ കുട്ടികൾ കൗൺസിലിംഗ് അടക്കം നടത്തി അവരെ ഒരു പഴയ ജീവിതത്തിലേക്ക്, ഒരു പഴയ അവസ്ഥയിലേക്ക് കൊണ്ടുവരാനുള്ള ശ്രമങ്ങളൊക്കെ ഊർജിതമായി. കാരണം ഒരുപാട് കൗൺസിലേഴ്സുകൊണ്ടൊക്കെ നമ്മൾ സംസാരിച്ചിരുന്നു. ഈ ഒരു പ്രവേശനോത്സവം നടത്തുന്നത് പോലും കുട്ടികളുടെ ഒരു ആഹ്ലാദം അത് തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി മാത്രമാണ് എന്നുള്ളതാണ് കാര്യം. എന്തായാലും അവർക്ക് ഇതിനെയൊക്കെ അതിജീവിച്ച് മുന്നോട്ട് വരാൻ കഴിയട്ടെ, നന്നായി പഠിച്ച് മുന്നേറാൻ കഴിയട്ടെ അല്ലേ എന്ന് നമുക്ക് നേരത്തെ കേന്ദ്ര സംഘത്തിന്റെ ഒരു സന്ദർശനം ഉണ്ടായിരുന്നു. വിനേഷ് അത് സൂചിപ്പിക്കുകയും ചെയ്തു. ഈ ദുരന്തത്തെ കുറിച്ച് പഠിക്കാനെത്തിയ കേന്ദ്ര സംഘം അവര് വയനാട്ടിൽ തുടരുന്നുണ്ട്. ഈ മാസം 31 വരെയാണ് അവർ തുടരുന്നത്. ഈ സംഘം നൽകുന്ന റിപ്പോർട്ട് അനുസരിച്ചാകും കേന്ദ്ര സഹായം ലഭ്യമാകുക എന്നുള്ളതാണ്. കാരണം ഇതിനൊക്കെ ഓരോ മാനദണ്ഡങ്ങളുണ്ട്. ഇത്തരത്തിലുള്ള ഇതാണ് പ്രധാനമന്ത്രി കാണുന്നത് കുറച്ചും കൂടി പോസിറ്റീവ് ആകുമെന്ന് കരുതാം. അപ്പോൾ അതിനൊപ്പം ഈ സംഘത്തിന്റെ റിപ്പോർട്ട് വളരെ പ്രധാനമാണ്. ഈ റിപ്പോർട്ട് അനുസരിച്ചാണ് എത്ര സഹായം വയനാടിന് വേണമെന്ന കാര്യത്തിൽ തീരുമാനമെടുക്കുക. അതനുസരിച്ചുള്ള സഹായം വയനാട് ലഭ്യമാവുകയും ചെയ്യും. ആ വാർത്തയിലേക്ക്
17 വകുപ്പുകളിൽ നിന്നുള്ള ഉന്നത ഉദ്യോഗസ്ഥരടങ്ങുന്ന കേന്ദ്ര സംഘം ഉരുൾപൊട്ടലുണ്ടായ പ്രദേശങ്ങൾ സന്ദർശിച്ചിരുന്നു. ദുരന്തബാധിതർക്ക് ശാശ്വതമായ പുനരധിവാസം, ജീവിതോപാധി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കുറ്റമറ്റ രീതിയിൽ ഉറപ്പുവരുത്തുകയാണ് സന്ദർശന ലക്ഷ്യം. ദുരന്തത്തിൽ ഉണ്ടായിരിക്കുന്ന നാശനഷ്ടങ്ങളുടെ കൃത്യമായ കണക്ക് സംഘം ശേഖരിക്കുന്നുണ്ട്. ദുരന്തബാധിതരുടെ ഇപ്പോഴത്തെ ജീവിത സാഹചര്യം അന്വേഷിക്കും. മേഖലയിലുള്ളവരുടെ തൊഴിൽ, വിദ്യാഭ്യാസം, വരുമാനം തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ച് സമഗ്രമായ പഠനം നടത്തും. സംഘം നൽകുന്ന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാവും കേന്ദ്ര സഹായം ലഭ്യമാവുക. ഞങ്ങൾ ആവശ്യപ്പെട്ടതല്ല നിർദ്ദേശിച്ചത് ഈ മാനദണ്ഡങ്ങളിൽ പിടിച്ചു നിൽക്കാതെ യഥാർത്ഥത്തിൽ എത്ര നഷ്ടമുണ്ടായോ ആ നഷ്ടം കണക്കാക്കുന്ന ഒരു മെക്കാനിസത്തിലേക്ക് പോകണമെന്ന് അവരോട് അഭ്യർത്ഥിച്ചിട്ടുണ്ട്. അവരതെല്ലാം സശ്രദ്ധം കേട്ടു. അവർക്കും ചില നിയമങ്ങൾ ഇട്ട് ആ നിയമം അനുസരിച്ച് അവർക്കും പ്രവർത്തിക്കാം. പക്ഷേ വളരെ നല്ല നിലയിലുള്ള ഒരു പ്രതികരണമാണ് അവർക്ക് ഉണ്ടായത്. കഴിയുന്നത്ര നേരത്തെ റിപ്പോർട്ട് സമർപ്പിക്കാമെന്നുള്ളൊരു ധാരണയോടെയാണ് യോഗം പിരിഞ്ഞത്. സംസ്ഥാനത്തെ ദുരന്ത നിവാരണ സംഘവും കേന്ദ്ര സംഘത്തിനൊപ്പമുണ്ട്. ഉരുൾപൊട്ടലിന്റെ വ്യാപ്തി കേന്ദ്ര സംഘത്തിന് ബോധ്യമായ സാഹചര്യത്തിൽ ആവശ്യമായ ധനസഹായം ലഭ്യമാകുമെന്ന പ്രതീക്ഷയിലാണ് കേരളം. ന്യൂസ് 18 വയനാട്. ഈ കോഴിക്കോട്ടെ വിലങ്ങാട്ട് നേരത്തെ നമ്മൾ ഈ വയനാട് ദുരന്തത്തിന് തൊട്ട് മുൻപ് ഈ വിലങ്ങാടുണ്ടായ വലിയ ഉരുൾപൊട്ടൽ അത് വാർത്തയായിരുന്നു. പക്ഷേ വയനാട്ടിലെ ദുരന്തം ദുരന്തത്തിലേക്ക് കടന്നതുകൊണ്ടാണ് വിലങ്ങാട് നമ്മളൊന്ന് മറന്നു, അല്പം ഒന്ന് പുറകോട്ട് പോയി. പക്ഷെ അവിടെ വലിയ ഉരുൾപൊട്ടലാണ് ഉണ്ടായത്. ഒരുപാട് നാശനഷ്ടമൊക്കെ ഉണ്ടായി. അവിടെ ഇന്നലെ അതിശക്തമായ മഴ പെയ്തു. വിലങ്ങാട് ടൗൺ പാലം വീണ്ടും വെള്ളത്തിനടിയിലായി. പാലത്തിലൂടെയുള്ള ഗതാഗതം നിലയ്ക്കുന്ന പശ്ചാത്തലമുണ്ടായി. ഉരുൾ നാശം വിതച്ച മഞ്ഞിച്ചീളയിൽ മേഖലയിൽ നിന്ന് 20ഓളം കുടുംബങ്ങളെ നാട്ടുകാർ മാറ്റി എന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. നമുക്ക് ആ ദൃശ്യങ്ങൾ കാണാം. വളരെ കൃത്യമായി തന്നെ വലിയ മലവെള്ള പാച്ചിലാണ് അവിടെ സംഭവിച്ചിരിക്കുന്നത്. ഒരുപക്ഷെ അവിടെയൊക്കെ ഈ വീണ്ടും ഉരുൾപൊട്ടൽ ഈ കാട്ടിലൊക്കെ ഉണ്ടായിരിക്കാം. തീർച്ചയായും വളരെ സെൻസിറ്റീവായിട്ടുള്ള ഒരു മേഖലയാണ് ഈ വിലങ്ങാട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അവിടെ ഇനിയും ഇത്തരത്തിലുള്ള പ്രകൃതി ദുരന്തം ഉണ്ടാകാനുള്ള ഒരു സാഹചര്യം പോലും മുന്നിൽ കാണുന്നുണ്ട്. അതുകൊണ്ട് ഈ മഴ പെയ്യുന്ന സാഹചര്യങ്ങളിലെല്ലാം നേരത്തെ ഈ ഉരുൾപൊട്ടൽ ദുരന്തം ഉണ്ടായി അതിനുശേഷം മറ്റൊരു മഴ പെയ്ത സാഹചര്യത്തിലും ഇത്തരത്തിൽ അവിടെയുള്ള പ്രദേശങ്ങളിലെ ആളുകളെ മാറ്റിപ്പാർപ്പിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. എന്തായാലും സമാനമായ സാഹചര്യത്തിലേക്ക് വീണ്ടും കടന്നിരിക്കുകയാണ്. അതിശക്തമായ മഴ വിലങ്ങാട് മേഖലയിൽ രേഖപ്പെടുത്തുന്നു. അവിടെ നിന്ന് കുടുംബങ്ങളെ 20ഓളം കുടുംബങ്ങളെയാണ് ഇപ്പോൾ മാറ്റി പാർപ്പിച്ചിട്ടുള്ളത്. നമുക്ക് ആ ദൃശ്യങ്ങൾ ഭീകരമാണ്. അതിന്റെ നാശനഷ്ടങ്ങളുടെ കണക്കെടുപ്പൊക്കെ തുടങ്ങി കാണത്തേ ഉള്ളൂ. പക്ഷേ ഇന്നലെ രാത്രിയാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. വലിയ മഴ സംഭവിക്കുന്നു, മഴ പെയ്യുന്നു. തുടർന്ന് വിലങ്ങാട് ടൗൺ എന്നൊക്കെ പറഞ്ഞാൽ വളരെ പ്രധാനപ്പെട്ട കേന്ദ്രമാണ്. ആ മേഖലയിലൊക്കെ ആ പാലം പോലും മുങ്ങുക, വെള്ളത്തിൽ പോവുക എന്നൊക്കെ പറഞ്ഞാൽ അത് എത്ര ഭയാനകരമായ സ്ഥിതിയാണ് എന്ന് മനസ്സിലാക്കണം. നമുക്കതിന്റെ വിശദാംശങ്ങളിലേക്ക് വരാം എന്ന് കരുതുന്നു. MS അനീഷ് കുമാർ അല്പസമയത്തിനകം ചേരും എന്നും കരുതാം, അല്ലേ? അതെ. എന്തായാലും അതിനു മുമ്പ് നമുക്ക് ആ വാർത്തയുടെ വിശദാംശങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പ് രഞ്ജിത്ത് ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം നമ്മളോടൊപ്പം പ്രധാനപ്പെട്ട അതിഥി ഉണ്ടാകും. ഒപ്പം ബർത്ത്ഡേ വിഷസുമായി പ്രേക്ഷകർ ചേരും. മറ്റൊരുപാട് വാർത്തകൾ ഓണം ഒക്കെയായി ബന്ധപ്പെട്ട ഒരുപാട് രസകരമായ കൗതുകകരമായ വാർത്തകളും ഉണ്ടാകും. ചെറിയ ഇടവേള. മറിച്ചും മാതൃകാപരമായ ശിക്ഷാ നടപടികൾ ഉണ്ടാകും. മൈക്ക് അവിടെ കൊണ്ടുവയ്ക്കട്ടെ. ഇല്ല, ഇരകളുടെ പേരുകൾ മാത്രമാണ് സംരക്ഷിക്കപ്പെടേണ്ടത് നമ്മുടെ നാട്ടിലെ നിയമവ്യവസ്ഥിതി അനുസരിച്ച്. ആരോപണ വിധേയരുടെ പേരുകൾ സംരക്ഷിക്കപ്പെടാൻ ഒരു നിയമവ്യവസ്ഥിതി ഇന്ന് നാട്ടിൽ ഇല്ലാത്തിടത്തോളം കാലം അത് പുറത്തുവിടുന്നതിൽ നിയമ തടസ്സങ്ങളുണ്ടെന്ന് ഞാൻ കരുതുന്നില്ല. സോ ഇറ്റ്സ് അപ് ടു ദി ഗവൺമെന്റ്. ആ കമ്മിറ്റി റിപ്പോർട്ടിലുള്ള പേരുകൾ പുറത്തുവിടണോ വിടണ്ടേ എന്നുള്ള തീരുമാനം എടുക്കുന്നത് ഞാനോ നിങ്ങളോ അല്ല, അധികാരത്തിരിക്കുന്ന ആൾക്കാർ. ബൈ ഓൾ മീൻസ്. രാജു, ഈ ഒരു റിപ്പോർട്ട് കണ്ടപ്പോ മലയാള സിനിമയിലെ ഒരു സീനിയർ ആർട്ടിസ്റ്റ് എന്ന രീതിയിൽ ഒരു ഞെട്ടലുണ്ടായിരുന്നു. സിനിമയ്ക്കുള്ളിൽ ഇങ്ങനെയൊരു സംഭവങ്ങളൊക്കെ നടക്കുന്നു എന്ന് കണ്ടിട്ട് ഞാൻ ഇതിനാണ് ഞെട്ടുന്നത്. ഹേമ കമ്മീഷണർ ആദ്യം സംസാരിച്ച ആൾക്കാരൊരാളാണ്. ഈ റിപ്പോർട്ട് സമർപ്പിക്കപ്പെടുന്നത് സിനിമാ മേഖലയിൽ സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങളെ കുറിച്ച് സമഗ്രമായ ഒരു പഠനം നടത്തുവാനും അതിനെ തുടർന്ന് എങ്ങനെ ഒരു സേഫ് വർക്ക് സ്പേസ് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും എന്നുള്ളതിനെ കുറിച്ച് ചിന്തിക്കാനും വേണ്ടിയാണ്. അപ്പോൾ ഈ റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ചു എന്നുള്ളതിൽ ഞാൻ ഇതിനാണ് ഞെട്ടുന്നത്. അതിൽ കുറ്റകൃത്യങ്ങൾ ചെയ്തിട്ടുള്ള ആൾക്കാരെ കണ്ടെത്തിയിട്ടുണ്ടെങ്കിൽ ഇനി തുടർന്ന് എന്താണ് നടക്കാൻ പോകുന്നത്, തുടർന്നുള്ള നടപടികൾ എന്താണെന്ന് അറിയാൻ നിങ്ങളെ പോകുന്ന എനിക്കും ആകാംക്ഷയുണ്ട്. താങ്കളുടെ സഹപ്രവർത്തക സമാനതകളിൽ താങ്കളുടെ സഹപ്രവർത്തകർക്ക് വലിയ അപകടം സംഭവിക്കുന്നത് നമ്മളെല്ലാവരും പുറത്തൊപ്പം നിന്നതാണ്. അന്ന് തകവൽ പ്രതിദാനം ചെയ്യുന്ന സംഘടനയായ അമ്മ
അന്ന് വലിയ വിപ്ലവകരമായ തീരുമാനങ്ങൾ എടുക്കും എന്നെല്ലാം പറഞ്ഞിരുന്നു. പക്ഷെ പിന്നീട് അത് കാര്യമായ ഫോളോ അപ്പ് ഉണ്ടായില്ല. വീണ്ടും അപ്പയിൽ പരാതികൾ വരുന്നു. ആ പരാതികൾ അവിടെ ആരും തുറന്നു നോക്കാതെ ഇമെയിലേക്ക് കിടക്കുന്നുണ്ട്. സംഘടനയ്ക്കുമായി ബന്ധപ്പെട്ടൊരു വീഴ്ച സംഭവിച്ചിട്ടുണ്ട്. ഇപ്പൊ താങ്കളുടെ കൂടെ അഭിനയിച്ച ഒരു സ്ത്രീ ഇന്ന് അവരുടെ പേര് ഞാൻ പറയില്ല, അവരിന്ന് വർഷങ്ങൾക്ക് മുമ്പ് താൻ അയച്ച ഇമെയിൽ അതിലൊരു നടപടി ഉണ്ടായിട്ടില്ല. ഇതൊക്കെ വളരെ പരിതാപകരമാണ്. സംഘടന ഈ വിഷയത്തിൽ ഇടപെടുന്നില്ല എന്ന ലക്ഷ്യം കാണിക്കുന്നത്. തീർച്ചയായിട്ടും അതെ, വീഴ്ച സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. ഒരു മൈക്ക് കൊടുക്കണം. അല്ല, ഒരു വർക്ക് ചെയ്യുന്ന മൈക്ക് കൊടുക്കണം. ഇപ്പോ അമ്മ നടി ആക്രമിച്ച സമയത്ത് അമ്മയുടെ ഭാഗത്തു നിന്നുണ്ടായ ഇനി പോത്തീസിനൊപ്പം നമുക്ക് ഒരുപാട് സിനിമകൾ കഴിഞ്ഞ കുറെ ദിവസങ്ങളിൽ ഇറങ്ങുന്നുണ്ട്. അതെ അതെ, ഇടയ്ക്കൊരു മികച്ച പ്രതികരണം പല ചിത്രത്തിനും നേടുന്നുണ്ട് ഈ സിനിമാ മേഖലയിൽ നിന്ന് ഈ അഭിനേതാക്കൾക്ക് അത്ര നല്ല വാർത്തയല്ല എങ്കിൽ പോലും സിനിമാ പ്രേക്ഷകർക്ക് ഒരു ചെറിയ വിരുന്നൊക്കെ ഉണ്ട്. കാരണം ഒത്തിരി നാളായി സിനിമകൾ റിലീസ് വളരെ കുറവായിരുന്നു. ഇനിയിപ്പോ ഓണം പ്രമാണിച്ച് കുറച്ചധികം സിനിമകൾ തിയേറ്ററുകളിലേക്ക് എത്തും. എന്തായാലും പ്രേക്ഷകർക്ക് ഈ ഒരു ഓണം വെക്കേഷനൊക്കെ നന്നായി സിനിമകളൊക്കെ കണ്ട് ആസ്വദിക്കാൻ തക്ക വിധത്തിലുള്ള നല്ല സിനിമകളാകട്ടെ തിയേറ്ററുകളിലേക്ക് എത്തുന്നത്. നമ്മുടെ ഹരിക്ക് ഈ സിനിമ റിവ്യൂ എന്ന് പറഞ്ഞ ഒരു ഭ്രാന്താണ്. ഹരി എല്ലാ സിനിമകളും പോയി കാണുകയും വളരെ കൃത്യമായ റിവ്യൂ നടത്തുകയൊക്കെ ചെയ്താണ്. ഹരി എന്നോട് പറഞ്ഞത് സമയം ഈ ഡ്യൂട്ടി ടൈം ജോലി ഇല്ലാതെ 24 മണിക്കൂർ തിയേറ്ററിലായിരിക്കും എന്ന് പറഞ്ഞ അത്രത്തോളം ഒരു സിനിമാ ഭ്രാന്തൻ എന്നൊക്കെ പറയാവുന്ന ആളാണ്. അപ്പൊ ഹരി ഈ സിനിമകൾ പോയി കണ്ട് അതിന്റെ റിവ്യൂ വളരെ കൃത്യമായി തന്നെ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്ന ഒരാൾ കൂടിയാണ് അല്ലെ? അതെ. അപ്പം ഏത് സിനിമയുടെ റിവ്യൂ ആണ് ഇന്ന് ഹരി നമുക്ക് വേണ്ടി റെഡി ആക്കിയിട്ടുള്ളത് എന്ന് നോക്കാം അല്ലെ? അതായത് അന്നാബിനും സൂരി പ്രധാന വേഷത്തിലെത്തുന്ന ചിത്രമാണ് കൊട്ടുകാളി. കഴിഞ്ഞ ദിവസം റിലീസ് ചെയ്ത ചിത്രത്തിന് മികച്ച പ്രതികരണമാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ചിത്രത്തിന്റെ റിവ്യൂയിലേക്കാണ് നമ്മൾ കടക്കുന്നത്. ഹരികൃഷ്ണനാണ് തയ്യാറാക്കിയിട്ടുള്ളത്. ബെർലിൻ ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവലിലും പോർച്ചുഗൽ ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവലിലുമൊക്കെ പ്രദർശിപ്പിച്ച് കയ്യടികൾ വാങ്ങി അവാർഡുകൾ വാരിക്കൂട്ടി കൊട്ടുകാളി എന്ന PS വിനോദ് രാജിന്റെ ചിത്രം കാണാൻ വേണ്ടി അക്ഷമനായി കാത്തുനിന്നൊരു പ്രേക്ഷകനാണ് ഞാൻ. സൂരി, അന്നാബെൻ എന്നിവർ കേന്ദ്ര കഥാപാത്രങ്ങളായി എത്തുന്ന ഈ ചിത്രത്തെക്കുറിച്ച് അത്രയധികം ആവേശവും ആകാംക്ഷയും എനിക്കുണ്ടായിരുന്നു. ചിത്രം കാണാൻ വേണ്ടി ആദ്യമേ എത്തിയപ്പോഴേക്കും രാവിലത്തെ ഷോകളൊന്നുമില്ലാതെ ഉച്ചയ്ക്ക് 3:45 തിരുവനന്തപുരത്ത് ആദ്യ ഷോ ഉണ്ടായിരുന്നത്. ആ ഷോ തന്നെ കാണാനും ശ്രമിച്ചു. എന്തായാലും കൊട്ടുകാളിയുടെ വിശേഷങ്ങളാണ് നമുക്ക് സംസാരിക്കാനുള്ളത്. കൂഴങ്ങൾ എന്ന ചിത്രത്തിന് ശേഷം PS വിനോദ് രാജ് എത്തുന്ന കൊട്ടുകാളി എന്ന ചിത്രവും പതിവ് പോലെ PS വിനോദ് രാജിന്റെ ചിത്രമായി തന്നെ മാറുന്നു. ഒരൊറ്റ ചിത്രം കൊണ്ടൊരു സിഗ്നേച്ചർ മാർക്ക് ക്രിയേറ്റ് ചെയ്യാൻ PS വിനോദ് രാജിന് സാധിച്ചു എന്നത് കൊട്ടുകാളി വീണ്ടും തെളിയിക്കുന്നതാണ്. പതിവ് പോലെ ഒരു സിംഗിൾ ഷോട്ട് രീതിയിലാണ് ഈ സിനിമ ആരംഭിക്കുന്നത്. അതും ഏകദേശം 7 മിനിറ്റോളം നീണ്ടു നിൽക്കുന്ന ഒരു സിംഗിൾ ഷോട്ട്. ഭഗവതിയോട് പ്രാർത്ഥിച്ച് തന്റെ വീട്ടിലേക്ക് തന്റെ മകളെ കാണാൻ എത്തുന്ന ഒരു അമ്മയുടെ ഒരു നീണ്ട യാത്രയാണ് ഈ 7 മിനിറ്റ് കൊണ്ട് കാണിക്കുന്നത്. അതിനകത്തുള്ള മിസോൺ സീനും ശ്രദ്ധിക്കപ്പെടേണ്ടതാണ്. അത് അങ്ങേയറ്റം കയ്യടിയും അർഹിക്കുന്നുണ്ട്. അതിനുശേഷമാണ് സൂര്യയുടെ ക്യാരക്ടർ റിവീൽ തന്നെ വരുന്നത്. ഒരു റോഡ് ജേണി ആയിട്ടാണ് ഈ സിനിമ മുഴുനീളം പോകുന്നത്. ആ റോഡ് ജേണിയിൽ ഇടയ്ക്കിടയ്ക്ക് വരുന്ന സ്റ്റോപ്പുകളും വെഞ്ചറുകളും അതിലൂടെയുള്ള കഥയും ഒക്കെ തന്നെ പ്രേക്ഷകനെ ചെറുതായിട്ടൊന്ന് ഇൻട്രസ്റ്റ് ചെയ്യിപ്പിക്കുന്നുണ്ട്. എന്നാൽ അവാർഡ് സിനിമ എന്ന രീതിയിൽ തന്നെ ഈ സിനിമ പ്രേക്ഷകർ കാണണം എന്നുള്ള അഭ്യർത്ഥനയും കൂടി ആദ്യം മുന്നോട്ട് വെക്കട്ടെ. PS വിനോദ് രാജിന്റെ ചിത്രവും കൂഴങ്ങളുടെ അപ്ഡേറ്റുകളും ഒക്കെ അറിയാവുന്ന പ്രേക്ഷകർ അതേ രീതിയിൽ തന്നെ സിനിമ കാണുമെന്ന് വിശ്വസിക്കുകയും ചെയ്യുന്നു. അതേ രീതിയിലാണ് ഈ റിവ്യൂയും പറഞ്ഞു പോകുന്നത്. അല്ലാതെ ഒരു പക്ക കമേഴ്ഷ്യൽ രീതിയിലായിട്ട് പ്രേക്ഷകർ ഈ റിവ്യൂ കാണരുതെന്ന് അഭ്യർത്ഥിക്കുകയും ചെയ്യുന്നു. സൂരി പാണ്ഡ്യ എന്ന കഥാപാത്രമായി എത്തുകയാണ്. പല പല സീനുകളിലും സൂര്യയുടെ അഭിനയത്തിന്റെ പ്രഭാവം മിന്നിത്തിളങ്ങുന്നുണ്ട്. സൂര്യയുടെ സൗണ്ട് മോഡുലേഷനും അതിനനുസരിച്ചുള്ള ഗംഭീരമായ ആക്ടിങ്ങും ഈ സിനിമയിൽ എടുത്തു പറയേണ്ടതാണ്. അതോടൊപ്പം തന്നെയാണ് അന്നാബെന്റെ പെർഫോമൻസും. അന്നാബെൻ ആകെയുള്ളത് ഒറ്റ ഡയലോഗും ഒരു പാട്ടുമൂളലുമാണ്. ബാക്കിയെല്ലാം അന്നാബെൻ കൺവേ ചെയ്യേണ്ടത് ബോഡി ലാംഗ്വേജിലൂടെയാണ്. അതിലോളം ഭീകരമായ ഒന്ന് ഒരു ആർട്ടിസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം ഇല്ല എന്ന് തന്നെ പറയേണ്ടി വരും. പ്രത്യേകിച്ച് അന്നാബെന്നിന് കിട്ടിയിരിക്കുന്ന കഥാപാത്രത്തെ സംബന്ധിച്ചിടത്തോളം അത് കൃത്യമായി അന്നാബെൻ പ്രേക്ഷകരിലേക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതും കൂടിയാകുമ്പോൾ ഈ സിനിമ അഭിനയ പ്രകടനത്തിന്റെ പേരിൽ ഗംഭീരമായി മാറുന്നുണ്ട്. മറ്റ് ചിത്രത്തിലെ സപ്പോർട്ടിംഗ് താരങ്ങളൊക്കെ തന്നെ ഈ സിനിമയെ അത്രയധികം അപ്ലിഫ്റ്റ് ചെയ്യുന്നുണ്ട്. എന്നാൽ തിരക്കഥയിലെ ഒരു ചെറിയ പാളിച്ച എന്നിലെ പ്രേക്ഷകന് ഒരു ചെറിയ മടുപ്പുണ്ടാക്കിയിട്ടുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ തർക്കമുണ്ടാവില്ല. അത് വരുന്നത് ക്ലൈമാക്സ് പോർഷനിലാണ്. എവിടെയാണ് ഈ സിനിമ അവസാനിക്കുന്നത് എന്ന് സംബന്ധിച്ച് ഒരു വലിയ ചോദ്യചിഹ്നം എൻ്റെ മുന്നിലുണ്ട്. പലപ്പോഴായി സിനിമ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന രീതിയും അതിൽ വായിക്കേണ്ട പൊളിറ്റിക്സും ലെയേഴ്സും ഒക്കെ തന്നെ എന്നിലെ പ്രേക്ഷകന് വല്ലാത്ത രീതിയിലുള്ള ഇൻവെസ്റ്റിഗേഷൻ മൂഡ് ഈ സിനിമ മുഴുനീളം ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. എന്നാൽ അവസാനം ക്ലൈമാക്സിലേക്ക് വരുമ്പോഴേക്കും ഒരു 2 അഭിപ്രായം എനിക്കുണ്ട് എന്നുള്ളത് ഞാൻ എടുത്തു സൂചിപ്പിക്കുകയാണ്. ഈ സിനിമയ്ക്ക് മുന്നേ അവാർഡുകൾ വാരിക്കൂട്ടിയതായിക്കോട്ടെ, ഈ സിനിമയിൽ വന്നിരിക്കുന്ന
വാർത്തകളൊക്കെ തന്നെ ആയിക്കോട്ടെ, അല്ലെങ്കിൽ സിനിമയുടെ പ്രമൈസ്, സിനിമയുടെ സംവിധായകൻ, സിനിമയുടെ കാസ്റ്റിംഗ് ഒക്കെ തന്നെയായിരുന്നു എന്നിൽ ഹൈപ്പ് ഉണ്ടാക്കിയിരുന്നത്. എന്നാൽ ക്ലൈമാക്സ് പോർഷൻ മാത്രം അത് വീണ്ടും ആവർത്തിക്കുന്നു. അതൊരു ചോദ്യചിഹ്നമായി തന്നെ എൻ്റെ മനസ്സിൽ നിൽക്കുന്നുമുണ്ട്. കാരണം ഒരു നോൺ എൻഡിങ് ക്ലൈമാക്സ് ആയിട്ടാണ് ഈ സിനിമ അവസാനിക്കുന്നത്. അതുകൊണ്ട് തന്നെ സംവിധായകൻ പ്രേക്ഷകനിലേക്ക് തന്നെയാണ് നിങ്ങൾ ഇതിന് വിധി എഴുതൂ എന്ന് പറഞ്ഞുകൊണ്ട് സിനിമ അവസാനിപ്പിക്കുന്നത്. ചിത്രത്തിൽ തന്നെ സിഗ്നേച്ചർ ആയിട്ടുള്ള PS വിനോദ് രാജിന്റെ ഷോട്ടുകൾ ഒട്ടനവധിയുണ്ട്. ഓട്ടോറിക്ഷ സ്റ്റാർട്ട് ചെയ്യാൻ ശ്രമിക്കുന്ന ഓട്ടോ ഡ്രൈവറിന്റെ ഷോട്ടുകൾ അതും എടുത്തു സൂചിപ്പിക്കേണ്ടതാണ്. അന്നാബെന്നും പൂവൻ കോഴിയും രണ്ടുപേരെയും ട്രീറ്റ് ചെയ്തിരിക്കുന്ന രീതി ഒരുപോലെയാണ്. ഒരു പക്ഷിയും ഒരു മനുഷ്യനും തമ്മിലുള്ള വ്യത്യാസങ്ങൾ ഒന്നുമില്ലാതെ തന്നെ സമൂഹം എങ്ങനെയാണ് ഇരുവരെയും ട്രീറ്റ് ചെയ്തിരിക്കുന്നതെന്ന് PS വിനോദ് രാജ് ഗംഭീരമായി കാണിക്കുന്നുണ്ട്. ഒരു മെറ്റഫർ എന്നോണം ഈ സിനിമയെ അങ്ങനെയും വായിക്കാം. മറ്റ് ലെയറുകൾ നിങ്ങൾ ഈ സിനിമയിൽ നിന്ന് കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കും അഭിപ്രായങ്ങൾ പങ്കുവയ്ക്കാം. പലപ്പോഴായി ഈ സിനിമ ഓരോ തവണ ഇറങ്ങിയതിനു ശേഷം ചിന്തിക്കുമ്പോൾ പോലും പല ലെയേഴ്സ് ഉള്ളിൽ നിന്ന് കളിക്കുന്നുമുണ്ട്. സിനിമയിൽ ഒരു റോഡ് മൂവി ആയതുകൊണ്ട് തന്നെ പല സ്റ്റോപ്പുകളുണ്ട്. ഈ സിനിമയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഫാക്ടർ, ഈ സിനിമയുടെ കഥ നമ്മൾ മനസ്സിലാക്കുന്നത് 1 മണിക്കൂറിന് ശേഷമാണ്. 1 മണിക്കൂർ 40 മിനിറ്റുള്ള സിനിമയിൽ ആദ്യത്തെ 1 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് ഈ സിനിമയുടെ കഥ തന്നെ റിവീൽ ചെയ്യുന്നത് എന്നുള്ളത് പ്രേക്ഷകന് ചെറുതെങ്കിലും ആകാംക്ഷയും ഇൻട്രസ്റ്റിംഗ് ആക്കുന്ന ഒരു കാര്യമാണ്. ആ 1 മണിക്കൂറിന് ശേഷം ഒരു 5 മിനിറ്റിനിടയിലാണ് ഈ സിനിമയുടെ കഥ, അതും ഇന്റർവെല്ലിന് തൊട്ട് മുന്നേ ആയിട്ട് പ്രേക്ഷകന് മനസ്സിലാക്കുന്നത്. അവിടെ നിന്നാണ് കഥ തന്നെ ഡെവലപ്പ് ചെയ്യുന്നത്. അവിടെ നിന്നാണ് പ്രേക്ഷകന് കൂടുതൽ ലെയറിലേക്ക് തുറന്നു കൊടുക്കുന്നത് വാതില്. കൊട്ടുകാളി ദി അഡമൻ ഗേൾ ആയിട്ട് അന്നാബൻ നിൽക്കുമ്പോൾ ആ അഡമൻസി എന്തുകൊണ്ടാണ് സൂര്യയുടെ പാണ്ഡി എന്ന കഥാപാത്രത്തിന് അങ്ങനെ അന്നാബനോട് പെർഫോം ചെയ്യേണ്ടി വരുന്നത്? എന്തുകൊണ്ട് അന്നാബൻ ഇത്രയും ദ്രോഹങ്ങൾ അനുഭവിക്കുന്നു? എന്തുകൊണ്ട് ഒരു നാട്ടുംപുറത്ത് ഇപ്പോഴും ഇതുപോലെയുള്ള കാര്യങ്ങൾ സംഭവിക്കുന്നു? എന്തുകൊണ്ട് മനസ്സിലും ഇപ്പോഴും മറ്റൊരാളോട് ഇഷ്ടമുള്ള ഒരു സ്ത്രീയെ ആ രീതിയിൽ തന്നെ ആ സ്ത്രീ മുന്നോട്ട് പോവുകയാണെങ്കിൽ അവളുടെ ഉള്ളിൽ പേ പിടിച്ചു എന്നുള്ളത് തുടങ്ങി നിരവധി ചോദ്യചിഹ്നങ്ങൾ ഈ സിനിമയിൽ ഉടനീളമുണ്ട്. പലതും പല രീതിയിലുമൊക്കെ ഡീകോഡ് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചെങ്കിൽ പോലും ഇപ്പോഴും അതിന്റെ ഡീകോഡിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഡീകോഡ് ചെയ്ത കാര്യങ്ങളൊക്കെ പ്രേക്ഷകർക്കും പങ്കുവയ്ക്കാം. എന്നാലും PS വിനോദ് രാജിന്റെ ഈ ചിത്രത്തിൽ ആകെ ഉണ്ടായിരുന്ന എനിക്കൊരു എതിർപ്പ് ക്ലൈമാക്സ് പോർഷൻ മാത്രമാണ്. ഈ ചിത്രത്തിൽ എടുത്തു സൂചിപ്പിക്കേണ്ടത് ഒരു ബാക്ക്ഗ്രൗണ്ട് സ്കോർ പോലും ഇല്ല എന്നുള്ളതാണ്. കാരണം അത്രയധികം മ്യൂസിക് ഇതിന്റെ സിറ്റുവേഷൻസ് തരുന്നുണ്ട്. മ്യൂസിക് എന്ന് പറഞ്ഞാൽ നമ്മൾ നേരെ ഉടനെ പോയി പിയാനോയും ഗിറ്റാറും വയലിനും ഒന്നുമല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. ഒരു റോഡ് ട്രാവൽ മൂവി ആയതുകൊണ്ട് തന്നെ അവിടെ വരുന്ന കാര്യങ്ങൾ ചിലപ്പോൾ ഒരു ഗാനമായിരിക്കാം, ചിലപ്പോൾ ഓട്ടോയുടെ സ്റ്റാർട്ടിംഗ് ശബ്ദമായിരിക്കാം, ചിലപ്പോൾ കാറ്റടിക്കുന്നത് വരെയാകാം. അതുകൊണ്ട് തന്നെ ഈ സിനിമ നിങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ലെങ്കിൽ മികച്ച ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് തന്നെ നിങ്ങൾക്ക് കിട്ടും. അത് മ്യൂസിക്കിന്റെ ഗംഭീരമായ കോർഡിനേഷൻ കൊണ്ടല്ല, ഈ സിനിമയിൽ ഉപയോഗിച്ചിരിക്കുന്ന നാച്ചുറൽ സൗണ്ട് അത്രമേൽ ഗംഭീരമാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ കണ്ണുകൾ അടച്ച് ചെവികൾ കൂർപ്പിച്ചു വെച്ചാൽ പോലും ഈ സിനിമ നൽകുന്ന ഒരു എക്സ്പീരിയൻസ് മറ്റൊന്നാണ്. PS വിനോദ് രാജിനെ സംബന്ധിച്ചിടത്തോളം കൂഴങ്ങൾ ഉണ്ടാക്കിയ അതേ രീതിയിലൊരു ഓളം ഈ ചിത്രത്തിലേക്കും അദ്ദേഹത്തിന് കൺവേർട്ട് ചെയ്യാൻ സാധിച്ചു എന്നുള്ളത് തന്നെ എടുത്തു സൂചിപ്പിക്കേണ്ടതാണ്. ചിത്രം തിയേറ്ററുകൾ കാണാത്തവരുണ്ടെങ്കിൽ തീർച്ചയായും തിയേറ്ററുകളിൽ തന്നെ പോയി കാണാൻ ശ്രമിക്കുക. നിങ്ങൾ കണ്ടവരാണെങ്കിൽ നിങ്ങളുടെ ഈ ചിത്രത്തിലെ എത്രമാത്രം നിങ്ങൾ ഡീകോഡ് ചെയ്യാൻ ശ്രമിച്ചോ അതെല്ലാം പങ്കുവയ്ക്കുക. അപ്പോൾ ഹരിയാണ് കൊട്ടുകാളിയുടെ വിശേഷവുമായി ചേർന്നത്. എന്തായാലും ഹരി പറയുന്നത് ഹരി ചിത്രം കണ്ട് ഡീകോഡ് ചെയ്ത് അത് പ്രേക്ഷകർക്ക് മുമ്പിലേക്ക് എത്തിച്ചിട്ടുണ്ട്. ഇനി പ്രേക്ഷകർക്ക് കണ്ട് അവരുടേതായ രീതിയിൽ ഡീകോഡ് ചെയ്യാവുന്നതാണ്. തിരക്കേടില്ല, തിയേറ്ററിൽ ഓടുന്നുണ്ട് എന്നാണ് മനസ്സിലാകുന്നത്. സിനിമ നല്ല ചിത്രം എന്നുള്ള റിവ്യൂ ഇതിനകം തന്നെ വന്ന ഒരു ചിത്രം കൂടിയാണ്. അവിടെയാണ് ഹരി വളരെ കൃത്യമായി ഹരിയുടെ റിവ്യൂ പ്രേക്ഷകർക്ക് നൽകിയത്. മറ്റൊന്ന് സിനിമ കൂടി കണ്ടിട്ടുണ്ട്, താനാര എന്ന് പറയുന്ന സിനിമ പേരാണ്. താനാര നമ്മൾ പലപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ട് ചോദിക്കാറുണ്ട്. റാഫി തിരക്കഥ എഴുതി ഷൈൻ ടോം ചാക്കോ, വിഷ്ണു ഉണ്ണികൃഷ്ണൻ, അജു വർഗീസ്, ദീപ്തി സതി, ചിന്നു ചാന്ദിനി, നല്ല താരനിരയാണ്. അതെ, എന്നിവരാണ് ഈ ചിത്രത്തിൽ അണിനിരക്കുന്നത്. കോമഡി ജോണറിലാണ് ചിത്രം തിയേറ്ററുകളിൽ എത്തിയത്. ചിത്രത്തിന്റെ റിവ്യൂയിലേക്കാണ് ഇനി നമ്മൾ പോകുന്നത്. 1980 ജനിച്ച് 1995 ഞാൻ ഈ ചിത്രം കണ്ടിരുന്നെങ്കിൽ താനാര ഒരു പക്ഷേ ചിലപ്പോൾ എന്നിലെ പ്രേക്ഷകന് ഒരു 10% ചിരിപ്പിക്കുമായിരിക്കും. താനാര എന്ന ചിത്രത്തിന്റെ വിശേഷങ്ങളെക്കുറിച്ചാണ് നമുക്ക് സംസാരിക്കാനുള്ളത്. ആദർശ് എന്ന കഥാപാത്രമായി ഒരു രാഷ്ട്രീയക്കാരനായി ഷൈൻ ടോം ചാക്കോ എത്തുന്നതോടെയാണ് സിനിമ ആരംഭിക്കുന്നത്. ഒരു ന്യൂസ് ചാനൽ ചർച്ചയിലേക്ക് ആദർശ് എന്ന കഥാപാത്രം വിളിച്ച് സംസാരിക്കുന്നിടത്ത് സിനിമ ആരംഭിക്കുമ്പോൾ ഡൽഹി എയർപോർട്ടിലേക്ക് പോകാനാണ് ആദർശിന്റെ ഒരുക്കം. എന്നാൽ ആദർശ് അവിടെ നിന്നും റൂട്ട് മാറുകയും അതിനുശേഷം ഉണ്ടാകുന്ന വികസനങ്ങളുമാണ് ഈ സിനിമ സംസാരിക്കുന്നത്. ഷൈൻ ടോം ചാക്കോ, ദീപ്തി സതി, വിഷ്ണു ഉണ്ണികൃഷ്ണൻ, അജു വർഗീസ്, ചിന്നു ചാന്ദിനി തുടങ്ങിയവർ പ്രധാന വേഷത്തിൽ എത്തുന്ന ഈ ചിത്രത്തിൽ പലപ്പോഴായി കഥാപാത്രങ്ങൾ എല്ലാവരും തന്നെ അവരുടെ ശരീരം മറന്ന് സ്ഥലം മറന്നവരെ അഭിനയിക്കുന്ന കാഴ്ചയുണ്ടാകുന്നുണ്ട്. ഇതെല്ലാം അവർ ചെയ്യുന്നത് പ്രേക്ഷകരെ ചിരിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. പക്ഷേ എന്നോടൊപ്പം ഉണ്ടായിരുന്ന തിയേറ്ററിലെ 40 പേരും ഒന്ന് അനങ്ങുക പോലും ചെയ്തില്ല എന്നുള്ളതാണ് ഈ സിനിമയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഫാക്ടർ.
ചിരിപ്പിക്കാൻ വേണ്ടി വെർബൽ കോമഡിയും ദേഹമനങ്ങിയുള്ള പൊട്ടിച്ചിരികളും ഒക്കെ കാണിക്കുമ്പോൾ 1990-കളിൽ ഉണ്ടായിരുന്ന ബോയിങ്ങും മറ്റ് പ്രിയദർശൻ സിനിമകളൊക്കെ ഓർമ്മിപ്പിക്കുമെങ്കിലും അതൊരു ഓർമ്മയായിട്ട് തന്നെ നിൽക്കാനാണ് പ്രേക്ഷകർക്ക് താല്പര്യം. കാരണം കണക്ട് ചെയ്യാൻ പോയാൽ ഈ സിനിമ ഒരു തരത്തിലും ഇഷ്ടപ്പെടില്ല എന്ന് മാത്രമല്ല അതിനോളം വെറുക്കുകയും ചെയ്യും. ഈ സിനിമയുടെ രൂപാന്തരം തന്നെ എങ്ങനെയാണ്? ആദർശ് എന്ന രാഷ്ട്രീയക്കാരൻ തന്റെ ഭാര്യയല്ലാതെ മറ്റൊരു പെൺകുട്ടിയുമായി തന്റെ വീട്ടിലേക്ക് പോകുന്നിടത്ത് നിന്ന് ഒരു കള്ളൻ ആ വീട്ടിലേക്ക് കയറുന്നു. അതിനുശേഷം ഈ കള്ളനും രാഷ്ട്രീയക്കാരനും തമ്മിലുള്ള ഒത്തുകളിയും ഗൂഢാലോചനയും ഒക്കെയാണ് ഈ സിനിമയിൽ സംസാരിക്കുന്നത്. റാഫിയാണ് ഇതിന്റെ തിരക്കഥ എന്നുള്ളത് കുറച്ചെങ്കിലും വിഷമിപ്പിച്ചു. റാഫിയുടെ മറ്റ് ചിത്രങ്ങളൊക്കെ തന്നെ ചിരിപ്പിച്ച് പൊട്ടിച്ചിരിപ്പിച്ചും പ്രേക്ഷകരെ പിടിച്ചു നിർത്തിയപ്പോൾ ഈ സിനിമ ഒരു തരത്തിലും അനക്കമുണ്ടാക്കാത്തത് എന്നിലെ പ്രേക്ഷകന് റാഫിയോടുള്ള ആരാധന കുറച്ചു എന്ന് പറഞ്ഞാലും അതിൽ അതിശയോക്തിയില്ല. മറ്റ് കഥാപാത്രങ്ങളൊക്കെ തന്നെ കഥാപാത്രങ്ങളായി മാറാനും ഈ സിനിമയിൽ ആവശ്യമായ രീതിയിലുള്ള ബോഡി ലാംഗ്വേജുകളൊക്കെ പ്രദർശിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ പോലും പ്രേക്ഷകന് അറുബോറാണ് തോന്നുന്നത്. എന്താണ് ഇവർ കാണിച്ചു കൂട്ടുന്നത് എന്നുള്ളൊരു ചിന്തയിലേക്ക് പ്രേക്ഷകൻ ഒഴുകിയെത്തുന്നു. പലപ്പോഴായി ഈ ചിത്രത്തിലെ BGM തന്നെ അരോചകമായി മാറുന്ന കാഴ്ചയുമുണ്ട്. കോമഡി എന്ന പേരിൽ PPP ഊതുന്നതും മദ്ദളം കൊട്ടുന്നതും ഒക്കെ പണ്ടത്തെ സിനിമകളിൽ നിന്നും ഒരു മാറ്റവുമില്ലാതെ ഈ സിനിമയിൽ തുടരുന്നു എന്നുള്ളതും അരോചകം ഉണ്ടാക്കുന്ന ഒരു കാഴ്ചയായി മാറുന്നു. പലപ്പോഴായി ചില തമാശകൾ ഒരു ചിരി ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ പോലും അവർ കാണിക്കുന്നത്ര പൊട്ടിച്ചിരിയിലേക്ക് പ്രേക്ഷകൻ നീളുന്നില്ല എന്നുള്ളതും ഈ സിനിമയെ വലിപ്പിക്കുന്നുണ്ട്. 2 മണിക്കൂർ മാത്രമുള്ള ചിത്രത്തിന്റെ ദൈർഘ്യം ഒരുപക്ഷെ എന്നിലെ പ്രേക്ഷകനെ ഒരു 20 തവണയെങ്കിലും ഫോൺ എടുത്ത് സമയം എത്രയായി എന്ന് നോക്കേണ്ട അവസ്ഥയിലേക്ക് വരെ എത്തിച്ചിട്ടുണ്ട്. ഇന്റർവെൽ എത്തിയപ്പോൾ ഭാഗ്യം ഇനി രണ്ടാം ഭാഗത്തിലെങ്കിലും എന്തെങ്കിലും ചിരിക്കാൻ കാണുമെന്നുള്ള പ്രതീക്ഷയിലിരുന്നു. എന്നാൽ അപ്പോഴും വിഷമിപ്പിച്ചു. രണ്ടാം ഭാഗത്തിന് ശേഷമുള്ള ആദ്യത്തെ 10 മിനിറ്റ് കുറച്ചെങ്കിലും ചിരിപ്പിച്ചില്ല എന്ന് പറഞ്ഞാൽ അത് നുണയായി പോകും. കുറച്ച് ചിരിപ്പിച്ചിട്ടുണ്ട് എന്ന് പറയുന്നതായിരിക്കും വാസ്തവം. എന്നാൽ പിന്നെയും പടം വീണ്ടും ആദ്യ പകുതിയിലെ ട്രാക്കിലേക്ക് തന്നെ നീങ്ങുകയാണ്. എന്തെങ്കിലും ഒന്ന് കാണിക്കൂ വേഗം, എത്രയും പെട്ടെന്ന് സിനിമ തീർക്കൂ എന്നുള്ള രീതിയിലേക്ക് വരെ തിയേറ്ററിൽ ജനങ്ങൾ ശബ്ദമുണ്ടാക്കി തുടങ്ങി. ചിലർ എങ്ങനെയെങ്കിലും ഈ സിനിമ പെട്ടെന്നൊന്ന് തീരണമെന്നായിരുന്നു ആവശ്യം. മറ്റു ചിലർ ഇത് വേറൊരു തലത്തിലാണ് സിനിമ ട്രാക്ക് പോകണമെന്ന് മനസ്സിലാക്കിയപ്പോൾ തൊട്ട് കയ്യടികളും ബഹളങ്ങളും കൂവലുകളിലേക്കും വരെ നീങ്ങിയിട്ടുണ്ട്. എന്തായാലും ഇതുപോലുള്ള സിനിമകൾ ഈ കാലഘട്ടത്തിലേക്കും വരുമ്പോഴേക്കും എന്താണ് സംവിധായകനും തിരക്കഥാകൃത്തും ഉദ്ദേശിക്കുന്നത് എന്ന് അറിഞ്ഞാൽ കൊള്ളാമെന്നുണ്ട്. റാഫി എന്ന ലേബലിൽ ഒരു കോമഡി ചിത്രം എത്തുമ്പോൾ സ്വാഭാവികമായും റാഫിയുടെ മുൻ ചിത്രങ്ങളിലേക്ക് പ്രേക്ഷകൻ ചെല്ലും. ആ ചിത്രങ്ങളുമായി ബന്ധപ്പെട്ട് റാഫി എന്ന തിരക്കഥാകൃത്തിനെ ആരാധകർ ഇതിലേക്ക് വലിച്ചിഴച്ചാൽ നിരാശ മാത്രമായിരിക്കും ഫലമെന്ന് വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ്. ഒരൊറ്റ ലൊക്കേഷനിലാണ് മെയിനായിട്ട് ഈ സിനിമ പോകുന്നത്. അതുകൊണ്ട് തന്നെ വിരസത ലൊക്കേഷനിലൂടെയും അനുഭവപ്പെടുന്നുണ്ട്. അതോടൊപ്പം കോമഡി ഇല്ലാതെ കോമഡി കാണിച്ചു കൂട്ടാൻ വേണ്ടിയിട്ടുള്ള സംഭാഷണങ്ങളും ബോഡി ലാംഗ്വേജും കൂടി ആവുമ്പോൾ പ്രേക്ഷകനെ മടുപ്പിക്കാൻ ഇതിൽ കൂടുതൽ വേണ്ട. അനാവശ്യമായി വരുന്ന ഒരു ഗാനവും ഇടയ്ക്കിടയ്ക്കുള്ള ഈ ബാക്ക്ഗ്രൗണ്ട് സ്കോറും വല്ലാതെ മുഷിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ താനാര എന്ന സിനിമ ഒരു പക്ക കോമഡി മെറ്റീരിയൽ ആയിട്ടാണ് പ്രേക്ഷകർ സമീപിക്കുന്നതെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ നിരാശപ്പെട്ടേക്കാം. അപ്പോൾ അതാണ് ഹരികൃഷ്ണന്റെ റിവ്യൂ താനാര സിനിമയെ കുറിച്ചല്ലേ? തീർച്ചയായും. നമുക്കിനിയും ഒരു ഇടവേളയിലേക്ക് ഒരിക്കൽ കൂടി പോകണം. ഇടവേളയ്ക്ക് ശേഷം നമ്മോടൊപ്പം അതിഥി ചേരുന്നുണ്ട്. എത്രയും പെട്ടെന്ന് മനീഷ നമ്മോടൊപ്പം ചേരും എന്ന് കരുതുന്നു. തിരിച്ചു വരാം ഇടവേളയ്ക്ക് ശേഷം. അതുപോലെ അമ്മോട് ഇപ്പോൾ ശക്തമായ നിലപാട് എടുക്കാതിരിക്കുകയും ആലോചിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുമ്പോൾ എന്ത് തരത്തിലുള്ള ഇടപെടലാണ് തുടർന്ന് നടത്താൻ ഉദ്ദേശിക്കുന്നത്? എന്ത് നിലപാടാണ് എന്റേതെന്ന് ഞാൻ വ്യക്തമാക്കിയാലും ഇല്ലെങ്കിലും എന്റെ നിയന്ത്രണത്തിലുള്ളത് എന്താണ്? എന്റെ ഇമ്മീഡിയറ്റ് എനിക്ക് ചുറ്റുമുള്ള എന്റെ വർക്ക് സ്പേസ് ആണ്. ഞാൻ സുരക്ഷിതമാക്കാം എന്ന് എനിക്ക് നിങ്ങളോട് ഇന്ന് പ്രോമിസ് ചെയ്യാൻ കഴിയുന്നത് എനിക്ക് ചുറ്റുമുള്ള വർക്ക് സ്പേസ് മാത്രമാണ്. പക്ഷെ എനിക്ക് ചുറ്റുമുള്ള വർക്ക് സ്പേസ് ഞാൻ സുരക്ഷിതമാക്കും. അതിനപ്പുറത്തേക്ക് ഞാൻ ഇതിലൊന്നും ഇൻവോൾവ് ആകില്ല എന്ന് പറയുന്നിടത്ത് തീരുന്നതല്ല ഞാൻ ഉൾപ്പെടെയുള്ള ആൾക്കാരുടെ ഉത്തരവാദിത്വം. അതാണ് അവിടെ ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന പരാമർശം. ഞാനിതിലില്ല എന്ന് സ്ഥാപിക്കുന്നിടത്ത് തീരുന്നില്ല എന്റെയോ നിങ്ങളുടെ ഉത്തരവാദിത്വം. എന്റെ ഉത്തരവാദിത്വം അവിടെ തീരുന്നില്ല എന്ന് ഞാൻ പറയുന്നത് പോലെ തന്നെ ഇന്നത്തെ പ്രൈം ടൈമിൽ ഒരു ഹെഡ്ലൈൻ കണ്ടെത്തുന്നതിലോ ഇന്നത്തെ പ്രൈം ടൈമുകളിൽ ഒരു ക്ലിക്ക് വെയിറ്റ് കണ്ടെത്തുന്നതിലോ നിങ്ങളുടെയും ഉത്തരവാദിത്വം തീരുന്നില്ല. നമ്മൾ രണ്ടുപേരും ഇതിൽ ഈക്വലി ഇൻവെസ്റ്റഡ് ആകണം, അല്ലേ? അങ്ങനെയല്ലേ വേണ്ടത്? പൃഥ്വിരാജ് ഇപ്പോ ആദ്യഘട്ടത്തിൽ നടി ആക്രമിക്കപ്പെട്ട കേസുമായി ബന്ധപ്പെട്ട് സഹപ്രവർത്തകരായ നിരവധി താരങ്ങൾ തന്നെ കോടതിയിൽ മൊഴി മാറ്റുന്ന സാഹചര്യമുണ്ടായി. താങ്കൾ കരുതുന്നത് ഒരു പവർ ഗ്രൂപ്പ് എന്ന ആരോപണം ഉയർന്നു വന്നിരുന്നു. അത്തരത്തിൽ എല്ലാവരെയും നിയന്ത്രിക്കാൻ കഴിയുന്ന ഒരു പവർ അതോറിറ്റി മലയാള സിനിമയിൽ പ്രവർത്തിക്കുന്നുണ്ടെന്ന് താങ്കൾ കരുതുന്നു? അത്തരം ഒരു പവർ അതോറിറ്റിയുടെ ഭാഗത്തു നിന്നും ഒരു ഇടപെടൽ എനിക്കെതിരെ ഉണ്ടായിട്ടില്ല എന്ന് ഞാൻ ഇവിടെ പറഞ്ഞാൽ അങ്ങനെ ഒരു പവർ ഗ്രൂപ്പ് ഇല്ല എന്ന് എനിക്ക് അവകാശപ്പെടാൻ കഴിയില്ല. ഞാൻ അവരെ ഫേസ് ചെയ്ത് വന്നിട്ടില്ല. അവരാൽ ഞാൻ ബാധിക്കപ്പെട്ടിട്ടില്ല. അവരാൽ ബാധിക്കപ്പെട്ടവർ ഇന്ന് മലയാള സിനിമയിൽ ഉണ്ടെങ്കിൽ
അവരുടെ ഗ്രീവൻസസ് കേൾക്കണം. അത്തരമൊരു ബോഡി പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ അത് ഇല്ലാതാകണം. പക്ഷെ എനിക്ക് അത് ഉണ്ട് എന്ന് പറയണമെങ്കിൽ ഡയറക്ട്ലി ഞാൻ അത് എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടാകണം. ഞാൻ എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല എന്നതുകൊണ്ട് അങ്ങനെ ഒരു ഗ്രൂപ്പ് ഇല്ല എന്നും എനിക്ക് പറയാൻ കഴിയില്ല. ഐ ഹോപ്പ് യു ഗെറ്റ് വാട്ട് ഐ മീൻ. രാജു, ഇപ്പോഴത്തെ ഒരു അമ്മയുടെ ഭാഗത്ത് ഇപ്പോഴത്തെ ഒരു സ്റ്റാൻഡ് മാറ്റി. സിദ്ദിഖ് പറഞ്ഞത് ഒറ്റപ്പെട്ട സംഭവം എന്നാണ്. പക്ഷേ ഒടുവിൽ സിദ്ദിഖ് തന്നെ പടി ഇറങ്ങേണ്ടി വന്നു. അമ്മയുടെ ഒരു സ്റ്റാൻഡ് അമ്മ തിരുത്തേണ്ടതല്ലേ? ആണെന്ന് ഞാൻ ഇപ്പോൾ പറഞ്ഞല്ലോ. തീർച്ചയായിട്ടും ശക്തമായ ഇടപെടലും നടപടികളും അമ്മ സംഘടനയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകേണ്ടത് തന്നെയാണ്. വിക്ടിങ്ങളുടെ പേരുകളല്ല. ഇങ്ങനെ ആക്രമിക്കപ്പെട്ടു എന്ന് പറയുമ്പോൾ വേട്ടക്കാരന്റെ പേര് പറയുന്നുണ്ട്. വേട്ടക്കാരനാണെന്ന് പോലും അറിയത്തില്ല. പക്ഷെ അയാൾ അനുഭവിക്കുന്ന പ്രശ്നം പറയുന്നു. തീർച്ചയായിട്ടും അങ്ങനെ ഒരു പ്രോസസ്സും എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ തെളിവുകളും ഉണ്ടെങ്കിലല്ലേ കാര്യമുള്ളൂ. അല്ലെങ്കിൽ അയാളുടെ ജോലി, അയാളുടെ പ്രൊഫഷൻ, അയാളുടെ കുടുംബം എല്ലാം ഒരു സൈഡിൽ നശിച്ചുകൊണ്ടിരിക്കുന്നു. അങ്ങനെ ഒരു പ്രോസസ് ശരിയാണെന്ന് വിശ്വസിക്കുന്നു. അതാണല്ലോ ഈ നാട്ടിലെ നിയമവ്യവസ്ഥയെ അനുശാസിക്കുന്ന പ്രോസസ്. അതാണ് ഞാൻ പറഞ്ഞത്. ആരോപണങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ അന്വേഷണങ്ങൾ ഉണ്ടാക്കണം. അന്വേഷണങ്ങൾ ഉണ്ടായി കുറ്റകൃത്യം തെളിയിക്കപ്പെടുകയാണെങ്കിൽ മാതൃകാപരമായ ശിക്ഷാ നടപടി ഉണ്ടാകണം. ഇനി അതല്ല, അന്വേഷണത്തിനൊടുവിൽ ഈ ആരോപണങ്ങൾ കള്ളമായിരുന്നു എന്ന് തെളിയിക്കപ്പെട്ടാൽ മറിച്ചും മാതൃകാപരമായ ശിക്ഷാ നടപടികൾ ഉണ്ടാകണം. സംസാരിക്കണം. മൈക്ക് അവിടെ കൊണ്ടുവയ്ക്കട്ടെ. മൈക്ക് അവിടെ കൊണ്ടുവയ്ക്കട്ടെ. ഇല്ല, ഇരകളുടെ പേരുകൾ മാത്രമാണ് സംരക്ഷിക്കപ്പെടേണ്ടത് നമ്മുടെ നാട്ടിലെ നിയമവ്യവസ്ഥിതി അനുസരിച്ച്. ആരോപണ വിധേയരുടെ പേരുകൾ സംരക്ഷിക്കപ്പെടാൻ ഒരു നിയമവ്യവസ്ഥിതി ഇന്ന് നാട്ടിൽ ഇല്ലാത്തിടത്തോളം കാലം അത് പുറത്തുവിടുന്നതിൽ നിയമ തടസ്സങ്ങളുണ്ടെന്ന് ഞാൻ കരുതുന്നില്ല. സോ ഇറ്റ്സ് അപ്പ് ടു ദി ഗവൺമെന്റ്. ആ കമ്മിറ്റി റിപ്പോർട്ടിലുള്ള പേരുകൾ പുറത്തുവിടണോ വിടണ്ടേ എന്നുള്ള തീരുമാനം എടുക്കുന്നത് ഞാനോ നിങ്ങളോ അല്ല, അധികാരത്തിരിക്കുന്ന ആൾക്കാരാണ്. ബൈ ഓൾ മീൻസ്. രാജു, ഈ ഒരു റിപ്പോർട്ട് കണ്ടപ്പോ താങ്കൾ മലയാള സിനിമയിലെ ഒരു സീനിയർ ആർട്ടിസ്റ്റ് എന്ന രീതിയിൽ ഒരു ഞെട്ടൽ ഉണ്ടായിരുന്നു. സിനിമയ്ക്കുള്ളിൽ ഇങ്ങനെ ഒരു സംഭവങ്ങളൊക്കെ നടക്കുന്നുണ്ട്. ഞാൻ ഇതിനാണ് ഞെട്ടുന്നത്. ഹേമ കമ്മീഷണർ ആദ്യം സംസാരിച്ച ആൾക്കാരൊരാളാണ്. ഈ റിപ്പോർട്ട് സമർപ്പിക്കപ്പെടുന്നത് സിനിമാ മേഖലയിൽ സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങളെ കുറിച്ച് സമഗ്രമായ ഒരു പഠനം നടത്തുവാനും അതിനെ തുടർന്ന് എങ്ങനെ അപ്പോൾ മോർണിംഗ് വൈബ്സിലേക്ക് പ്രേക്ഷകർക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. തിരികെ എത്തുമ്പോൾ നമുക്കൊപ്പം ഒരാൾ കൂടി ഉണ്ട്. ന്യൂസ് ഡെസ്കിൽ നിന്നുണ്ട്. നമ്മുടെ നാഷണൽ ദേശീയ തലത്തിൽ സംഭവിക്കുന്ന ഒരുപാട് വാർത്തകളുണ്ട്, പ്രത്യേകിച്ചും ജാർഖണ്ഡിൽ അല്ലേ ഇയാറ്? അതാണ് പ്രധാനം തോന്നുന്നു അല്ലേ? ചമ്പൈ സോറൻ BJPയിലേക്ക്. വേറെ എന്തൊക്കെയാണ്? ചമ്പൈ സോറന്റെ വാർത്തയുണ്ട്. ഒപ്പം ജമ്മു കാശ്മീരിൽ ഇന്ന് ആദ്യഘട്ടം 3 ഘട്ടമായി അവിടെ വോട്ടെടുപ്പ് നടക്കുന്നതിൽ ആദ്യഘട്ട വോട്ടെടുപ്പിന്റെ പത്രികാ സമർപ്പണത്തിനുള്ള അവസാന തീയതി എന്നാണ്. അതുകൊണ്ട് തന്നെ അവിടെ സീറ്റ് പ്രഖ്യാപനങ്ങൾ ചർച്ചകളൊക്കെ പൂർത്തീകരിച്ച് ഇന്നലെ രാത്രി മാത്രമാണ് ഇന്ത്യ സഖ്യത്തിന്റെ സ്ഥാനാർത്ഥികൾ അവർ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഒപ്പം കൊൽക്കത്തയിൽ പ്രതിഷേധം നടക്കുന്നുണ്ട്. അങ്ങനെ അത് വിശദമായി പോവുകയാണെങ്കിൽ ആദ്യം ചമ്പൈ സോറന്റെ കാര്യം തന്നെ എടുക്കാം. ചമ്പൈ സോറൻ പ്രതീക്ഷിച്ചിരുന്നതാണ് BJPയിൽ ചേരുന്നുവെന്നാണ് ഏറ്റവും പുതിയ വാർത്ത. അദ്ദേഹം ഇന്നലെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. ഈ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം അസം മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അദ്ദേഹം 30-ാം തീയതി ഏതായാലും ചേരാൻ പോവുകയാണ്. BJPയിൽ ചേരുമെന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചിരിക്കുകയാണ്. കാരണം ഹിമന്ത ബിശ്വയ്ക്കാണ് ജാർഖണ്ഡിന്റെ തെരഞ്ഞെടുപ്പിന്റെ ചുമതല. വരുന്ന അടുത്ത മാസം ഒക്ടോബറിലോ നവംബറിലോ ആയി അവിടെ തെരഞ്ഞെടുപ്പ് നടക്കുകയാണ്. അപ്പോൾ ഹിമന്ത ബിശ്വ ശർമ്മ ഏതായാലും പ്രഖ്യാപിച്ചിരിക്കുന്നു ചമ്പൈ സോറൻ BJPയിലേക്ക് എത്തുന്നു എന്നത്. കഴിഞ്ഞ ആഴ്ച അദ്ദേഹം ഡൽഹിയിൽ എത്തിയതാണ്. അന്ന് തന്നെ BJP നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തുമെന്ന സൂചനകളൊക്കെ ഉണ്ടായിരുന്നെങ്കിലും അദ്ദേഹം ആരുമായും കൂടിക്കാഴ്ച നടത്തിയില്ല. തുടർന്ന് അദ്ദേഹം ജാർഖണ്ഡിലേക്ക് തന്നെ തിരിച്ചു പോവുകയും അദ്ദേഹത്തിന്റെ സ്വാധീന മേഖലയിൽ, പ്രത്യേകിച്ച് കോൽഹാൻ പ്രദേശമാണ് അദ്ദേഹത്തിന്റെ സ്വാധീന മേഖല. അദ്ദേഹം മത്സരിക്കുന്ന സരൈക്കല മണ്ഡലം ഉൾപ്പെടെ 14 മണ്ഡലങ്ങളിൽ അദ്ദേഹത്തിന് വ്യക്തമായ സ്വാധീനമുണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ ആ മേഖലകളിൽ അദ്ദേഹം പര്യടനം നടത്തി ജനങ്ങളുടെ പിന്തുണ തേടി. അതിനുശേഷമാണ് ഇപ്പോൾ ഏതായാലും BJPയിൽ ചേരാനുള്ള തീരുമാനം എടുത്തിരിക്കുന്നത്. മാത്രവുമല്ല അദ്ദേഹം നേരത്തെ തന്നെ ജയമവുമായി തെറ്റിയിരുന്നു. ജയമം വിടുകയാണെന്ന് പ്രഖ്യാപിച്ചിരുന്നതാണ്. അതായത് മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് അദ്ദേഹത്തെ മാറ്റിയ രീതിയിൽ അദ്ദേഹത്തിന് വലിയ വിയോജിപ്പുണ്ടായിരുന്നു, തന്നെ അപമാനിച്ചു എന്നാണ് അദ്ദേഹം പറഞ്ഞിരുന്നത്. പക്ഷേ എടുത്തു പറയേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, അങ്ങനെയൊക്കെ പറഞ്ഞെങ്കിൽ പോലും ഹേമന്ത് സോറൻ അടക്കം ഒറ്റ ജയമം നേതാക്കളും അദ്ദേഹത്തിനെതിരെ ഇതുവരെ ഒന്നും പറഞ്ഞില്ല എന്നുള്ളതാണ്. പകരം അവർ BJP ഇത്തരത്തിൽ സ്വന്തം MLA-മാരെ അടർത്തി മാറ്റാൻ ശ്രമിച്ചു എന്ന ആരോപണമാണ് അവർ ഉന്നയിച്ചത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനി ജയമമിന്റെ പ്രതികരണം എന്തായിരിക്കും എന്നുള്ളത് നിർണായകമാണ്. ഏതായാലും നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെ വലിയ സ്വാധീനമുള്ള ഒരു നേതാവ് ജയമം വിടുന്നത് ഏതായാലും ജയമമിനെ സംബന്ധിച്ച്, ഇന്ത്യ സഖ്യത്തെ സംബന്ധിച്ച് ഒരു തിരിച്ചടി തന്നെയാണെന്ന കാര്യത്തിൽ സംശയമില്ല. പ്രത്യേകിച്ച് ഓൾ ജാർഖണ്ഡ് സ്റ്റുഡന്റ് അസോസിയേഷൻ കൂടി ഇപ്പോൾ ഇന്നലെ പ്രഖ്യാപിച്ചിട്ടുണ്ട് അവർ BJPക്കൊപ്പം തെരഞ്ഞെടുപ്പ് നേരിടുമെന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അപ്പോൾ ശക്തമായ മത്സരത്തിലേക്ക് ഏതായാലും
ജാർഖണ്ഡ് പോവുകയാണ്. അവിടെ നിന്ന് നമുക്ക് ജമ്മു കാശ്മീരിലേക്ക് വന്നു കഴിഞ്ഞാൽ ജമ്മു കാശ്മീരിൽ 3 ഘട്ടമായി വോട്ടെടുപ്പ് നടക്കുന്നു. ഈ 3 ഘട്ട വോട്ടെടുപ്പിൽ ആദ്യം വോട്ടെടുപ്പ് നടക്കുന്നത് 17-ാം തീയതിയാണ്, അടുത്ത മാസം 17-ാം തീയതിയാണ്. അപ്പോൾ ആ മണ്ഡലങ്ങളിലേക്കുള്ള സ്ഥാനാർത്ഥികളുടെ പ്രഖ്യാപനം ഇന്നലെ വൈകിട്ടാണ് നാഷണൽ കോൺഫറൻസും ഒപ്പം തന്നെ കോൺഗ്രസും നടത്തിയിട്ടുള്ളത്. BJP ഇന്നലെ ഉച്ചയോടുകൂടി 15 മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു. ആദ്യം 44 മണ്ഡലങ്ങളെ പ്രഖ്യാപിച്ചു, പിന്നീട് ലിസ്റ്റ് പിൻവലിച്ചുകൊണ്ട് 15 വരെ പ്രഖ്യാപിച്ചു. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ നാഷണൽ കോൺഫറൻസ് 18 മണ്ഡലങ്ങളെയും കോൺഗ്രസ് 9 മണ്ഡലങ്ങളെയും സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു. അതായത് ഇന്നലെ രാത്രിയാണ് എത്ര സീറ്റിൽ പാർട്ടികൾ മത്സരിക്കുമെന്ന തീരുമാനം വന്നത്. നാഷണൽ കോൺഫറൻസ് 51 സീറ്റിൽ മത്സരിക്കും, കോൺഗ്രസ് 32 സീറ്റ്, CPM 1, പാന്തേഴ്സ് പാർട്ടി 1 സീറ്റ്. അങ്ങനെ ജമ്മു കശ്മീർ ഏതായാലും തെരഞ്ഞെടുപ്പിലേക്ക് പോകുന്നു. മൂന്നാമതായി കൊൽക്കത്തയിലേക്ക് വരികയാണെങ്കിൽ ഇന്നൊരു വലിയ പ്രതിഷേധത്തിന് കൊൽക്കത്ത സാക്ഷ്യം വഹിക്കാൻ പോവുകയാണ്. അതായത് വിദ്യാർത്ഥികൾ തെരുവിലിറങ്ങാൻ പോകുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതായത് ഇതുവരെ അവിടെ സമരം ചെയ്ത ഡോക്ടർമാരാണെങ്കിൽ ഇന്ന് വിദ്യാർത്ഥികൾ തെരുവിലിറങ്ങുന്നു. സെക്രട്ടേറിയറ്റ് മാർച്ച് നിശ്ചയിച്ചിട്ടുണ്ട്. മുഖ്യമന്ത്രി മമതാ ബാനർജി രാജിവെക്കണമെന്നാണ് ആവശ്യം. വിദ്യാർത്ഥി ഛാത്ര സമാജാണ് ഇത്തരം പ്രതിഷേധവുമായി ഏതായാലും രംഗത്തിറങ്ങുന്നത്. പക്ഷേ തൃണമൂൽ കോൺഗ്രസ് ആരോപിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം വിദ്യാർത്ഥികളുടെ ഈ പ്രതിഷേധത്തിന് അനുമതിയില്ല, സെക്രട്ടേറിയറ്റ് മാർച്ചിന് അനുമതിയില്ല എന്നവർ പറയുന്നുണ്ട്. മാത്രമല്ല വലിയ സുരക്ഷ സെക്രട്ടേറിയറ്റിന് മുന്നിൽ ഒരുക്കുകയും ചെയ്തിട്ടുണ്ട്. പോലീസിന് പുറമെ മറ്റ് വിഭാഗങ്ങളെയൊക്കെ തന്നെ അവിടെ അണിനിരത്തിയിട്ടുണ്ട്. അങ്ങനെ ഒരു വലിയ പ്രതിഷേധത്തിന് ഇന്ന് ഏതായാലും കൊൽക്കത്ത സാക്ഷ്യം വഹിക്കാൻ പോവാണ്. ഇതാണ് ഇന്നത്തെ പ്രധാനപ്പെട്ട ദേശീയ വാർത്ത. ഇതൊക്കെയാണ് ദേശീയ തലത്തിൽ ഇന്ന് ചർച്ചയാകപ്പെടുന്ന വാർത്തകൾ. ഒരുപാട് സംഭവങ്ങൾ ഉണ്ടാകാനുണ്ട്. ER രാഗേഷാണ് വിവരങ്ങൾ നൽകിയത്. താങ്ക് യു. ഏതായാലും നമുക്ക് മറ്റ് വാർത്തകളിലേക്ക് പോകണം. അവിടെ ന്യൂസ് ഡെസ്കിൽ ഹരി ഉണ്ട് കേട്ടോ. പുതിയ ചില വെളിപ്പെടുത്തലുകൾ ഇന്ന് വരുന്നുണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്തായാലും ഹരിയോട് തന്നെ കൂടുതൽ വിശദാംശങ്ങളിലേക്ക് നമുക്ക് ചോദിച്ചറിയാം. ഹരി, ഇപ്പൊ കൂടുതൽ വെളിപ്പെടുത്തലുകൾ ഉണ്ടാകുന്നു. എന്താണ് പുതിയ വെളിപ്പെടുത്തൽ? ആർക്കെതിരെയാണ് പുതിയ വെളിപ്പെടുത്തലുമായി രംഗത്തേക്ക് വരുന്നത്? ഗുഡ് മോർണിംഗ് രഞ്ജിത്ത് ആര്യ. ഇന്ന് രാവിലെ തന്നെ പുതിയൊരു വെളിപ്പെടുത്തൽ തന്നെയാണ് എത്തിയിരിക്കുന്നത്. ജൂനിയർ ആർട്ടിസ്റ്റ് സന്ധ്യയാണ് ഇന്ന് രാവിലെ വെളിപ്പെടുത്തൽ നടത്തിയിരിക്കുന്നത് പ്രൊഡക്ഷൻ കൺട്രോളർ വിച്ചുനെതിരെയാണ്. കഴിഞ്ഞ ദിവസം മിനു മുനീർ പറഞ്ഞ ഒരു ആരോപണം, പ്രത്യേകിച്ച് അവർ ഉന്നയിച്ച ഒരു പരാതിയും ഈ പ്രൊഡക്ഷൻ കൺട്രോളർ വിച്ചുവിനെതിരെയായിരുന്നു. ഇന്ന് സന്ധ്യയും ജൂനിയർ ആർട്ടിസ്റ്റായ സന്ധ്യയും വെളിപ്പെടുത്തുന്നത് ഈ പ്രൊഡക്ഷൻ കൺട്രോളർ വിച്ചുവിനെതിരെയാണ്. ഇതുപോലെ കാസ്റ്റിംഗ് കൗച്ചിനായി പ്രേരിപ്പിച്ചു എന്ന് പറഞ്ഞുകൊണ്ടാണ് വിച്ചുവിനെതിരെ ഇപ്പോൾ ജൂനിയർ ആർട്ടിസ്റ്റായ സന്ധ്യ വെളിപ്പെടുത്തിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ സന്ധ്യ പറയുന്ന മറ്റൊരു കാര്യം, മറ്റൊരു നടിയുടെ അമ്മയോട് നടൻ മുകേഷ് മോശമായി പെരുമാറി എന്ന് പറഞ്ഞുകൊണ്ടൊരു ആരോപണവും കൂടി വരുന്നുണ്ട്. അങ്ങനെ നോക്കുകയാണെങ്കിൽ മുകേഷിനെതിരെ ഗുരുതരമായ ആരോപണങ്ങൾ വരുന്നുണ്ട്. കഴിഞ്ഞ 3 ദിവസങ്ങളായി നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ 3 ആരോപണങ്ങൾ ഇപ്പോൾ നടൻ മുകേഷിനെതിരെ തന്നെ ഇപ്പോൾ വന്നിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് മറ്റൊരു നടിയുടെ അമ്മയോട് മോശമായി മുകേഷ് പെരുമാറി എന്നൊരു വാർത്തയും കൂടി ഇപ്പോൾ എന്നൊരു റിപ്പോർട്ട് കൂടി ഇപ്പോൾ വരുന്നത്, ഒരു വെളിപ്പെടുത്തലാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് എന്നതും കൂടി എടുത്ത് സൂചിപ്പിക്കുകയാണ്. മുകേഷ് പറഞ്ഞ രാഷ്ട്രീയ ലക്ഷ്യങ്ങളോടുള്ള ആരോപണങ്ങളാണ് എന്നുള്ളത് മാത്രമായി നമുക്ക് കണ്ണടയ്ക്കാൻ സാധിക്കില്ല. കഴിഞ്ഞ ദിവസം മിനു മുനീറും മുകേഷിനെതിരെ പറഞ്ഞിരുന്നു. അതിനുശേഷം ഇപ്പോൾ മറ്റൊരു വെളിപ്പെടുത്തൽ കൂടി വന്നിരിക്കുന്ന ഒരു സാഹചര്യം കൂടി നിലവിൽ നിൽക്കുകയാണ്. വല്ലാത്തൊരു പ്രതിസന്ധിയിലേക്ക് തന്നെയാണ് സിനിമാ ലോകം പോകുന്നത് എന്നുള്ളത് അക്ഷരാർത്ഥത്തിൽ പറയാൻ പറ്റുന്ന ഒരു കാര്യം കൂടിയാണിത്. AMMA സംഘടനയെ സംബന്ധിച്ചിടത്തോളം വരുന്ന വാർത്തകൾ, പ്രത്യേകിച്ച് ഇന്ന് അവർ യോഗം ചേരാനിരുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു സാഹചര്യം മാറ്റി നിർത്തപ്പെടുന്നു. നമുക്ക് ഒരു കാര്യം കൂടി വ്യക്തമാക്കാനുണ്ട്. ഒരു ഇൻസൈഡ് റിപ്പോർട്ടുകൾ പ്രകാരം ലഭിക്കുന്നത് ഇതൊരു പൊളിച്ചു നീക്കമായിട്ട് മാറാനൊരു സാധ്യതയുണ്ട്. ഇപ്പോഴുള്ള മെമ്പേഴ്സ് എല്ലാവരും തന്നെ മാറി നിന്നുകൊണ്ട് ബൈലോ പ്രകാരം, AMMയുടെ ബൈലോ പ്രകാരം ഒരു മുഴുവനായി തന്നെ പൊളിച്ചു നീക്കാനൊരു സാധ്യത കാണുന്നുണ്ട്. ഒരു പുതിയ വോട്ടെടുപ്പിലൂടെ എല്ലാ സ്ഥാനത്തേക്കും പുതിയ അംഗങ്ങളെ തിരഞ്ഞെടുക്കാനൊരു സാധ്യതയും കൂടി ഉണ്ട് എന്നുള്ളത് തന്നെയാണ് AMMA സംഘടനയുടെ ഭാഗത്ത് നിന്നും കിട്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിവരം എന്ന് പറയുന്നത്. അതോടൊപ്പം തന്നെയാണ് ഇപ്പോൾ ഈ വന്നിരിക്കുന്ന പുതിയ ആരോപണങ്ങൾ സംബന്ധിച്ചിടത്തോളം ജൂനിയർ ആർട്ടിസ്റ്റായ സന്ധ്യയാണ് ഇപ്പോൾ ഈ ആരോപണം വെളിപ്പെടുത്തിയിരിക്കുന്നത്. ഏറ്റവും പ്രധാനമായി പറയുന്ന ഒരു കാര്യം, പ്രൊഡക്ഷൻ കൺട്രോളർ വിച്ചുവിനെതിരെയാണ് അവർ ഈ ആരോപണം ഉന്നയിക്കുന്നത്. കാസ്റ്റിംഗ് കൗച്ചിനായി പ്രേരിപ്പിച്ചു എന്നതാണ് സന്ധ്യ നടത്തുന്ന വെളിപ്പെടുത്തൽ. അതോടൊപ്പം തന്നെ നടൻ മുകേഷ് മറ്റൊരു നടിയുടെ അമ്മയോട് മോശമായി പെരുമാറി എന്നുള്ളൊരിതും കൂടി ഏറ്റവും പ്രധാനമായിട്ട് തന്നെ ഈ സന്ധ്യ അവർ പരാതിയായി തന്നെ ഉന്നയിക്കുന്നുണ്ട്. അവർ മുന്നോട്ട് വരുന്നുണ്ട് ഈ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെയായി ഓരോ താരങ്ങൾക്കെതിരെയും ഇവർ അനുഭവിച്ച പീഡനങ്ങളൊക്കെ തന്നെ അവർ
വാർത്താ മാധ്യമങ്ങളിൽ പുറത്തു പറയുന്നുണ്ട്. അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ടതും ഏറ്റവും പുതിയതുമാണ് ഇപ്പോൾ ജൂനിയർ ആർട്ടിസ്റ്റായ സന്ധ്യ നടത്തിയിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വെളിപ്പെടുത്തൽ. ഏതായാലും മുകേഷിനെതിരെ വീണ്ടും വീണ്ടും ആരോപണങ്ങൾ ഉണ്ടാകുന്നു എന്നുള്ളതാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. അതെ, മുകേഷിനെതിരെ ഗുരുതരമായ ആരോപണമാണ് ഉന്നയിച്ചിരിക്കുന്നത്. ഒരു നടിയുടെ അമ്മയോട് പോലും മോശമായി പെരുമാറി എന്നാണ് ഈ ജൂനിയർ ആർട്ടിസ്റ്റായ സന്ധ്യ ഇപ്പോൾ വെളിപ്പെടുത്തുന്നത്. ഏതായാലും അതിന്റെ വിശദാംശങ്ങളാണ് ഹരി നൽകുന്നത്. അതിലേക്ക് തന്നെ വരാം. അത് കൂടുതൽ നമുക്ക് അതിന്റെ വിശദാംശങ്ങളിലേക്ക് പോകണം. ഹരി അതിനുള്ള തയ്യാറെടുപ്പിലാണ് എന്ന് മനസ്സിലാകുന്നത്. പക്ഷേ സന്ധ്യയെ തന്നെ നമുക്ക് ഉടൻ തന്നെ നമ്മുടെ ലൈവിൽ വന്നേക്കും എന്ന് നമുക്ക് പ്രതീക്ഷിക്കണം, അല്ലേ? എന്തായാലും പ്രൊഡക്ഷൻ കൺട്രോളർ ബിച്ചു, അതോടൊപ്പം തന്നെ മുകേഷിനെതിരെയുമാണ് സന്ധ്യയുടെ വെളിപ്പെടുത്തൽ ഉണ്ടായിട്ടുള്ളത്. സന്ധ്യ ഒരു ജൂനിയർ ആർട്ടിസ്റ്റ് ആണ്. ഇത്തരത്തിൽ നിരവധി ആളുകൾ സധൈര്യം മുന്നോട്ട് വരുന്നുണ്ട്. ഇനിയും വരും മണിക്കൂറുകളിലും കൂടുതൽ വെളിപ്പെടുത്തലുകൾ ഉണ്ടാകും എന്നുള്ളത് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. എന്തായാലും ബിച്ചു ഇത്തരത്തിൽ കാസ്റ്റിംഗ് കൗച്ച് ആവശ്യപ്പെട്ടു, ആ ഒരു ആവശ്യം ഉന്നയിച്ചു എന്നുള്ള ഒരു വെളിപ്പെടുത്തലാണ് നടത്തിയിട്ടുള്ളത്. അതോടൊപ്പം തന്നെ നടിയുടെ അമ്മയോട് പോലും മോശമായി മുകേഷ് സംസാരിച്ചു, പെരുമാറി എന്നുള്ള ഒരു കാര്യം കൂടി സന്ധ്യ വെളിപ്പെടുത്തുകയാണ്. ഏതായാലും വലിയ പ്രതിഷേധങ്ങളിലേക്കൊക്കെ കാര്യങ്ങൾ നീങ്ങുമെന്നുള്ളതിൽ തർക്കമില്ല. ഈ കോൺക്ലേവിന്റെ നയരൂപീകരണ സമിതിയിൽ തന്നെ മുകേഷ് ഉണ്ട് എന്നുള്ളത്, മുകേഷിനെ മാറ്റണമെന്ന ആവശ്യം ഒരുപാട് ഉയർന്നിട്ടുണ്ട്. ആ കോൺക്ലേവുമായി ബന്ധപ്പെട്ട നയരൂപീകരണ സമിതിയിലെ അംഗമായ മുകേഷിനെ അതിൽ നിന്ന് മാറ്റണമെന്ന ആവശ്യം ഉയർന്ന സാഹചര്യമുണ്ട്. അതിനിടയിലാണ് കൂടുതൽ ആരോപണങ്ങൾ. ഇന്നലെയും ഗൗരവതരമായ ആരോപണമാണ് ഉന്നയിക്കപ്പെട്ടത് മുകേഷിനെതിരെ. ഹരി നമുക്കൊപ്പം തുടരുന്നുണ്ട്. ഹരി, ഇപ്പോൾ കഴിഞ്ഞ ദിവസം തന്നെ മുകേഷിനെതിരെ ഉണ്ടായ ആരോപണത്തിന്മേൽ മുകേഷിനെതിരെ വലിയ പ്രതിഷേധം. മുകേഷ് ഒരു നടൻ എന്നതിനപ്പുറം നമ്മുടെ ഒരു ജനപ്രതിനിധി കൂടിയാണ്. അതെ, അങ്ങനെ ഇരിക്കുന്ന സാഹചര്യത്തിൽ ഇത് വളരെ ഗൗരവത്തോടുകൂടി സർക്കാർ ഈ വിഷയത്തെ നോക്കി കാണേണ്ട ഒരു സാഹചര്യം കൂടിയുണ്ട്. ഈ കോൺക്ലേവിന്റെ നയരൂപീകരണ സമിതിയിൽ നിന്ന് മുകേഷിനെ മാറ്റണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പ്രതിപക്ഷത്തിന്റെ വലിയ പ്രതിഷേധമൊക്കെ ഉയരുന്ന സാഹചര്യത്തിലാണ് ഇന്നിപ്പോൾ മറ്റൊരു ആരോപണം കൂടി ഉയരുന്നത്. കൂടുതൽ പ്രതിസന്ധിയിലാവുകയാണ് മുകേഷ്, അല്ലേ? തീർച്ചയായും പ്രതിസന്ധികളിൽ നിന്നും പ്രതിസന്ധികളിലേക്ക് മുകേഷ് മാറുന്ന ഒരു കാഴ്ച തന്നെയാണ് നമുക്ക് നിൽക്കുന്നത്. ഇപ്പോൾ കോൺക്ലേവിന്റെ നയരൂപീകരണത്തിന്റെ സമിതിയിൽ മുകേഷ് അംഗമാണെന്ന് പറയുമ്പോൾ പോലും സ്വമേധയാ മുകേഷ് അതിൽ നിന്നും പിന്മാറാനൊരു സാധ്യത, ഒരു സൂചനയും നമുക്ക് ലഭിക്കുന്നുണ്ട്. ചിലപ്പോൾ മുകേഷ് അതിൽ നിന്നും പിന്മാറാൻ, അല്ലെങ്കിൽ മുകേഷ് ആ സമിതിയിൽ നിന്ന് തന്നെ സ്വയം മാറിയേക്കാൻ ഒരു സാഹചര്യവും കൂടി കാണുന്നുണ്ട്. എന്നാൽ MLA സ്ഥാനം മാറേണ്ട കാര്യമില്ല എന്ന് തന്നെയാണ് ഇപ്പോഴും പാർട്ടി വൃത്തങ്ങളിൽ നിന്നും പറയുന്നത്. മുകേഷ് MLA സ്ഥാനം രാജിവെക്കേണ്ട ആവശ്യമില്ല. എന്നാൽ ഈ സമിതിയെ സംബന്ധിച്ചിടത്തോളം, പ്രത്യേകിച്ച് കോൺക്ലേവിന്റെ നയരൂപീകരണ സമിതിയിൽ നിന്നും മുകേഷ് സ്വമേധയെ ഇറങ്ങി മാറാനൊരു സാധ്യതയും കൂടി നിലവിൽ കാണുന്നുണ്ട്. പക്ഷേ മുകേഷിനെതിരെ വരുന്ന ആരോപണങ്ങളൊന്നും തന്നെ തള്ളിക്കളയാൻ സാധിക്കുന്നതല്ല. നമ്മൾ 2018 തന്നെ ഈ കാസ്റ്റിംഗ് ഡയറക്ടറായ ടെസ് ജോസഫ് മുകേഷിനെതിരെ ഈ ഒരു ആരോപണം ഉന്നയിച്ചിരുന്ന സമയത്തും മുകേഷിനെതിരെ ഈ ഒരു വാർത്ത വന്നിരുന്നതാണ്. അത് തന്നെയാണ് ഇപ്പോൾ ടെസ് ജോസഫ് വീണ്ടും മുകേഷിനെതിരെ ആദ്യം ആരോപണവുമായി രംഗത്തെത്തുന്നു. പിന്നാലെ മിനു മുനീറും എത്തുന്നു, തന്നോട് മോശമായി പെരുമാറി. ഇപ്പോൾ സന്ധ്യ തന്റെ സുഹൃത്തായ മറ്റൊരു നടിയുടെ അമ്മയോട് മോശമായി പെരുമാറി എന്ന് പറഞ്ഞുകൊണ്ടൊരു വെളിപ്പെടുത്തൽ കൂടി നടത്തിയിരിക്കുന്നു. ഇങ്ങനെ തുടരെ മുകേഷിനെതിരെ ആരോപണങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു ഗുരുതരമായ ആരോപണങ്ങൾ തന്നെയാണല്ലോ, അതാ നമുക്ക് ചുമ്മാ കാറ്റിൽ പറത്താൻ പറ്റുന്ന ആരോപണങ്ങളല്ല, ഗുരുതരമായ ആരോപണങ്ങൾ കഴിഞ്ഞ 3 ദിവസമായി നടൻ മുകേഷിനെതിരെ വരുന്നുണ്ട്. മുകേഷ് പറയുന്നത് ടെസ് ജോസഫിനെ തനിക്ക് ഓർമ്മയില്ല എന്നുള്ളതാണ്. പക്ഷേ കഴിഞ്ഞ ദിവസം മിനു മുനീറിനെതിരായ പരാതി, ഇപ്പോൾ സന്ധ്യ നടത്തിയ വെളിപ്പെടുത്തലിന് പോലും കൂടുതൽ വിവരങ്ങൾ മുകേഷ് തന്നെ ഇതിനുമായി ബന്ധപ്പെട്ട് പുറത്ത് പറയുമോ എന്നുള്ള കാര്യത്തിൽ പോലും നമുക്ക് വ്യക്തതയില്ല. മുകേഷിന്റെ അഭിപ്രായം എന്തായിരിക്കും, മുകേഷിന് എന്താണ് പ്രതികരിക്കാനുള്ളതെന്ന് സംബന്ധിച്ചും വ്യക്തതയില്ല. പക്ഷേ ഗുരുതരമായ ആരോപണങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെയായി മുകേഷിനെതിരെ സംഭവിച്ചു. നമുക്ക് കൂടുതൽ വിവരങ്ങളിലേക്ക് പോകണം. ഏതായാലും പരാതിയുമായി ഈ നടിമാർ മുന്നോട്ട് പോകുന്നു എന്നതും പ്രധാനമാണ്. മിനു മുനീറൊക്കെ പരാതി നൽകുന്നുണ്ട് ഈ വിഷയങ്ങൾ. നമ്മോടൊപ്പം ഒരു പ്രധാനപ്പെട്ട അതിഥി കൂടി ചേരുന്നുണ്ട്, അല്ലെ? നടിയും ഗായികയുമായ മനീഷയാണ് ഇന്ന് മോർണിംഗ് വൈബ്സിൽ അതിഥിയായി നമുക്കൊപ്പം ചേരുന്നത്. മനീഷ, വെരി ഗുഡ് മോർണിംഗ്. മോർണിംഗ് വൈബ്സിലേക്ക്, ന്യൂസ് 18ലേക്ക് സ്വാഗതം. എന്താണ്, ഷൂട്ടിംഗ് ലൊക്കേഷനിലാണോ, സീരിയൽ ലൊക്കേഷനിലാണോ? ഷൂട്ടിംഗ് ലൊക്കേഷനിലാണ് ഞാൻ ഉള്ളത്. ഞാൻ ആകെ ഈ പറഞ്ഞ പോലെ ഒരു ഉറക്കത്തിൽ നിന്നൊക്കെ ഇങ്ങനെ എണീറ്റിട്ട് ഇങ്ങനെ ഇരിക്കുന്ന ഒരു അവസ്ഥ. കണക്ടിവിറ്റിയുടെ പ്രശ്നമൊക്കെ വന്നല്ലേ, കുറെ പ്രയാസപ്പെട്ടു ചേരാൻ? അതെ, ഒരുപാട് പ്രയാസപ്പെട്ടു. കാരണം വെച്ചാൽ ഇവിടെ പാലക്കാടാണ് ഞാൻ ഉള്ളത്. അപ്പൊ ഇവിടെ നെറ്റിന്റെ കുറച്ച് ഇഷ്യൂസ് ഉണ്ട്. പാലക്കാട് ഏതാ, സീരിയലാണോ, സീരിയൽ ഷൂട്ടിംഗ് ആണോ? അതെ, ഏത് സീരിയലാണ്? പറഞ്ഞ സീരിയലിന്റെ ലൊക്കേഷനിലാണ്. എന്താ കഥാപാത്രം? ഞാൻ നളിനി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വില്ലത്തിക്കം കോമഡി കഥാപാത്രമാണ്. എല്ലാ ജോണറിലുമുള്ള റോളുകളിൽ ആപ്റ്റാണ് മനീഷ എന്നാണ് പൊതുവെ സിനിമാ രംഗത്ത്, സീരിയൽ രംഗത്തുള്ള സംസാരം. കാരണം ഒരുപാട് ഞങ്ങൾ കാണുന്നത് പല പല കഥാപാത്രങ്ങളിലാണ്, അല്ലെ? ഹാസ്യ കഥാപാത്രമായി വന്നിട്ടുണ്ട്, വില്ലത്തിയായിട്ട് വന്നിട്ടുണ്ട്, സ്വഭാവ നടിയായിട്ട് വന്നിട്ടുണ്ട്. അങ്ങനെ എത്ര ക്യാരക്ടറിൽ നമ്മൾ കണ്ടു. അതോടൊപ്പം ഗായിക എന്നുള്ള നിലയിലും നമുക്കെല്ലാം സുപരിചിതയാണ് മനീഷ. എന്താണ് അപ്പോൾ പുതിയ സിനിമാ വിശേഷങ്ങൾ, സീരിയലിനപ്പുറമുള്ള വിശേഷങ്ങൾ എന്തൊക്കെയാണ് മനീഷ? എല്ലാം വളരെ സ്മൂത്ത് ആയിട്ട് പോകുന്നു.
വളരെ ഹാപ്പി ആയിട്ട് പോകുന്നു. ഈ പറഞ്ഞതുപോലെ നമ്മളെ സംബന്ധിച്ചെന്ന് പറയുമ്പോൾ എല്ലാവരുടെയും ഒരു സപ്പോർട്ട് കരുത്തൊന്നും അല്ലാതെ നമ്മൾ വർക്ക് ചെയ്യുന്ന തൊഴിലിടങ്ങളുടെ ഭാഗത്ത് നിന്നും ഒക്കെ നല്ല സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ ഒരു കലാകാരനെ സംബന്ധിച്ച് നിലനിൽപ്പുള്ളൂ. അപ്പോ അതെല്ലാം അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു. ഭയങ്കര പോസിറ്റീവാണ് ഈ സംസാരത്തിലും മുഖഭാവത്തിലൊക്കെ ഭയങ്കര പോസിറ്റീവാണ്. ഞാൻ ഒരുപാട് ഇന്റർവ്യൂസ് എടുത്ത് കണ്ടപ്പോഴൊക്കെ ഒരുപാട് മോശം സാഹചര്യങ്ങളിൽ കൂടി കടന്നു പോയിട്ട് പോലും അതൊക്കെ മാറ്റി വെച്ച് അത് നമുക്കും ഒരു വലിയ സന്തോഷം നൽകുന്നുണ്ട്, ആ മുഖഭാവവും സന്തോഷവും ഒക്കെ കേട്ടോ. അങ്ങനെയാണോ ജീവിതത്തിൽ മോശം സാഹചര്യങ്ങളൊക്കെ നമ്മുടെ മനസ്സുകൊണ്ട് ഏറ്റെടുത്താലേ അത് മോശമാവത്തുള്ളൂ. പൊതുവെ ജീവിതത്തോട് അങ്ങനെ ഒരു പോസിറ്റീവ് മെന്റാലിറ്റി ഉള്ള ആളാണല്ലേ? എല്ലാ സാഹചര്യങ്ങളും അതിജീവിക്കാൻ പറ്റുക എന്നുള്ളതാണ് ഒരു കലാകാരൻ ഏറ്റവും ആദ്യം പഠിക്കേണ്ട ഒരു കാര്യം. കലാകാരൻ എന്നല്ല, ഒരു മനുഷ്യൻ പഠിക്കേണ്ട ഒരു കാര്യം ഏത് സാഹചര്യങ്ങളെയും അതിജീവിക്കാൻ പറ്റുക എന്നുള്ള കാര്യത്താണ്, പ്രത്യേകിച്ച് സ്ത്രീകൾ. ഞാനൊക്കെ എന്റെ മകളോട് പറഞ്ഞു കൊടുക്കുന്ന ഏറ്റവും ആദ്യത്തെ ഉപദേശം എന്ന് പറയുന്നത് അതാണ്. എവിടെയാണെങ്കിലും ഒറ്റയ്ക്ക് നിന്ന് പോരാടാനുള്ള ഒരു കരുത്ത് നമ്മൾ സ്വയം ആർജിച്ചെടുക്കുക. അത് ആരും തരില്ല, നമ്മൾ സ്വയമായിട്ട് ഉണ്ടാക്കിയെടുക്കേണ്ടതാണ്. തീർച്ചയായും മനീഷയിലെ ആ ഒരു കരുത്തുറ്റ സ്ത്രീയെ നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ട്, പ്രത്യേകിച്ച് ഈ ബിഗ് ബോസ് എന്ന് പറയുന്ന ഷോയിൽ കൂടി അല്ലേ. മനീഷ എന്താണ് എന്നുള്ളത് പ്രേക്ഷകർക്കെല്ലാം ഇപ്പോൾ വളരെ വ്യക്തമാണ്. ഞാൻ മനസ്സിലാക്കുന്നത് വളരെ ഇമോഷണൽ ആയിട്ടുള്ള ഒരാളാണ്, പക്ഷേ സ്ട്രോങ് ആയ നിലപാട് പറയാൻ ഒട്ടും മടിയില്ലാത്ത ഒരാൾ കൂടിയാണ് അല്ലേ? അതെ അതെ. ഇമോഷണലി എന്നുള്ളതിന്റെ അർത്ഥം നമ്മൾ സ്ട്രോങ് അല്ല എന്നല്ല. ഇമോഷണൽ ആകുമ്പോൾ നമ്മൾ കുറച്ചുകൂടി സ്ട്രോങ് ആവും. നമുക്ക് എന്നെ സംബന്ധിച്ച് ഞാൻ പഠിച്ചിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ എന്ത് വികാരമാണെങ്കിലും അത് പ്രകടിപ്പിക്കാനുള്ളതാണ് അല്ലെ. അതിപ്പോ കരച്ചിലാണെങ്കിലും സ്നേഹമാണെങ്കിലും സന്തോഷമാണെങ്കിലും ദേഷ്യമാണെങ്കിലും ഒക്കെ നമ്മുടെ മനസ്സിൽ എന്താണെന്ന് തോന്നുന്നത് അത് മാന്യമായ രീതിയിൽ പ്രകടിപ്പിക്കുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാൻ പറ്റിയ ഏറ്റവും മനോഹരമായ ഒരു ജീവിതം എന്ന് പറയുന്നത്. അതാണ് ഞാൻ പഠിച്ചിട്ടുള്ളത്. ഈ പറഞ്ഞ ഒരു ബോൾഡ്നെസ് ഈ കരിയറിൽ, ഈ സിനിമ കരിയറിൽ ഗുണമാണോ ദോഷമാണോ ചെയ്തിട്ടുള്ളത്? ബോൾഡ് ആയിട്ടുള്ള സ്ത്രീകളെ പലപ്പോഴും മോശമായിട്ട് ചിത്രീകരിക്കുന്ന ഒരു സമൂഹം സിനിമ ഫീൽഡ് എന്നല്ല. അതിപ്പോ നമ്മൾ കുടുംബത്തിലാണെങ്കിലും നമ്മൾ വീട്ടിലാണ് കുറച്ച് തന്റേടിയായിട്ടുള്ള ഇട്ടുകൊണ്ടേയിരിക്കും അല്ലെ. അത് ഇന്ന ഫീൽഡ് എന്നൊന്നുമില്ല. ഒരു സ്ത്രീ ആയാൽ അവൾ തന്റേടിയാണോ, അവൾ പ്രതികരിക്കാൻ തയ്യാറായ, അല്ലെങ്കിൽ എന്തിനോടും ശക്തമായിട്ടുള്ള നിലപാടുകളും സ്വന്തമായിട്ടുള്ള ഒരു വ്യക്തിത്വം ഒക്കെ ഉള്ള ഒരു സ്ത്രീ ആണെങ്കിൽ അവർ തീർച്ചയായിട്ടും ആ സമൂഹത്തിൽ നിന്ന് ഒറ്റപ്പെട്ട് നിൽക്കേണ്ട ഗതികേട് വരും. അതാണ് നമ്മുടെ ഈ കാലഘട്ടം. അങ്ങനെ ഒരുപാട് അനുഭവങ്ങൾ മനീഷയ്ക്കുണ്ട് ജീവിതത്തിലും കരിയറിലും. തീർച്ചയായിട്ടും ഉണ്ട്, തീർച്ചയായിട്ടും. അത് കരിയറിനേക്കാൾ കൂടുതൽ ജീവിതത്തിലുണ്ട് എന്നുള്ളതാണ് ഏറ്റവും വലിയ രസം. ഈ സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഞങ്ങളുടെ കഴിഞ്ഞ 4-5 ദിവസമായി നമ്മുടെ ചർച്ചകൾ മുഴുവൻ ഓരോ ദിവസം ഇന്ന് ഇപ്പോൾ വെളിപ്പെടുത്തൽ ഇങ്ങനെ വരികയാണ്. ഈ സ്ത്രീകൾ, ഈ വനിതകൾ, ദുരനുഭവം നേരിട്ട ആളുകൾ പ്രതികരിക്കുന്നതിൻ്റെ എങ്ങനെയാണ് മനീഷ കാണുന്നത്? അത് അങ്ങനെ നേരത്തെ ഉണ്ടാകണമായിരുന്നു എന്നാണോ, അതോ ഇപ്പോൾ പ്രതികരണവുമായി രംഗത്ത് വന്നത് ഇപ്പോഴത്തെ ആപ്പ് ടൈമാണ് എന്നുള്ള വിലയിരുത്തലാണോ? പ്രതികരണങ്ങൾ നമ്മൾ അപ്പൂപ്പ ചെയ്യണമെന്ന് ഉള്ള നിലപാടിലുള്ള ഒരാളാണ് ഞാൻ. പക്ഷെ എന്നാലും ഈ പറഞ്ഞതുപോലെ ഒരു സ്പേസ് കിട്ടുമ്പോ ഇപ്പൊ എല്ലാവർക്കും ഇപ്പൊ എന്നെ പോലെ എല്ലാവരും ആയിക്കോണമെന്ന് നമ്മൾ ചാട്ടി പിടിക്കുന്നത് ശരിയല്ലല്ലോ. എല്ലാവർക്കും ചിലപ്പോൾ ആ ഒരു സമയത്ത് ചിലപ്പോ ഒരു സപ്പോർട്ടിന്റെ കുറവില്ലായ്മ കൊണ്ട് തന്നെ ചിലപ്പോൾ പ്രതികരിക്കാൻ പറ്റിയെന്ന് വരില്ല. ഇപ്പൊ ഒരു സപ്പോർട്ട് ഉണ്ടാവുമ്പോ ചിലപ്പോ പലരും മുന്നോട്ട് വരുന്നൊരു സാഹചര്യം ഉണ്ടാവും. പക്ഷെ എന്റെ അഭിപ്രായത്തിൽ ഇനിയെങ്കിലും ഇപ്പൊ നടന്നു പോകുന്നതും നമുക്ക് തിരിച്ചു വിളിക്കണം. ലൈഫ് എന്ന് പറയുന്നത് ഇവരുടെ പ്രതികരണങ്ങൾ അപ്പൊ തന്നെ ആവണം. അത് പിന്നീടത്തേക്ക് മാറ്റി വെക്കരുത്. അത് മാത്രമല്ല, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മളെ കുറിച്ച് ചിന്തിക്കാനും നമ്മളെ കുറിച്ച് പ്രവർത്തിക്കാനും നമുക്ക് വേണ്ടി സംസാരിക്കാനും നമ്മൾ മാത്രമേ ഉള്ളൂ എന്നുള്ളൊരു വിശ്വാസം നമുക്ക് എപ്പോഴും വേണം. അത് പിന്തള്ളാൻ നമ്മുടെ മനസ്സ് നമ്മളെ സഹായിക്കും എന്നുള്ളതാണ്. എന്ത് കാര്യങ്ങളും അത് അപ്പോഴത്തേക്ക് തന്നെ ശരിയാക്കണം. ഇപ്പൊ ഫോർ എക്സാമ്പിൾ, ഇപ്പം എനിക്കിപ്പോ ഒരു മോശമായിട്ട് ഒരു അനുഭവം ഉണ്ടായാൽ ആ സമയത്ത് ഞാൻ പ്രതികരിക്കുക. പിന്നീട് എപ്പോഴോ ഞാൻ അതിനെ കുറിച്ച് സംസാരിച്ചത് കൊണ്ട് അത് തിരിച്ച് നമുക്ക് നഷ്ടപ്പെട്ടു പോയ നല്ല കാലങ്ങളോ അല്ലെങ്കിൽ നമുക്ക് അനുഭവിക്കേണ്ടി വന്നിട്ടുള്ള ദുരനുഭവങ്ങളോ ഒന്നും തിരിച്ചു പിടിക്കാൻ പറ്റത്തില്ല. മനീഷയ്ക്ക് എങ്ങനെ അനുഭവം? മനീഷയെ കൂടെ പ്രതികരിക്കുന്ന ഫീൽഡാണല്ലോ, അതിനെതിരെയാണ്. മനീഷയ്ക്ക് എങ്ങനെ ഒരുപാട് അനുഭവങ്ങളിൽ പ്രതികരിക്കേണ്ടി വന്നിട്ടുണ്ടോ? ഒരുപാട് അങ്ങനെ പ്രതികരിക്കുന്ന ആളായത് കൊണ്ട് തന്നെ പല സ്ഥലങ്ങളിലും മാറ്റി നിർത്തപ്പെടുകയും ചെയ്തിട്ടുണ്ട് ഞാൻ. നിങ്ങൾക്കറിയാം, ഈ പറഞ്ഞതുപോലെ
എന്നിൽ കോൺഫിഡൻസ് ഉള്ള ഒരാളാണ് ഞാൻ. എന്റെ കഴിവിൽ, അതിപ്പോ പാട്ടാണെങ്കിലും അഭിനയമാണെങ്കിലും ഞാൻ വളരെ കോൺഫിഡന്റ് ആയിട്ടുള്ള ഒരാളാണ്. പക്ഷെ അത് ഓവർ കോൺഫിഡൻസ് അല്ല, അഹങ്കാരമല്ല. എന്റെ കുറവുകൾ നന്നായിട്ട് മനസ്സിലാക്കി തന്നെ ജീവിക്കുന്ന ഒരാളാണ്. പക്ഷെ എനിക്ക് സ്വയം തോന്നിയിട്ടുണ്ട്, അയ്യോ എനിക്ക് കുറച്ചുകൂടി അവസരങ്ങൾ വരണമായിരുന്നല്ലോ. പക്ഷെ ഈ പറഞ്ഞതുപോലെ ഒരാളുടെ കയ്യും കാലും പിടിച്ച് അല്ലെങ്കിൽ അവരാഗ്രഹിക്കുന്ന പലതും ചെയ്തു കൊടുത്ത് അവസരങ്ങൾ നേടാൻ താല്പര്യമില്ലാത്ത ഒരാളാണ്. സൗഹൃദങ്ങളൊക്കെ ജീവിതത്തിൽ ഇപ്പൊ തെറ്റ് ചെയ്യാത്ത മനുഷ്യന്മാരൊന്നുമില്ല. അതുപോലെ തന്നെയാണ് ഞാനും. എന്റെ ജീവിതത്തിൽ പല തെറ്റുകളും സംഭവിച്ചിട്ടുണ്ടാവാം. പക്ഷെ അതൊന്നും വേറൊരാളുടെ ജീവിതത്തെ ബാധിക്കുന്നതോ അല്ലെങ്കിൽ എന്റെ ജീവിതത്തിൽ നിതാന്തമായിട്ടൊരു കുഴിയിൽ അകപ്പെടുത്തുന്ന രീതിയിലുള്ള ഒരനുഭവങ്ങളും എന്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല. ഞാൻ ഈ പറഞ്ഞതുപോലെ എന്തുണ്ടായാലും അത് അപ്പോ ആ സമയത്ത് പ്രതികരിക്കുന്ന ഒരാളാണ്. അതിനു വേണ്ടിയിട്ട് ഇനിയിപ്പം ആൾക്കാർ എന്നെ മാറ്റി നിർത്തിയാലും എനിക്കതൊരു വിഷയമല്ല. ഞാൻ എപ്പോഴും പറയുന്ന ഒരു കോട്ടുണ്ട്, അതായത് പട്ടിണി കിടന്നാലും അന്തസ്സോടെ പട്ടിണി കിടന്ന് മരിക്കാൻ ഞാൻ തയ്യാറാണ് എന്നതാണ്. മനീഷ, ഇപ്പോൾ ഈ സിനിമാ മേഖലയിൽ മാത്രമാണ് ഇങ്ങനെ എന്നുള്ള ഒരു ചിന്ത കൂടി പലർക്കും ഉണ്ടായിട്ടുണ്ട് ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ. പക്ഷെ അങ്ങനെയല്ല, സ്ത്രീകൾ ഏത് തൊഴിലിടത്തിൽ എത്തിയാലും സമാനമായ ഒരു കുടുംബത്തിൽ പോലും പെൺകുട്ടികൾ സുരക്ഷിതരല്ല. അതെ, ഒരു കുടുംബത്തിൽ പോലും. ഞാൻ ചോദിക്കട്ടെ, അമ്മാവന്മാരെ കൊണ്ട്, തൊട്ടടുത്ത വീട്ടിലെ അങ്കിൾമാരെ കൊണ്ട്, കുടുംബത്തിൽ വരുന്ന ചേട്ടന്റെ ബ്രദേഴ്സിനെ കൊണ്ടൊക്കെയും പ്രശ്നങ്ങൾ നേരിടുന്ന എത്രയോ പെൺകുട്ടികളുണ്ട്. അപ്പൊ കുടുംബത്തിൽ നിന്ന് തന്നെ തുടങ്ങണം ഇതൊക്കെ. തീർച്ചയായും എന്റെ അഭിപ്രായത്തിൽ നമ്മൾ പെൺകുട്ടികളെ അവിടെ ഇറങ്ങരുത്, ഇവിടെ ഇങ്ങനെ നടക്കണം, ശരീരം മുഴുവൻ കവർ ചെയ്യണം എന്നൊക്കെ പെൺകുട്ടികളെ പഠിപ്പിക്കുന്നതിനേക്കാൾ അപ്പുറം ആൺകുട്ടികളോട് ഒരു പെൺകുട്ടിയെ എങ്ങനെ സമീപിക്കണം എന്നുള്ളത് പഠിപ്പിക്കുക എന്നുള്ളതാണ് ഏറ്റവും ബേസിക് ആയിട്ടുള്ള എന്താ പറയുക ഒരു മാറ്റം എന്ന് ഞാൻ പറയാം. ഒരു ആൺകുട്ടിയെ പഠിപ്പിച്ചു കൊടുക്കണം പെൺകുട്ടിയോട് എങ്ങനെ പെരുമാറണം എന്ന്. തീർച്ചയായും ഈ സീരിയൽ മേഖലയിലും അതോടൊപ്പം തന്നെ ഒരു ഗായിക കൂടിയാണ്. അപ്പോൾ ഈ പ്രൊഫഷണൽ ആ ഒരു ഗായിക ആ ഒരു മേഖലയിലും സമാനമായ രീതിയിലുള്ള മോശം അനുഭവങ്ങൾ അല്ലെങ്കിൽ പ്രവണതകൾ ഉണ്ട് എന്നാണോ? ഞാൻ പറഞ്ഞില്ലേ, സീരിയൽ മേഖലയിലാണെങ്കിൽ എനിക്ക് ഏറ്റവും കൂടുതൽ മോശമായിട്ടുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടുള്ളത് സംഗീത രംഗത്ത് നിന്നാണ്. സംഗീത രംഗത്ത് നിന്ന് പല ആൾക്കാരും മോശപ്പെട്ട രീതിയിൽ. ഇതിപ്പം ഞാനൊരു കാര്യം പറയട്ടെ, ശരീരത്തിൽ ടച്ച് ചെയ്യുന്നത് മാത്രമല്ല പീഡനം എന്ന് പറയുന്നത്, മാനസികമായിട്ടുള്ളതും പീഡനം തന്നെയാണ്. ഇപ്പം ഞാനിപ്പോ സീരിയൽ രംഗത്തേക്ക്, ഇപ്പൊ അഭിനയ രംഗത്തേക്ക് ഞാൻ വന്നപ്പോ എന്റെ കൂടെ പാടിക്കൊണ്ടിരുന്ന ആൺ സുഹൃത്തുക്കളിൽ ഈ പറഞ്ഞതുപോലെ ചില ആൾക്കാരൊക്കെ എന്നെ കുറിച്ച്, അയ്യോ സീരിയലിൽ ഇപ്പൊ ഫുൾ മനീഷ ഇങ്ങനെ സപ്ലൈ ചെയ്തുകൊണ്ട് നടക്കാണെന്നുള്ള രീതിയിലൊക്കെ സംസാരിക്കുന്ന എത്രയോ ആൺ സുഹൃത്തുക്കൾ ഉണ്ടെന്ന് അറിയാമോ? നമ്മുടെ ക്യാരക്ടർ അസോസിയേഷൻ നടത്തുന്ന ഒരുപാട് ആൺ സുഹൃത്തുക്കളുണ്ട്. അപ്പൊ ഇതൊക്കെ ഒരു സ്ത്രീയെ സംബന്ധിച്ച് വലിയ പീഡനങ്ങളാണ്, പ്രത്യേകിച്ച് ഒറ്റയ്ക്ക് ജീവിക്കുന്ന ഒരു സ്ത്രീ എന്നുള്ള നിലയിൽ. ഞാനൊരു സിംഗിൾ പാരന്റ് ആണ്, ഞാനൊരു ഡിവോഴ്സ്ഡ് ആയിട്ടുള്ള ഒരാളാണ്. അപ്പോൾ ആ ഒരു നിലയിൽ ഞാൻ ഫൈറ്റ് ചെയ്ത് ഞാൻ ജീവിക്കുമ്പോൾ അതിനെക്കുറിച്ച് വളരെ മോശമായിട്ടുള്ള രീതിയിൽ നമ്മൾ ചിത്രീകരിക്കുന്ന ഒരുപാട് ഗായക സുഹൃത്തുക്കളുണ്ട്. പിന്നെ എന്നെ സംബന്ധിച്ച് എനിക്ക് പുരുഷന്മാരെക്കാൾ കൂടുതൽ സ്ത്രീകളിൽ നിന്നാണ് എനിക്ക് ഏറ്റവും കൂടുതൽ മാനസിക പീഡനം അനുഭവിക്കേണ്ടി വന്നിട്ടുള്ളത്. ഈ സീരിയൽ രംഗത്തും ഒരു ഹേമ കമ്മീഷൻ വേണമെന്നാണ് പലപ്പോഴും ഈ ആവശ്യം ഉയർന്നിരിക്കുന്നത്. നമ്മൾ സിനിമയെക്കുറിച്ച് മാത്രം ചർച്ച ചെയ്യുന്നു. ഏറ്റവും കൂടുതൽ ഇത്തരം സംഭവങ്ങൾ സിനിമയേക്കാൾ കൂടുതൽ നടക്കുന്ന രംഗമാണ് സീരിയൽ എന്ന് ഇന്നലെ ഒരു കലാകാരൻ എന്നോട് സംസാരിച്ചു. അതിലെന്തെങ്കിലും അർത്ഥമുണ്ടോ മനീഷ? ഇതിലിപ്പം എന്റെ അനുഭവം മാത്രമേ എനിക്ക് പറയാൻ പറ്റുള്ളൂ. ഞാൻ വേറൊരാൾക്ക് വേണ്ടിയിട്ട് ഞാൻ സംസാരിക്കേണ്ട ആവശ്യമില്ല, അത് അവരാണ് സംസാരിക്കുന്നത്. ഇപ്പൊ എന്നെ സംബന്ധിച്ചെന്ന് പറഞ്ഞാൽ ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യം, ഇപ്പൊ എന്റെ കുടുംബത്തിൽ നിന്ന് ഞാൻ ഈ സിനിമാ രംഗത്തേക്ക് വന്നപ്പോ വളരെ എന്താ പറയാ സ്ട്രോങ് ആയിട്ട് എല്ലാവരും അയ്യോ അത് അങ്ങനെയാണ്, സിനിമാ രംഗം അഭിനയ രംഗം അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞു. എന്റെ അനുഭവത്തിൽ നിന്ന് ഞാൻ എടുത്ത നിലപാടുകളിൽ ഉറച്ച് ഞാൻ ഒരു സ്ട്രോങ് ആയിട്ട് തീരുമാനങ്ങൾ എടുത്ത് ഡിസിഷൻസ് എടുത്ത് മുന്നോട്ട് പോകുന്നത് കൊണ്ട് എനിക്ക് കുഴപ്പങ്ങളില്ല എന്ന് ഞാൻ പറയുന്നില്ല. എനിക്ക് ധൈര്യമുണ്ട് ഈ മുന്നോട്ട് പോകാൻ. കാരണം വെച്ചാൽ എവിടെ പോയാലും അത് പ്രതികരിക്കാൻ എനിക്ക് പറ്റും. അപ്പൊ എല്ലാവരും അങ്ങനെ ആവണം എന്നാണ് ഞാൻ ആഗ്രഹം. അപ്പൊ നമ്മളിപ്പം എണ്ണം കുറയും അല്ലേ? നമ്മളെ അപ്രോച്ച് ചെയ്ത് വരുന്ന എണ്ണം കുറയും നമ്മളിങ്ങനെ നിലപാടുകാരിയാണെന്ന് ഒരു ബോധ്യം വന്നു കഴിയുമ്പോൾ. തീർച്ചയായിട്ടും അവസരങ്ങൾ കുറയുമായിരിക്കാം ചിലപ്പോൾ. പക്ഷെ നമ്മുടെ എന്താ പറയാ നമുക്ക് അഭിമാനത്തോടു കൂടി നമുക്ക് നിലനിൽക്കാൻ പറ്റും എന്നുള്ളതാണ്. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ എനിക്കിങ്ങനെ സംഭവിച്ചില്ല എന്നുള്ളത് കൊണ്ട് മറ്റുള്ളവർക്കും ആർക്കും ഇങ്ങനെ സംഭവിച്ചില്ലെന്ന് പറയാനും പറ്റില്ല. കാരണം എന്ന് വെച്ചാൽ ഇങ്ങനെ ഒരുപാട് ദുരനുഭവങ്ങളുള്ള ഒരുപാട് സുഹൃത്തുക്കൾ എനിക്കുണ്ട്. അപ്പൊ എന്റെ അഭിപ്രായത്തിൽ ഇങ്ങനെ ഇത്തരം എന്താ പറയാ നടപടികൾ ഭാവിയിലുള്ള കുട്ടികൾക്ക് ഒരു കരുത്തായിട്ട് അവർക്കൊരു സപ്പോർട്ടായിട്ട് വരിക എന്ന് പറയുന്നത് വലിയ സന്തോഷമുള്ളൊരു കാര്യമാണ്. കാരണം എന്ന് വെച്ചാൽ
ഇനിയെങ്കിലും ഇതൊക്കെ ഉന്മൂലനം ചെയ്യേണ്ട ഒരു സമയമായിരിക്കും. ഈ സിംഗിളായി ജീവിക്കുന്നു, ഡിവോഴ്സ്ഡ് ആണ് എന്നൊക്കെ ഉള്ളത് ഇവർക്ക് ഒരു കുറച്ചുകൂടി അപ്രോച്ച് ചെയ്യാനുള്ള ഒരു അവസരമായി കാണുന്നവരുമുണ്ട് അല്ലേ? തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. അത്തരക്കാര് സിനിമയിലും ഇപ്പൊ ഞാനൊരു കാര്യം പറയട്ടെ, ഇപ്പൊ സിനിമ സീരിയൽ മേഖലയും അല്ലെങ്കിൽ സംഗീത മേഖലയൊക്കെ എടുത്ത് മാറ്റി നിർത്തപ്പെട്ടെ. ഞാനിപ്പോ ഒരു ഇന്റർവ്യൂല് എന്റെ അഭിപ്രായങ്ങൾ ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഇപ്പം ന്യൂസ് 18 ഈ ഒരു ഇന്റർവ്യൂയുടെ താഴെ തന്നെ പലവരും വന്ന് കമന്റ് ഇടും. ഈ കമന്റ് ഇടുന്ന ആൾക്കാർ ഇവരൊക്കെ വെറുതെ വീട്ടിലിരിക്കുന്ന ആൾക്കാരാണ്. ഇതൊക്കെ ഒരുതരം പീഡനങ്ങളാണ് സത്യം പറഞ്ഞത്. ഒരു ഇന്റർവ്യൂല് ഞാൻ എന്റെ അഭിപ്രായം പറഞ്ഞപ്പോ അതിന്റെ താഴെ വന്ന ഒരാള് കമന്റ് ഇട്ടത് എന്താന്ന് വെച്ചാല്, ഇവളാണ് ശരിയൊന്നുമല്ല, ഇവളെ ദുബായ് ഗ്ലോബൽ വില്ലേജിൽ വെച്ച് ഒരു പാകിസ്ഥാനിയുടെ കൂടെ പോലീസ് പിടിച്ചതാണ്. അപ്പൊ അതിന്റെ തൊട്ട് താഴെ വേറെ അതിന് മറുപടിയായിട്ട് വേറെ ഒരുത്തൻ കമന്റ് ഇട്ടിരിക്കുന്നത്, ഈ പോലീസുകാരുടെയൊക്കെ കുഴപ്പം ഇതാണ്, ഇവര് പണി മുഴുവൻ സമ്മതിക്കില്ല. ഇതാണ് ജനങ്ങൾ. അപ്പൊ ഒരു തൊഴിലിടം അല്ലെങ്കിൽ സിനിമാ മേഖല, സീരിയൽ മേഖല അങ്ങനെ സെപ്പറേറ്റ് പറയേണ്ട കാര്യമേ ഇല്ല. പീഡനങ്ങൾ എല്ലാ സ്ഥലത്തും നടക്കുന്നു. ഈ ഒരുപാട് ആളുകൾ മനീഷയെ പോലെ തുറന്നു പറയാൻ പറ്റാത്ത ആളുകൾ പരസ്പരം സംസാരിക്കുന്നവരുമുണ്ടല്ലോ. മനീഷയുടെ സുഹൃത്തുക്കളൊക്കെ ആയാലും അവർക്കൊക്കെ അവരുടെ അവസരം, അവർക്കൊക്കെ മറ്റൊരു അവസ്ഥയായിരിക്കാം പലപ്പോഴും. അങ്ങനെ ഒരുപാട് ആളുകൾ സംസാരിക്കാറുണ്ടോ? സംസാരിക്കാറുണ്ട് വിഷമങ്ങളൊക്കെ. അപ്പൊ എന്റെ അഭിപ്രായം നീ തന്നെ അത് തുറന്നു പറയാം. ഇപ്പൊ ഞാൻ ഒരാൾക്ക് വേണ്ടി സംസാരിച്ചാൽ നീ ആരാണിത് ചോദിക്കാൻ എന്നുള്ളൊരു ചോദ്യം വരും സ്വാഭാവികമായും. ആദ്യം അവര് പ്രതികരിച്ചതിന് ശേഷമല്ലേ നമുക്ക് ഒരു സ്റ്റെപ്പ് എടുക്കാൻ പറ്റുള്ളൂ. അവര് പ്രതികരിച്ചതിന് ശേഷം അതിൽ നമുക്ക് ഇടപെടാൻ പറ്റും. അതല്ലാതെ അവര് മിണ്ടാണ്ടിരിക്കുകയും നമ്മൾ കയറി അതില് അഭിപ്രായം പറയുകയും ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന പ്രശ്നങ്ങൾ അത് വേറെയാണ്. അപ്പൊ അത്തരം പറഞ്ഞോളൂ മാഡം. അപ്പൊ അത്തരം കാര്യങ്ങളിൽ എന്റെ അഭിപ്രായത്തിൽ അവര് തന്നെ അതിനൊരു പോംവഴി കാണുകയും ഒരു സഹായം ആവശ്യപ്പെടുകയും ചെയ്യുന്നതായിരിക്കും ഏറ്റവും ബെസ്റ്റ്. ഇപ്പൊ ഈ പറഞ്ഞതുപോലെ 10 വർഷങ്ങൾക്ക് മുന്നേ 12 വർഷങ്ങൾക്ക് മുന്നേയും ഒക്കെ പല ഇന്റർവ്യൂകളാണെങ്കിലും പലരും തുറന്നു പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ശ്വേത മേനോന്റെ ഒരു വീഡിയോ ഞാൻ കണ്ടായിരുന്നു. അപ്പൊ ശ്വേത അതിനകത്ത് ചോദിച്ചൊരു കാര്യമുണ്ട്, ഞാൻ അന്ന് പരാതി കൊടുത്ത സമയത്ത് ഈ മീഡിയകൾ തന്നെ എന്നെ ക്യാരക്ടറിനെ വിശകലനം ചെയ്തിട്ടുള്ള വളരെ മോശമായിട്ടുള്ള രീതിയിൽ എന്നെ ചിത്രീകരിച്ചുകൊണ്ട് നിങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ടായിട്ടുണ്ടെന്ന്. അപ്പൊ ഇതാണ് ഏറ്റവും വലിയ പ്രശ്നം. നമ്മളൊരു കാര്യം പറയും, നമ്മൾ പറയാൻ അതിനൊരു എനർജി, ഒരു ഊർജം നമ്മൾ എടുക്കുമ്പോൾ അതെല്ലാം ഇല്ലാതാക്കി കളയുന്ന രീതിയിലാണ് പലപ്പോഴും മീഡിയാസ് ആണെങ്കിലും ജനങ്ങളാണെങ്കിലും പ്രതികരിക്കുന്നത്. ഒരു സ്ത്രീ ഇന്നൊരു നടി അല്ലെങ്കിൽ അഭിനയിക്കാൻ പോകുന്നു എന്ന് പറയുമ്പോഴേക്കും തന്നെ അവരൊരു നിഗമനത്തിൽ എത്തുകയാണ്, ഓ ഇവൾ ഇങ്ങനെയാണ്. അങ്ങനെ അല്ലാത്ത ഒരുപാട് ആൾക്കാർ ഈ ഭൂമിയിലുണ്ട്. എന്റെ അടുത്ത് ഞാൻ എപ്പോഴും എല്ലാ ഇന്റർവ്യൂകളിലും ഞാൻ പറയുന്ന ഒരു കാര്യമാണ്, എന്റെ അടുത്ത് ചോദിക്കുന്ന ഒരു ചോദ്യം, ഗായിക എന്നുള്ള നിലയിലും അഭിനേത്രി എന്നുള്ള നിലയിലും 2 തരത്തിലാണ് ജനങ്ങൾ നിങ്ങളെ കാണുകയുണ്ടാവുക. അപ്പൊ ഈ ഒരു 2 ഡിഫറൻസിയേഷൻ എങ്ങനെയാണ് നിങ്ങൾ എങ്ങനെയാണ് അത് കാണുന്നത് എന്ന് ചോദിച്ചപ്പോ ഞാൻ ചോദിച്ച ഒരൊറ്റ ഒരു കാര്യമുള്ളൂ, ഒരു സ്ത്രീ പിഴയ്ക്കണം എന്നുണ്ടെങ്കിൽ 4 ചുമരുകൾ പുള്ളിൽ നിന്നുകൊണ്ടാവാം, അതിന് ഇന്ന മേഖല വേണം എന്ന്. തീർച്ചയായും. എന്തായാലും കണക്ടിവിറ്റിയുടെ ഒരു വലിയ പ്രശ്നം, സാങ്കേതിക പ്രശ്നമുണ്ട്. ദയവായി എന്തായാലും നന്ദി ഇത്രയും സമയം ഞങ്ങളോട് സംസാരിച്ചതിന്. വളരെ ബോൾഡായുള്ള വാക്കുകൾ, അത് പലർക്കും പ്രചോദനമാകട്ടെ എന്ന് കൂടി നമുക്ക് കരുതാം. വളരെ സന്തോഷം. തീർച്ചയായിട്ടും ഇനി സ്ത്രീ പ്രത്യേകിച്ച് ഇത്തരം മേഖലകളിലേക്കൊക്കെ വരുന്ന സ്ത്രീകൾ കുറച്ചുകൂടി കരുത്തുറ്റതാവണം, അഭിപ്രായങ്ങൾ വളരെ ശക്തമായിട്ട് ഉന്നയിക്കാനുള്ള മനസ്സ് അവർക്കുണ്ടാവണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് ഒരു പ്രശ്നങ്ങൾ ഉണ്ടായാൽ തീർച്ചയായിട്ടും അത് ഉന്മൂലനം ചെയ്യേണ്ടത് അത്യന്താപേക്ഷിതമായിട്ടുള്ള കാര്യമാണ്. കാരണം നമ്മളെ പോലുള്ളവർക്കൊക്കെയും ജീവിക്കേണ്ടത്, ഇപ്പൊ ഞാനൊക്കെ ജീവിക്കുന്നത് ഈ ഒരു വരുമാനം കൊണ്ടാണ്. അപ്പോ നമുക്കൊക്കെ ജീവിക്കാൻ ഉപജീവന മാർഗം തുറന്ന് സുരക്ഷിതമായിട്ട് കിട്ടുക എന്നുള്ളത് ഏറ്റവും അനിവാര്യമായിട്ടുള്ള ഒരു സംഗതിയാണ്. അപ്പൊ അത് എല്ലാവർക്കും അങ്ങനെ സംഭവിക്കട്ടെ, സുരക്ഷിതരാകട്ടെ എല്ലാവരും എന്ന് ഞാൻ തീർച്ചയായും. ഇനി വരുന്ന പ്രൊജക്ടിനും എല്ലാവിധ ആശംസകളും. താങ്ക് യു മനീഷ, താങ്ക് യു സോ മച്ച്. നമുക്കിനി കർണാടകയിലേക്കൊന്ന് പോകണം. അർജുനായുള്ള ബന്ധപ്പെട്ട തെരച്ചിൽ, അത് മണ്ണിടിച്ചിൽ കാണാതായ അർജുനായുള്ള തെരച്ചിൽ പുനരാരംഭിക്കണം എന്നാവശ്യപ്പെട്ട കുടുംബം കർണാടക ഉപമുഖ്യമന്ത്രി DK ശിവകുമാറിനെ കാണുന്നുണ്ട്. തെരച്ചിലിനായി ഗോവയിൽ നിന്നുള്ള ഡ്രഡ്ജർ എത്തിക്കുന്നത് വേഗത്തിലാക്കണമെന്നാവശ്യപ്പെടും. MK രാഘവൻ MP, AK അഷ്റഫ് MLA എന്നിവരോടൊപ്പമാകും കുടുംബം ബംഗളൂരുവിൽ എത്തുക. ഇതിനിടെ നാവികസേനയുടെ സംഘം ഗംഗാവാലി പുഴയിൽ ലോറി മാർക്ക് ചെയ്ത സ്ഥലത്ത് സോണാർ പരിശോധന നടത്തി. KV ബൈജു വിവരങ്ങൾ പങ്കുവെക്കും. ബൈജു, തെരച്ചിലിൽ ഒരു ഭാഗികമായെങ്കിലും തുടരുന്നുണ്ട് എന്നാണ് മനസ്സിലാകുന്നത്. ഇതിനിടയിലാണ് കുടുംബം കർണാടക ഉപമുഖ്യമന്ത്രിയെ കാണുന്നത്. ഇനി എന്തൊക്കെ വഴികളാണ് ബാക്കിയുള്ളത്?
അർജുനെ കണ്ടെത്താനായുള്ള തിരച്ചിൽ പുനരാരംഭിക്കണമെന്ന് ആവശ്യപ്പെടാനാണ് കുടുംബം നാളെ ഉപമുഖ്യമന്ത്രി DK ശിവകുമാറിനെ കാണുന്നത്. ബംഗളൂരുവിൽ നാളെ 4 മണിക്കാണ് കൂടിക്കാഴ്ച. കുടുംബത്തോടൊപ്പം MK രാഘവൻ MP-യും AKM അഷ്റഫ് MLA-യും ഉണ്ടാകും. ഏതായാലും അനുകൂലമായ ഒരു നിലപാട് കർണാടക സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകും എന്ന ഒരു പ്രതീക്ഷ തന്നെയാണ് കുടുംബത്തിനുള്ളത്. 1 കോടിയോളം രൂപ ചെലവ് വരുന്ന ഡ്രഡ്ജർ, അതായത് ഗോവയിൽ നിന്നുള്ള ഡ്രഡ്ജർ എത്തിച്ച് തെരച്ചിൽ നടത്താമെന്നായിരുന്നു നേരത്തെ കർണാടക സർക്കാർ നൽകിയ ഉറപ്പ്. 45 മീറ്റർ താഴ്ചയിൽ ഇത്തരത്തിൽ മണ്ണ് അതുപോലെ തന്നെ കല്ലൊക്കെ നീക്കം ചെയ്യാൻ കഴിയുന്ന ഒരു യന്ത്രമാണിത്. ആ യന്ത്രം ഇവിടെ എത്തിക്കുന്നതിന് ഏതെങ്കിലും തരത്തിൽ തടസ്സമില്ല, സാങ്കേതിക പ്രശ്നങ്ങളില്ല എന്ന് നേരത്തെ തന്നെ പരിശോധനയിൽ കണ്ടെത്തിയിരുന്നു. അതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് ഈ യന്ത്രം എത്തിച്ച് ഇത്തരത്തിൽ തെരച്ചിൽ നടത്തി അർജുനെ കണ്ടെത്തണമെന്നൊരു ആവശ്യമാണ് കുടുംബത്തിനുള്ളത്. അത് ഉപമുഖ്യമന്ത്രി DK ശിവകുമാറിനെ കണ്ട് കുടുംബം ബോധ്യപ്പെടുത്തും. എന്തായാലും നിലവിൽ 4 നോട്ട്സാണ് പുഴയുടെ അടിയൊഴുക്ക്. കഴിഞ്ഞ ദിവസം നേവിയുടെ നേതൃത്വത്തിൽ ഒരു പരിശോധന നടത്തിയിരുന്നു. കാരണം ഈ തെരച്ചിൽ പുനരാരംഭിക്കുന്നതിന്റെ ഭാഗമായാണ് ഈ പരിശോധന നടത്തിയത്. ആ തെരച്ചിലിൽ പരിശോധനയിൽ 4 നോട്ട്സാണ് പുഴയുടെ അടിയൊഴുക്ക് കണ്ടെത്തിയത്. അത് കഴിഞ്ഞ ദിവസങ്ങളിൽ 2 നോട്ട്സ് ആയിരുന്നു. ഏതായാലും 2 ദിവസങ്ങളിലായി ഈ പ്രദേശത്ത് ശക്തമായ മഴയുണ്ട്. അതുകൊണ്ടാണ് പുഴയുടെ അടിയൊഴുക്ക് വീണ്ടും വർദ്ധിച്ചത്. ഇനിയും ഇത്തരത്തിൽ മഴ ശക്തി പ്രാപിച്ചാൽ അത് തെരച്ചിലിനെ പൂർണ്ണമായും നിർത്തിവെക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് കടക്കും. അതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് തിരച്ചിൽ തുടരണമെന്ന കുടുംബം ആവശ്യപ്പെടും. ഈ കർണാടക സർക്കാരിന്റെ ഭാഗത്തുനിന്ന് അനുകൂലമായ ഒരു നിലപാട് ഉണ്ടാകുമെന്ന ഒരു പ്രതീക്ഷയിൽ തന്നെയാണ് കുടുംബം ബാംഗ്ലൂരുവിലേക്ക് പുറപ്പെടുന്നത്. എന്തായാലും ലോറിയുടെ ചില വസ്തുക്കൾ കണ്ടെത്തിയ ആ സ്ഥലം അവിടെയായിരിക്കും ആദ്യ ഘട്ടത്തിൽ പരിശോധന നടത്തുക. 10 ദിവസത്തെ പരിശോധന, അതായത് അവസാന ഘട്ടം എന്ന നിലയിൽ 10 ദിവസത്തെ പരിശോധനയാണ് ഇത്തരത്തിൽ തെരച്ചിലാണ് നടത്തുക. അത് നേരത്തെ തന്നെ തെരച്ചിൽ നിർത്തിവെക്കുന്ന സാഹചര്യത്തിൽ തന്നെ ഈ കർണാടക സർക്കാർ വ്യക്തമാക്കിയതാണ്. എന്തായാലും ജില്ലാ ഭരണകൂടത്തിന് ഇത്രയും വലിയൊരു തുക ചെലവഴിക്കാൻ കഴിയാത്തതുകൊണ്ടാണ് ഇത് കർണാടക സർക്കാരിൻ്റെ ഭാഗത്ത് ഇത്തരത്തിൽ കാത്തു നിൽക്കേണ്ട ഒരു സാഹചര്യം വന്നത്. അതുകൊണ്ട് തന്നെയാണ് കുടുംബം കർണാടക സർക്കാരിനെ നേരിട്ട് കണ്ട് ഇത്തരത്തിൽ വളരെ പെട്ടെന്ന് തന്നെ തെരച്ചിൽ തുടരണമെന്ന ഒരു ആവശ്യം ഉന്നയിക്കുക. എന്തായാലും വരും ദിവസങ്ങളിൽ മഴ ശക്തമായ ഈ പ്രദേശങ്ങളിൽ ഉണ്ടാകുന്ന ഒരു മുന്നറിയിപ്പ് കൂടി വന്ന സാഹചര്യത്തിൽ വളരെ പെട്ടെന്ന് തന്നെ തെരച്ചിൽ നടത്തണമെന്ന ഒരു ആവശ്യമായിരിക്കും കുടുംബം ഉന്നയിക്കുക. ഏതായാലും നാളെ നിർണായകമായ കൂടിക്കാഴ്ചയാണ്. അതിനുശേഷം കർണാടക സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും പ്രഖ്യാപനം ഉണ്ടാകും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഏതായാലും തിങ്കളാഴ്ചയോടുകൂടി തെരച്ചിൽ തുടരുമെന്ന ഒരു പ്രതീക്ഷയിൽ തന്നെയാണ് കുടുംബമുള്ളത്. SKV ബൈജുവിന്റെ റിപ്പോർട്ടാണ് നമ്മൾ കണ്ടത്. എന്തായാലും രഞ്ജിത്ത്, ഇനി നമ്മൾ നമ്മുടെ സ്പെഷ്യൽ സെഗ്മെന്റിലേക്ക് കടക്കുകയാണ്. നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു ബർത്ത്ഡേ ആനിവേഴ്സറി മാത്രമല്ല, അതിനപ്പുറം അവർക്ക് എന്ത് സന്തോഷം പങ്കുവയ്ക്കാം. അങ്ങനെ ഒരു സ്പെഷ്യൽ ദിവസം പങ്കുവയ്ക്കാനാണല്ലേ നമ്മളോടൊപ്പം ചിത്ര തൻവിയാണ് ചേരുന്നത്. ചിത്ര, സ്വാഗതം, മോർണിംഗ് വൈബ്സിലേക്ക് സ്വാഗതം. എന്താ ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത എന്താ? ഒരുപാട് സന്തോഷം കാണാം മുഖത്ത്. സന്തോഷവും അല്ല, എന്നെ സംബന്ധിച്ച് ഓഗസ്റ്റ് 27 എന്ന് പറയുന്നത് ഒരു ഓഗസ്റ്റ് 27 എല്ലാം നഷ്ടപ്പെട്ടിട്ട് തിരിച്ച് വേറൊരു ഓഗസ്റ്റ് 27 മുതൽ എനിക്ക് എന്റെ എല്ലാ നല്ല കാര്യങ്ങളും നടക്കുന്നത് ഓഗസ്റ്റ് 27-നാണ്. അപ്പൊ അത് കാരണം എന്റെ ജീവിതത്തിൽ അതൊരിക്കലും മറക്കാൻ പറ്റാത്ത ദിവസങ്ങൾ തന്നെയാണ്. എന്റെ നല്ല പല കാര്യങ്ങളും നടന്നിട്ടുള്ളതും ഓഗസ്റ്റ് 27-നാണ്. അപ്പൊ അതുകൊണ്ട് എനിക്ക് എന്റെ ബർത്ത്ഡേക്കാളും ഓഗസ്റ്റ് 27 എന്ന് പറയുന്ന ദിവസം ഒരു വർഷത്തിലെ ഓഗസ്റ്റ് 27 എന്ന് പറയുന്നത് എനിക്ക് വലിയ ഇമ്പോർട്ടന്റ് ഉള്ളതാണ്. അപ്പം അത് ന്യൂസ് 80 ഇങ്ങനെ ഇട്ടപ്പം പെട്ടെന്ന് അതിലൊന്ന് വരണമെന്ന് തോന്നി. അങ്ങനെയാണ് ഞാൻ വന്നത്. ഈ നഷ്ടപ്പെട്ടത് നമുക്ക് മറക്കാം, തിരിച്ചു കിട്ടിയ സന്തോഷം ഒന്ന് പങ്കുവെക്കാം. എന്തൊക്കെയാണ് ജീവിതത്തിന് പോസിറ്റീവായിട്ട് സംഭവിച്ചത് ഓഗസ്റ്റ് 27-ന്? അതായത് ഒരു ജീവിതത്തിൽ ഒറ്റയ്ക്ക് നിന്ന് എല്ലാ കാര്യങ്ങളും ചെയ്യാനായിട്ട് ഒരു സ്ത്രീ എന്ന നിലയിൽ ഒന്ന് ബോൾഡായ ഒരു ദിവസമാണ്. കാരണം എന്റെ അച്ഛൻ മരിക്കുന്നത് ഓഗസ്റ്റ് 17-നാണ്. അപ്പം 17 കഴിഞ്ഞിട്ട് 27 എന്ന് പറയുമ്പോൾ ബന്ധുക്കളെല്ലാം പോയി നമ്മൾ ഒറ്റപ്പെടുന്ന ഒരു ദിവസമാണ്. അപ്പൊ ആ സമയത്ത് എന്താ പറയാ, മരിച്ചാൽ മതി എന്ന് പറഞ്ഞു നിൽക്കുന്ന ആ ദിവസമാണ് ഓഗസ്റ്റ് 20. കാരണം സഞ്ജീവനിയൊക്കെ കഴിഞ്ഞ ഓഗസ്റ്റ് 20 10 ദിവസം കഴിയുമ്പോൾ എല്ലാരും പോയി. അപ്പൊ മൊത്തത്തിൽ ഒറ്റപ്പെട്ട് നിൽക്കുന്ന ആ ഒരു അവസരത്തില് ജീവിതത്തിൽ മുന്നേറി വരാനുള്ള ഒരു ദൈവത്തിന്റെ ഒരു കരുത്ത് നമുക്ക് വന്ന ഒരു ദിവസമായിട്ടാണ് ഞാൻ കരുതുന്നത്. പിന്നെ എന്താ പറയാ, ഞാന് ഒരു സിംഗിൾ പാരന്റ് ആണ്. അപ്പം എനിക്ക് പല കാര്യങ്ങളും എന്താ പറയാ
കുറെ കാര്യങ്ങൾ ഷെയർ ചെയ്യാൻ പറ്റാത്തതുണ്ട്. ശരി. അപ്പം എന്തായാലും എനിക്ക് നല്ലൊരു സ്പെഷ്യൽ ഡേ ഓഗസ്റ്റ് 27 തന്നെയാണ്. ശരി ശരി, സന്തോഷം. ഹാപ്പിനെസ് ആണ്, ആ ഹാപ്പിനെസ് എന്നും മുഖത്തത് കാണാം. അതെ, സന്തോഷം ചിത്ര, ഞങ്ങളോടൊപ്പം ചേർന്നതിന്. ഞങ്ങളോടൊപ്പം തുടരുക. ഇത്തരം വിശേഷാവസരങ്ങൾ സുഹൃത്തുക്കളുടെയൊക്കെ ഉണ്ടെങ്കിൽ ഞങ്ങളെ അറിയിക്കുക. അവരുമായി നമുക്ക് ഇത്തരത്തിൽ സംസാരിക്കാം. നമുക്ക് സന്തോഷമുള്ള കാര്യമാണത്. ശരി ചിത്ര, മറ്റു ചില ബർത്ത്ഡേ വിഷസ് കൂടി ഉണ്ട് അല്ലേ? അതെ, മെഹസയുടെ ബർത്ത്ഡേ ആണ്. അപ്പോൾ മെഹസയ്ക്ക് ഞങ്ങൾ ന്യൂസ് 18ന്റെ വക കൂടി എല്ലാവിധ ബർത്ത്ഡേ ആശംസകൾ നേരുകയാണ്. മെഹസ ഷാ എന്ന കൊച്ചു മിടുക്കി സുന്ദരിക്കുട്ടി, അവളുടെ ബർത്ത്ഡേ ആണെന്നല്ലേ, സ്പെഷ്യൽ ഡേ. മെഹസയുടെ അച്ഛനും അമ്മയും ബന്ധുക്കളും കാണുന്നുണ്ടാകും. ഹാപ്പി ബർത്ത്ഡേ ടു മെഹസ. ഹാപ്പി ബർത്ത്ഡേ. അടുത്ത വർഷം നമ്മുടെ കൂടെ സൂമിലൊക്കെ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ആള് വളർന്ന് സംസാരിച്ചൊക്കെ തുടങ്ങുമെന്ന് വിചാരിക്കുന്നു. മറ്റൊരു ബർത്ത്ഡേയിലേക്ക് നമുക്ക് പോകുന്നത് ആനിവേഴ്സറിയിലേക്കാണ്. അതെ, സാന്ദ്രയുടെ അഖിലിന്റെയും ആനിവേഴ്സറി എന്നായിരുന്നു. അതെ, സത്യം പറഞ്ഞാൽ 2 ദിവസമായി ഇപ്പോൾ കഴിഞ്ഞിട്ട്. അവരുടെ 3ാമത്തെ വെഡിങ് ആനിവേഴ്സറി ആണ്. എനിക്ക് ഇത് വളരെ സ്പെഷ്യൽ ആണ് രഞ്ജിത്ത്, കാരണം എന്റെ സിസ്റ്റർ ലോയും ഹസ്ബൻഡും ആണ് ആയിരിക്കുന്നത്. അപ്പൊ അവർക്കും എല്ലാവിധ ആശംസകളും നമ്മൾ നേരുകയാണ് അല്ലേ? നല്ല ഒരു ജീവിതം അവർക്ക് ഇനി ഓരോ ദിവസങ്ങളും നന്മയുള്ളതും ഐശ്വര്യമുള്ള ജീവിതമാകട്ടെ. ഓണം ദിവസങ്ങളൊക്കെയാണ്, അടിച്ചു പൊളിക്കുക. അതെ, ഇനി അതോടൊപ്പം തന്നെ മറ്റൊരു വിവാഹ വാർഷികം കൂടിയുണ്ട്. ബിച്ചുവും ചിന്നുവാണ് വിവാഹ വാർഷികം ആഘോഷിക്കുന്നത്. അവരുടെ 1ാമത്തെ വിവാഹ വാർഷികമാണ്. അപ്പോൾ അവർക്കും എല്ലാവിധ ആശംസകളും നേരുകയാണ്. 1ാം വിവാഹ വാർഷികം, ഓണം വരുന്നു. പുതിയ പുതിയ വസ്ത്രങ്ങളൊക്കെ പരസ്പരം വാങ്ങിക്കൊടുക്കുക, അങ്ങോട്ട് പൊളിക്കുക, സന്തോഷമായിട്ടിരിക്കട്ടെ. അപ്പൊ നിങ്ങളുടെ വിശേഷ അവസരങ്ങൾ ഞങ്ങളെ ഇത്തരത്തിൽ അറിയിക്കുക. ആ സന്തോഷ ദിനത്തിൽ ന്യൂസ് 18 സ്ക്രീനിൽ നിങ്ങൾക്ക് ഒരു സ്പേസ് ഉണ്ടാകും. ഞങ്ങളുടെ വാട്സപ്പ് നമ്പറാണിത്. വാട്സപ്പ് നമ്പറിൽ കുറച്ച് സമയം നിൽക്കാം. 9346975748 എന്ന വാട്സപ്പ് നമ്പറിലേക്ക് നിങ്ങളുടെ വിശേഷ ദിവസങ്ങൾ ഈ ഫോർമാറ്റിൽ ടൈപ്പ് ചെയ്ത് അയക്കുക. ആദ്യം നിങ്ങളുടെ സ്പെഷ്യൽ ഡേ മെൻഷൻ ചെയ്യുക, അതിനുശേഷം നിങ്ങളുടെ പേര്, ഫോൺ നമ്പർ, എന്നിട്ട് ഈ കാണിക്കുന്ന വാട്സപ്പ് നമ്പറിലേക്ക് നിങ്ങൾ എന്താണ് നിങ്ങളുടെ സന്തോഷം എന്നുള്ളത് ഞങ്ങളുമായി പങ്കുവെക്കാവുന്നതാണ്. അത് പിറന്നാളാകാം, വിവാഹ വാർഷികമാകാം, നൂലുകെട്ടാകാം, അരങ്ങേറ്റമാകാം, അങ്ങനെ എന്തുമാകട്ടെ. ആ വിശേഷങ്ങളൊക്കെ, ആ സന്തോഷങ്ങളൊക്കെ ഞങ്ങൾ ന്യൂസ് 18മായി പങ്കുവെക്കാം. അപ്പൊ നമുക്ക് ഒരുമിച്ച് എല്ലാ പ്രേക്ഷകർക്കൊപ്പം ആ ഒരു ആഘോഷത്തിൽ പങ്കുചേരാം. നിങ്ങളുടെ മനോഹര ദിവസങ്ങൾ, മനോഹരമായ പ്രഭാതങ്ങൾ ന്യൂസ് 18 പങ്കുവെക്കാം. നമുക്ക് മോർണിംഗ് വേവ്സ് അവസാനിപ്പിക്കാം. അതെ, തീർച്ചയായും. അപ്പം നമ്മുടെ സമയം ഇവിടെ അവസാനിക്കുകയാണ്. ഇനി കൂടുതൽ വാർത്തകൾ, വിശേഷങ്ങളൊക്കെ വരാനുണ്ട്. വിശേഷം എന്ന് പറയുന്നതിനപ്പുറം കൂടുതൽ വെളിപ്പെടുത്തലുകൾ വരാനുണ്ട് എന്നുള്ളതാണ് വാസ്തവം. അതെ, ആരുടെ പേര് ഇനി വരും എന്നുള്ളത് ആകാംക്ഷയോടെ കേരളം ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുകയാണ്. കാരണം അവരൊക്കെ ആരാധിച്ചു പോന്നിരുന്ന ഒരുപാട് ആളുകളുടെ മുഖംമൂടികളാണ് ഒരുപക്ഷെ വലിച്ചു കീറപ്പെടുന്നത്. പക്ഷെ എന്നിരുന്നാൽ പോലും പലതും ആരോപണങ്ങൾ മാത്രമാണെന്ന് അവർ പറയുന്ന പശ്ചാത്തലം കൂടിയുണ്ട്. എന്തായാലും അത് അന്വേഷണ സംഘം അന്വേഷിച്ച് കണ്ടുപിടിക്കട്ടെ. എന്തായാലും വരും മണിക്കൂറുകളും ന്യൂസ് 18 തുടരുക. ഒരുപാട് വാർത്തകൾ പ്രേക്ഷകർക്കായി എത്തിക്കാറുണ്ട്. തൽക്കാലം ഞാനും ആര്യയും ഈ ഷോ അവസാനിപ്പിക്കുകയാണ്. നാളെയും ഞങ്ങളുടെ മോർണിംഗ് ഷോ, മോർണിംഗ് വൈബ്സ് തുടരും. പ്രേക്ഷകർക്കൊപ്പം, പ്രേക്ഷകരും ഞങ്ങൾക്കൊപ്പം ഉണ്ടാകും എന്ന് കരുതുന്നു. നമസ്കാരം.